സൊസൈറ്റിയിലുള്ള ഫാക്ട്സിനെ ഒബ്സർവ് ദ ഫാക്ട്സ് ഇൻ ദ സൊസൈറ്റി. ഓക്കെ, അങ്ങനെ സേവ് ചെയ്യട്ടെ. അങ്ങനെ ഇതിനെ ഒബ്സർവ് ചെയ്തിട്ട് ആ ഒബ്സർവേഷൻ പ്ലസ് അനാലിസിസ്, അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യുക. അങ്ങനെ അനലൈസ് ചെയ്തിട്ട് ലോസ് ഉണ്ടാക്കുക. അതാണ് സോഷ്യൽ ഫാക്ട് തീസിസ് എന്ന് പറയുന്നത്. അങ്ങനെ അനലൈസ് ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഇതിനെ അനലിറ്റിക്കൽ എന്ന് പറയുന്നത്, അനലിറ്റിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തു. ഇനി എന്തൊക്കെ സോഷ്യൽ ഫാക്ട് തീസിസ് എന്നുള്ള കാര്യം മറക്കരുത്. ഇനി രണ്ട് സെൻട്രൽ തീസിസ് ഉണ്ട്. ഇത് ഞാൻ ലീഗൽ പോസിറ്റിവിസത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതിന്റെ മുമ്പ് നിങ്ങൾ ലീഗൽ പോസിറ്റിവിസം എന്താന്നുള്ളതിന്റെ ഇത് എഴുതുക. ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടൈനിങ് ടു ലോ, ഓഫ് ലോ. പോസിറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞ ഒരു നൗണാണ്. അത് ടു പോസിറ്റ് എന്നുള്ള വേർബിൽ നിന്നും ഉണ്ടായതാണ്. ടു പോസിറ്റ് എന്നുള്ള വേർബിൽ നിന്നുണ്ടായ ഒരു നൗണാണ്. ടു പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇനാക്ട് ചെയ്യുക, നിയമങ്ങൾ ഇനാക്ട് ചെയ്തെടുക്കുക. അതാണ് ഈ ലീഗൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലീഗൽ പോസിറ്റിവിസത്തിന്റെ രണ്ട് സെൻട്രൽ തീസിസുകളാണ്. ഒന്ന് സോഷ്യൽ ഫാക്ട് തീസിസ്, രണ്ടാമത്തെ തീസിസ് ആണ് സെപ്പറേഷൻ തീസിസ്. നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ, നിങ്ങൾ കൂട്ടത്തിലൂടെ ഒന്ന് എഴുതിക്കോളൂ. സെപ്പറേഷൻ തീസിസ്, ഇത് കേട്ടിട്ടുണ്ടോ ഈ വേർഡ്? പെട്ടെന്ന് കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഉത്തരം പറയാം. എന്താണ് സെപ്പറേഷൻ തീസിസ് എന്ന് പറഞ്ഞാൽ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മതി. അറിയില്ല. സെപ്പറേഷൻ തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആൻഡ് മൊറാലിറ്റി ഷുഡ് ബി സെപ്പറേറ്റഡ്. ഈ ലോജിക്കൽ ലീഗൽ പോസിറ്റിവിസത്തിന് മുമ്പ് ഉണ്ടായിരുന്ന സ്കൂളാണ് നാച്ചുറൽ ലോ സ്കൂൾ. അവരാണ് ഈ മൊറാലിറ്റിയുടെ ആൾക്കാർ. അപ്പൊ ഈ നാച്ചുറൽ ലോ സ്കൂളുകാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മൊറാലിറ്റി തീരെ ഇഷ്ടമല്ല. അതായത് ഈ ലോയിനെ മൊറാലിറ്റി ആയിട്ട് മിക്സ് ചെയ്യുന്നവർക്ക് തീരെ ഇഷ്ടമല്ല. ലോ മൊറാലിറ്റി ഫോളോ ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായക്കാരല്ല അവര്. മനസ്സിലായില്ല? അപ്പൊ ലോയിനെ മൊറാലിറ്റിയും ഷുഡ് ബി കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ്. അതാണ് സെപ്പറേഷൻ തീസിസ്. അപ്പൊ ഈ രണ്ട് സെൻട്രൽ തീസിസുകൾ എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് എഴുതുക. ഇതിന്റെ പേരാണ് കമാൻഡ് തിയറി ഓഫ് ലോ. ഓക്കെ, അപ്പം എന്താണ് വാട്ട് ഈസ് ലോ? ഇതിന് ഓസ്റ്റിന്റെ തിയറി. അതിന്റെ മുമ്പ് ഞാൻ ഇത് ഇന്നലെ നെഹലെ കൊണ്ട് വായിപ്പിച്ചതല്ലേ. അതായത് ദ എക്സിസ്റ്റൻസ്, ആ സെപ്പറേഷൻ തീസിസ് ഈ സ്റ്റേറ്റ്മെന്റിലുണ്ട്. അതിന്റെ മുമ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എഴുതേണ്ടത്, ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത്, അയാളുടെ ബുക്കിന്റെ പേര് എഴുതണം. ഓസ്റ്റിന്റെ ബുക്കിന്റെ പേരാണ് ദ പ്രോവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിറ്റർമിൻഡ്. അത് എഴുതാതിരിക്കാൻ പറ്റില്ല. ദ പ്രോവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ്, the province of jurisprudence determined. The province of jurisprudence determined. ഓസ്റ്റിൻ എഴുതിയ ബുക്കാണത്. ഈ ബുക്കിൽ ഒരു ലൈനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The existence of law is one thing. Its merit and demerit another. അവിടെ സെപ്പറേറ്റ് ചെയ്തതാണ്. ഇത് മനസ്സിലാക്കണം. മനസ്സിലായില്ലെങ്കിൽ അപ്പം എന്നോട് ചോദിക്കണം. Existence of law is one thing. Its merit and demerit another. അവിടെ സെപ്പറേറ്റ് ചെയ്തു. ലോയിന്റെ എക്സിസ്റ്റൻസ് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക, അതിന്റെ മെറിറ്റോ ഡിമെറിറ്റോ ഇസ് അനദർ തിങ്. ഇറ്റ് ഇസ് എ ടോട്ടലി ഡിഫറെന്റ് തിങ്. മെറിറ്റോ ആൻഡ് ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൊറാലിറ്റി. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, ചീഫ് മിനിസ്റ്റർ ഒരു നിയമം കൊണ്ടുവരാണ്, എന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരെ പിടിച്ച് ചെയ്യേണ്ടാത്തത്. അങ്ങനെ ലോ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം. അത് ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ മാതിരി അങ്ങനെ കാര്യം ചെയ്യോ, അത് ശരിയാണോ, അതിന്റെ മെറിറ്റ് ഉണ്ടോ, അതിന് ദാറ്റ് ഇസ് അനദർ തിങ്. അത് പോസിറ്റീവ്, ദേ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. എക്സിസ്റ്റൻസ് ഓഫ് ലോ, അങ്ങനെ ഒരു നിയമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ആ പ്രൊസീജിയർ അങ്ങനെ ഒരു നിയമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ദാറ്റ് ഇസ് വൺ തിങ്. ഇറ്റ്സ് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഇസ് ടോട്ടലി അനദർ. വെദർ ഇറ്റ് ബി ഓർ ബി നോട്ട് ഈസ് വൺ എൻക്വയറി. അതായത് അങ്ങനെ അത് വേണോ, ബി ഓർ ബി നോട്ട് എന്നുള്ളത് ഒരു എൻക്വയറിയാണ്. വെദർ ഇറ്റ് ബി ഓർ ബി നോട്ട് not conformable to an assumed standard is a different inquiry. അത് ഒരു assumed standardന് കൺഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് that is a different inquiry. അപ്പൊ അതാണ് സെപ്പറേഷൻ തീസിസ്. ഓക്കെ, ഇനി സെപ്പറേഷൻ തീസിസ് അത് ഇവിടെ പറഞ്ഞു. ഇവര് പറയുന്നത് എന്താ വെച്ചാൽ, തിങ്കിങ് അബൌട്ട് വാട്ട് ദ ലോ ഡസ് നോട്ട് റിക്വയർ മോറൽ റീസണിങ്. ഇവിടെ മോറൽ റീസണിങ് ആവശ്യമില്ല, ബട്ട് റാദർ ഇൻവോൾവ് അനാലിസിസ് ഓർ ഒബ്സർവേഷൻ. അതുകൊണ്ടാണ് അവരെ അനലിറ്റിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. മോറൽ റീസണിങ്ങിന് ഒരു പ്രസക്തിയില്ല. മനസ്സിലായില്ലേ? അവര് അനാലിസിസ്, സൊസൈറ്റിയിലെ സോഷ്യൽ ഫാക്ട് തീസിസ്, സൊസൈറ്റിയിൽ എന്താണോ നടക്കുന്നത് അതിനെ ഒബ്സർവ് ചെയ്യും, അനലൈസ് ചെയ്യും, അതിനെ റീസൺ ഔട്ട് ചെയ്യും. അതാണ് അവരുടെ കാര്യം. അത് എന്നിട്ട് അതിൽ നിന്ന് നിയമം ഉണ്ടാക്കും. അല്ലാതെ അതിന്റെ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് ഓർ മൊറാലിറ്റി, മോറൽ റീസണിങ്ങിനെ കുറിച്ച് അവർ ബോധേഡല്ല. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് എഴുതണം, കമാൻഡ് തിയറി ഓഫ് ലോ. ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇതിനെയാണ് എന്ത് പറയുന്നത്. ഇപ്പൊ ഞാൻ വായിച്ച ഒരു സെന്റൻസ് ഉണ്ടല്ലോ,
അതായത് ബി ഓർ ബി നോട്ട് ടു ബി കൺഫോംഡ് വിത്ത് ഹയർ സ്റ്റാൻഡേർഡ്. അതിന് രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ലോ ആസ് ഇറ്റ് ഈസ്, ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തു. ലോ ought to be, ഇത് രണ്ടാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ലോ ആസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉള്ളത് അതേമാതിരി ആസ് ഇറ്റ് ഈസ്. പക്ഷെ ലോ ought to be എന്ന് പറഞ്ഞാൽ ലോ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ മൊറാലിറ്റി സ്റ്റെപ്പ് ഇൻ ചെയ്യണം, മൊറാലിറ്റി വരിക. പക്ഷെ ഈ മൊറാലിറ്റിയെ പറ്റി ഇവര് ബോധേഡല്ല. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഒരു ജൂറിസ്, ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? എക്സ്പോസിറ്റോറിയൽ ജൂറിസ്പ്രുഡൻസ്. ഈ വേർഡൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആരോ പറഞ്ഞ മാതിരി എക്സ്പോസിറ്റോറിയൽ, ഈ വേർഡൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ചിട്ട് കേസ് ഡിസൈഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ മാർക്ക് കിട്ടും. എക്സ്പോസിറ്റോറിയൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേറൊരു വേർഡ്, ഒരു സംഭവം കൂടെ ഉണ്ട്, സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ്. മേലെ കേട്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ട്. ഇത് എന്താന്ന് മനസ്സിലായോ? അതാ ബുക്കിൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ? എക്സ്പോസിറ്റോറിയൽ ജൂറിസ്പ്രുഡൻസ്. സെൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് മെന്റ് ബൈ സെൻസർ? ഇപ്പൊ ഒരു ഫിലിം വരുന്നു, സെൻസർ ചെയ്യുന്നു. അപ്പൊ ആ ഫിലിമിന് ഒരു സുപ്പീരിയർ ബോഡി വന്നിട്ട് അതിന്റെ മൊറാലിറ്റിനെയും അതിന്റെ ഇതിനെയൊക്കെ ചെക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്? അതല്ലേ ഒരു ഫിലിം സെൻസർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബോഡി വന്നിട്ട്, ഒരു സുപ്പീരിയർ ബോഡി ഉണ്ടാവും, ആ ഫിലിമിനെ നോക്കുന്നു, അതിൽ ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനല്ലേ സെൻസർ ചെയ്യാന്ന് പറയാ, അല്ലേ? അതിനാണ് സെൻസർ ചെയ്യാന്ന് പറയാ. അപ്പൊ സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ് പറഞ്ഞാൽ there is a higher authority looking into the moral aspects. അപ്പൊ അത് ഏതിലേക്ക് വന്നു? ലോ ought to be, അല്ലേ? ലോ ought to be എന്ന് പറഞ്ഞത് ആദ്യം നിങ്ങൾക്ക് ലോ ആസ് ഇറ്റ് ഈസ്, ലോ ought to be എന്താന്ന് മനസ്സിലായോ? ലോ ആസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ലോ എങ്ങനെയാണോ അത് അതേമാതിരി. ലോ ought to be എന്ന് പറഞ്ഞാൽ ഒരു ലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ലോ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കണം. ദാറ്റ് ഷുഡ് കൺഫോം ടു എ ഹയർ സ്റ്റാൻഡേർഡ്. ഹയർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റിക്ക് വിരുദ്ധമായിട്ടാവരുത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ നാച്ചുറൽ ലോയിൽ വരുന്നത്. അതായത് നോ വൺ ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്, ഓഡി ഓൾട്ടറം പാർട്ടം വിത്തൗട്ട് ബയാസ്. അങ്ങനെയൊക്കെ വേണം. ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരരുത്. ഇതെല്ലാമാണ് നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റി ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കയറിയിരിക്കുന്നത്. എന്തിനാ റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത്? എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ഈക്വാലിറ്റി ബിഫോർ ലോ. അപ്പൊ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹയർ സ്റ്റാൻഡേർഡ്സ്, ഒരു ഫെയർ ആയിട്ടുള്ളത്, റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ കൺഫോം അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സിന് കൺഫോം ചെയ്യുന്നതായിരിക്കണം ലോ എന്നാണ് ലോ ought to be. അവിടെ ദാറ്റ് മസ്റ്റ് കൺഫോം ടു എ ഹയർ സ്റ്റാൻഡേർഡ്. അപ്പൊ ഹയർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സംഭവം ഈ ലോയിനെ സെൻസർ ചെയ്യണം. അതാണ് സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ്. അത് ക്ലിയർ ആയോ? സെൻസർ എന്നുള്ള വാക്കിൽ നിന്ന് സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസും അതിൽ നിന്ന് മൊറാലിറ്റിയിലേക്കുള്ള കണക്ഷനും ലോ ought to be, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റിയോ? അപ്പോൾ എന്തെങ്കിലും കിട്ടിയോ? അത് മനസ്സിലായി. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. ഞാൻ അതിലേക്കാ വരുന്നത്. അതെ, ലോ ought to be ആണ് സെൻസോറിയൽ. ലോ ought to be എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എങ്ങനെ ആയിരിക്കണം, ഒരു ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് മൊറാലിറ്റിക്ക് കൺഫേം ചെയ്യുന്നതായിരിക്കണം. അപ്പൊ അവിടെ ഒരാൾ സെൻസർ ചെയ്യാനുണ്ട് അവിടെ. മനസ്സിലായില്ലോ? ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഇസ് എ കമാൻഡ്. ആദ്യം നമ്മൾ ആ ഓസ്റ്റിന്റെ ഇത് എഴുതണം. എന്താണ് ലോ? ലോ ഇസ് എ കമാൻഡ് ഓഫ് ദ സോവറീൻ. ലോ ഇസ് എ കമാൻഡ് ഓഫ് ദ സോവറീൻ ബാക്ക്ഡ് ബൈ സാങ്ഷൻ. ഓക്കെ, ഒരു സോവറീൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ സോവറീൻ. ആ പൊളിറ്റിക്കൽ സോവറീൻ ഒരു കമാൻഡ് കൊടുക്കുകയാണ്. ആ കമാൻഡ് ഇഫ് ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ സാങ്ഷൻ, അത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ പനിഷ്മെന്റ് ഉണ്ടെങ്കിൽ അതൊരു നിയമമാണ്. അങ്ങനെ ഒരു സോവറീൻ ഒരു കമാൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഹയർ സ്റ്റാൻഡേർഡ്സിന് കൺഫേം ചെയ്യണോ എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല പോസിറ്റിവിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ there is another school of thought, those people who believe that എന്തും സോവറീൻ പറയുന്നത് നമുക്ക് ലോ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ദാറ്റ് മസ്റ്റ് കൺഫോം ടു സം അതർ സ്റ്റാൻഡേർഡ്സ്. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു വൈറ്റ് കുട്ടികൾ കൂടെ ഒരു സ്കൂളിൽ പോവുക, ബ്ലാക്ക് കുട്ടികൾക്ക് വേറെ സ്കൂൾ. എന്നിട്ട് അമേരിക്ക ഒരു നിയമം കൊണ്ടുവരികയാണ്, ബ്ലാക്ക് കുട്ടികൾ വൈറ്റ് കുട്ടികൾ ഇരിക്കുന്ന സ്കൂളിലേക്ക് പോകരുത്. ഒരു നിയമം കൊണ്ടുവന്നു, ഇവരെ സെപ്പറേറ്റ് ചെയ്തു, ബ്ലാക്കിനെയും വൈറ്റിനെയും. അപ്പം ഈസ് ദാറ്റ് എ ലോ? അപ്പോഴാണ് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത് ദിസ് ഈസ് നോട്ട് എ ലോ ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കൺഫോം ടു സം ഹയർ സ്റ്റാൻഡേർഡ്സ്. വാട്ട് ആർ ദോസ് ഹയർ സ്റ്റാൻഡേർഡ്സ്? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ഒരാളുടെ ജസ്റ്റ് ബിക്കോസ് ബേസ്ഡ് ഓൺ ദ കളർ ഓഫ് ദ സ്കിൻ നിങ്ങൾ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്യാണോ? സോ ലോ
അപ്പം അയാൾ ഒരു ഹയർ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അതിനെ സെൻസർ ചെയ്ത് അങ്ങനെ വരുന്നതാണ്. അവിടെ ഒരു നാച്ചുറൽ ലോ സ്കൂളിൽ ഒരു ഫെയർനെസിന്റെ ഒരു ജസ്റ്റിസിന്റെ ഒരു സംഭവം വരികയാണ് അവിടെ. അപ്പൊ നിങ്ങളൊരു നിയമം എഴുതുന്ന സമയത്ത് ദാറ്റ് ഷുഡ് കൺഫോം ടു സം ഹയർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോഴാണ് നാച്ചുറൽ ലോ സ്കൂൾ ലോ ഓട്ട് ടു ബി, മൊറാലിറ്റി അതിൻ്റെ അകത്ത് കയറി വരുന്നത്. അതാണ് സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ്. എക്സ്പോസിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോസിറ്റോറിയൽ, എക്സ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പൗണ്ട് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് എങ്ങനെയാണോ അങ്ങനെ, അതാണ് എക്സ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്പോസിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എക്സ്പൗണ്ട് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊക്കെ ഒരു അർത്ഥം ഉണ്ടായിരിക്കും. അപ്പൊ ലോ ആസ് ഇറ്റ് ഈസ് എന്ന് പറയുന്നതാണ് എക്സ്പോസിറ്റോറിയൽ ജൂറിസ്പ്രുഡൻസ്. സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ലോ ഓട്ട് ടു ബി ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇനി ഇതൊന്ന് വായിക്കുക. ഈ 3 ലൈൻ പറ്റുമെങ്കിൽ നാളെ എഴുതാൻ പറ്റുമെങ്കിൽ. പിന്നെ വേറൊരു കാര്യം, എന്താണ് ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പറയാം ലീഗൽ പോസിറ്റിവിസം, ലീഗൽ പോസിറ്റിവിറ്റി. എന്തുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ് ലോ എന്ന് പറയുന്നത്? പോസിറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ മെയ്ഡ് ലോ എന്നാണ് അർത്ഥം. ഓക്കെ, മാൻ മെയ്ഡ് ലോ, അത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. പോസിറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാൻ മെയ്ഡ്. നേരെ മറിച്ച് നാച്ചുറൽ ലോ പറയുന്നത് അത് ഡിവൈൻ ആണെന്നാണ് പറയുന്നത്. അത് ഗോഡ് മെയ്ഡ്, ഡിവൈൻ. അപ്പൊ ഇന്നലെ നേരെ പറഞ്ഞാൽ എന്തോ എഴുതി വെച്ചതാന്നൊക്കെ ഒരു വേർഡ് അവർ പറഞ്ഞു. അതായത് പക്ഷെ അത് എങ്ങനെയാ എഴുതി വെക്കുന്നത്? ഇറ്റ് കംസ് ഫ്രം സം ഹയർ മൊറാലിറ്റി. വെറുതെ അങ്ങ് എഴുതി വെക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ തന്നെ അങ്ങ് എഴുതി വരില്ലല്ലോ. പക്ഷെ അത് ഇങ്ങനെ ആരോ ഒരാൾ എഴുതി വെക്കുന്നതാണ്. അതിപ്പം പല രീതിയിൽ എഴുതി വെക്കുന്നത്. ഇതിപ്പോ സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അവർ മെഡിറ്റേറ്റ് ചെയ്തിട്ട് അവർ എഴുതുന്നതാണ്. അവരിങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ കിട്ടുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം അവരിങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അവർക്കൊരു ഹയർ മൊറാലിറ്റിയിൽ നിന്നൊരു അത് അങ്ങനെ ചില സംഭവങ്ങളൊക്കെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അത് അവർ പറയും ദിസ് ഈസ് ഗോഡ് ഗിവൺ, ദൈവം തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി വെക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ നാച്ചുറൽ ലോ സ്കൂൾ എന്താ പറയാ മിഡീവിയൽ ഏജിൽ വന്നത്. എന്താണ് സെയിന്റ് തോമസ്, ഓഗസ്റ്റിൻ, അക്വിനാസ് അവരൊക്കെ വന്നിട്ട് അവരത് കംപ്ലീറ്റ് ആയിട്ട് അത് റിലീജിയൻ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അതായത് ഇത് ഗോഡ് ഗിവൺ ആണെന്നുള്ളത്. പക്ഷെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ അവരങ്ങനെയല്ല അവർ പറഞ്ഞത് ഇൻസൈറ്റ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തത്. അവർ പറഞ്ഞു ഇൻസൈറ്റ് പ്ലസ് റീസൺ. അതാണ് സോക്രട്ടീസ് യൂസ് ചെയ്ത വേർഡ്. സോക്രട്ടീസിന്റെ വേർഡാണ് കുറേയും കൂടെ. ആ ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾവിളി എന്ന് പറയാം. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് ഈ ഉൾവിളി. അത് ചെയ്യരുത്, അത് വേണോ, ദാറ്റ് ഈസ് കോൾഡ് ഇൻസൈറ്റ്. ഈ ഇൻസൈറ്റ് പ്ലസ് റീസൺ ആണ് സോക്രട്ടീസ് പറഞ്ഞത്. സോക്രട്ടീസിന്റെ ശിഷ്യൻ പ്ലേറ്റോവും അതേ വഴി തന്നെയാണ് പോയത്. നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. നമ്മളുടെ മുന്നിൽ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് വേണ്ട, ദാറ്റ് ഈസ് കോൾഡ് ഇൻസൈറ്റ്. അതാണ് അങ്ങനെ ഒരു ഇൻസൈറ്റ് ഒന്നും ഇവിടെ നോക്കണ്ട എന്നുള്ളതാണ് ഈ പോസിറ്റിവിസ്റ്റുകാർ പറയുന്നത്. നിങ്ങൾ ലോ ആസ് ഇറ്റ് ഈസ് എക്സ്പോസിറ്റോറിയൽ, മറ്റേത് ആ സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെൻസർ ചെയ്യുന്ന ഒരു ഹയർ അതോറിറ്റി, അതായത് നമ്മളുടെ ഇൻസൈറ്റിനെയൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് നാച്ചുറൽ ലോ സ്കൂളുകാർ പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ലോ മീൻസ് ഇറ്റ് ഈസ് മാൻ മെയ്ഡ്, ബട്ട് നാച്ചുറൽ ലോ ഇറ്റ് ഈസ് ഗോഡ് ഗിവൺ ഓർ ഡിവൈൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി ഇത് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഈ മൂന്ന് വരി എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ, കാരണം എന്താ വെച്ചാൽ ലോ ഇസ് എ കമാൻഡ് ബാക്ക്ഡ് ബൈ ഓഫ് ദ സോവറിൻ ബാക്ക്ഡ് ബൈ സാങ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുക. 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്താണ് കമാൻഡ്? അപ്പൊ കമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ കൽപ്പനയാണെന്ന് പറയരുത്. കമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ദ പേഴ്സൺ ഈസ് എക്സ്പെക്ടിങ് ഫ്രം യു. കമാൻഡ് എന്താ? ഇറ്റ് ഈസ് എ വിഷ്. അതൊരു വിഷാണ്. എന്താണ് വിഷ്? ആ വിഷ് കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ there will be a sanction. ഒരു സാങ്ഷൻ ഇമ്പോസ്. ഒരാളൊരു കമാൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു വിഷ് അയാൾ അവിടെ പറയുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ബസീൽ സാർ പറയണത് പോടി എടുത്തോണ്ട് വരും, ദാറ്റ്സ് എ കമാൻഡ്. അപ്പൊ പോടി എടുത്തോണ്ട് വരും എന്ന് പറഞ്ഞാൽ ഹീസ് എക്സ്പ്രസിങ് എ വിഷ്. നിങ്ങൾ അത് എടുത്തോണ്ട് വരിക. അത് എടുത്തോണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ആ വിഷ് കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ there is a sanction. മനസ്സിലായില്ലേ? ഇത് ലോ കോളേജ് ആയതുകൊണ്ട് സാങ്ഷൻ ഇല്ലാത്തത്. വേറെ വല്ല കോളേജ് ആണെങ്കിൽ സാങ്ഷൻ ഉണ്ടാവും. അപ്പൊ ഹീസ് എക്സ്പ്രസിങ് എ വിഷ്. ആ വിഷ് കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ there is a sanction. എന്താണ് അയാളുടെ വിഷ്? സംതിങ് ടു ബി ഡൺ. അയാൾ പറയണം സംതിങ് ടു ബി ഡൺ. അപ്പൊ എന്താണ് കമാൻഡ്? ഇറ്റ് ഈസ് എ വിഷ് എക്സ്പ്രസ്ഡ് ബൈ ഒരു സോവറിൻ. അത് അടുത്ത ലൈനിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇപ്പൊ അയാൾ ശരിക്കും അവിടെ ഒരു സോവറിൻ അതോറിറ്റിയുള്ള ഒരാളാണ്. ഇപ്പൊ സാറ് ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും പറയുമ്പോൾ അയാൾക്കൊരു പവർ ഉണ്ട്. ആ അതോറിറ്റിയുടെ ബേസിസിലാണ് അയാൾ അവിടെ നിൽക്കുന്നത്. നമുക്ക് അയാൾ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഹീസ് ഹോൾഡിങ് സം പവർ. അയാളൊരു അതോറിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ അയാളൊരു വിഷ് എക്സ്പ്രസ് ചെയ്യാണ്. ആ വിഷ് കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബാക്ക്ഡ് ബൈ സാങ്ഷൻ. അതിന് ശിക്ഷയുണ്ടാവും, ഈവിൾ ഓർ സാങ്ഷൻ.
എന്തായിരിക്കും അയാളുടെ വിഷ്? സംതിങ് ടു ബി ഡൺ. ഇത് ശരിക്കും ഇവിടെ കംപ്ലീറ്റ് അല്ല. സംതിങ് ടു ബി ഡൺ ഓർ ടു എബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്. ഒന്നുകിൽ അയാൾ പറയും നിങ്ങൾ ഇത് ചെയ്യുക, അത് പോയി എടുത്തുകൊണ്ട് വരിക, അല്ലെങ്കിൽ പറയും നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങൾ മിണ്ടരുത്. അതൊരു കമാൻഡാണ്. അപ്പോൾ ഒന്നുകിൽ സംതിങ് ടു ബി ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്. ഇഫ് നോട്ട് കംപ്ലൈഡ് വിത്ത് ഇറ്റ് വിൽ ബി ബാക്ക്ഡ് ബൈ സാങ്ഷൻ. ഓക്കെ, ഇനി അതാണ് കമാൻഡിന്റെ അർത്ഥം. കമാൻഡ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് സോവറിനിലേക്ക് വരാം. എന്താണ് ലോ? ഈസ് എ കമാൻഡ് ഓഫ് ദ സോവറീൻ എന്ന് പറയുന്നത്. സോ ഹൂ ഈസ് എ സോവറീൻ? സോവറീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവറീൻ എന്ന് പറയുന്നത് ഓസ്റ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് പേഴ്സൺസ് ആവാം, ഒരു വ്യക്തിയാവാം. അതായത് ഇപ്പോൾ സാറിനെ മാതിരി ഒരു സാറ് മാത്രമാവാം, ചിലപ്പോൾ ഒരു കമ്മിറ്റി ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരു കമ്മിറ്റി, ഒരു ഫാക്കൽറ്റി കമ്മിറ്റി, ഒരു 4 പേര് ഇരിക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കാം, ഒരു ഡിറ്റർമിനേറ്റ് ബോഡി ഓഫ് കമ്മിറ്റി ആയിരിക്കാം. ഇനി ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവരെ സോവറീൻ എന്ന് പറയുന്നത്? സോവറീൻ എന്ന് പറയുന്നത് ആ ക്ലാസ്സിൽ ഇരിക്കുന്ന ബാക്കി എല്ലാവരും. നമുക്കിപ്പോൾ സാറെ മാത്രം എടുക്കാം. സാർ ഒരു കാര്യം പറഞ്ഞു, സാറാണ് അവിടെ സോവറീൻ, ഹി ഈസ് എ പേഴ്സൺ. അയാൾക്കുള്ള പ്രത്യേകത എന്താ? ദ ബൾക്ക് ഓഫ് ദ പോപ്പുലേഷൻ, ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാ 62 63 എത്ര പേരാ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഇൻ ദ ഹാബിറ്റ് ഓഫ് ഒബേയിങ്. ബട്ട് ഹൂ ഈസ് നോട്ട് ഇൻ ദ ഹാബിറ്റ് ഓഫ് ഒബേയിങ് എനിവൺ എൽസ്, നോട്ട് ഇൻ ദ ഹാബിറ്റ് ഓഫ് ഹൂ ഈസ് എ സോവറീൻ. അപ്പൊ സോവറീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആ സാറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സൊസൈറ്റിയാണ്. ആ ക്ലാസ് ഇപ്പൊ 2-3B ഒരു സൊസൈറ്റിയാണെന്ന് വിചാരിക്കുക. ആ സൊസൈറ്റിയിലെ രാജാവാണ് ആ സാറ്. അപ്പൊ ആ സാറ് സോവറീൻ ആണ്, അയാൾ ഒരു പേഴ്സൺ ആണ്. അയാൾക്കുള്ള പ്രത്യേകത എന്താ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂ ദ ബൾക്ക് ഓഫ് ദ പോപ്പുലേഷൻ. ബൾക്ക് ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒഴികെ ബാക്കിയുള്ളവർ, അങ്ങനെ എടുക്കണേ. ബൾക്ക് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന 64 പേര് ഈസ് ഇൻ ദ ഹാബിറ്റ് ഓഫ് ഒബേയിങ്. അതാണ് ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ്. ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ് അത് ഓസ്റ്റിന്റെ ഇതിൽ പറയുന്നത് ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ്. അത് ശരിക്കും കോട്ട് അൺകോട്ടിൽ എഴുതേണ്ട ഒരു കാര്യം തന്നെയാണത്. അതായത് ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ്, സോവറീൻ ആണ് എഴുതുന്നത്, ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ്. ഈ ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ് ആർക്കാണ് ഉള്ളത്? ആ ബൾക്ക് ഓഫ് ദ പോപ്പുലേഷൻ. ശരിക്കും അതിനെ ഇൻഫീരിയർ എന്ന് പറയും, പൊളിറ്റിക്കൽ ഇൻഫീരിയർ. ഇത് പൊളിറ്റിക്കൽ ആണ്, ഇത് പൊളിറ്റിക്കൽ ഇൻഫീരിയർ. അപ്പൊ സോ ദർ ഇസ് എ പൊളിറ്റിക്കൽ സുപ്പീരിയർ. So there is somebody called a political superior. അതാണ് ഇപ്പൊ ഇവിടുത്തെ, ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ആ സാറാണ് പൊളിറ്റിക്കൽ സുപ്പീരിയർ. അതൊരു വ്യക്തിയാവാം, ചിലപ്പോൾ ഒരു കമ്മിറ്റി ആവാം. സംടൈംസ് ഇറ്റ് മേ ബി എ പേഴ്സൺ ഓർ എ ബോഡി ഓഫ് പേഴ്സൺസ്. അപ്പൊ ഈ പൊളിറ്റിക്കൽ സുപ്പീരിയർ പൊളിറ്റിക്കൽ ഇൻഫീരിയറിനാണ് കമാൻഡ് കൊടുക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇയാൾ ഈ സോവറീൻ, ഈ പൊളിറ്റിക്കൽ സുപ്പീരിയറിനെ സോവറീൻ എന്ന് പറയുന്നത്? കാരണം ഈ പൊളിറ്റിക്കൽ ഇൻഫീരിയറിന് അവിടെ ഒരു ഇതുണ്ട്, ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ്. ഹാബിറ്റ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഹാബിറ്റിനെയൊക്കെയാണ് അടുത്ത തിയറീസ് പഠിക്കുമ്പോൾ HLA ഹാർട്ട് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഓസ്റ്റിൻ പറയുന്നത് പൊളിറ്റിക്കൽ സുപ്പീരിയർ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ ആ ഇൻഫീരിയർ, ആ ബൾക്ക് ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ഗോട്ട് എൻ ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ്. അനുസരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആ ഹാബിറ്റ് വരുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ സാങ്ഷൻ. അതുകൊണ്ടാണ്. സോ സോവറീൻ ഇസ് എ പേഴ്സൺ ഓർ എ ഡിറ്റർമിനേറ്റ് ബോഡി ഓഫ് പേഴ്സൺ. ദ ബൾക്ക് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഇൻ ദ ഹാബിറ്റ് ഓഫ് ഒബേയിങ്. ഇനി എന്താ അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താ? ബട്ട് ഹൂ ഈസ് നോട്ട് ഇൻ ദ ഹാബിറ്റ് ഓഫ് ഒബേയിങ് എനിവൺ എൽസ്. ഈ സാറുണ്ടല്ലോ, ഈ സോവറിൻ, അയാൾ ആരെയും അനുസരിക്കില്ല. ദാറ്റ് ഈസ് വൈ ഹി ഈസ് സോവറിൻ. സോവറിൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് അയാളൊരു സാധനം എടുത്തുകൊണ്ട് വരുമ്പോൾ നിനക്കെന്തിനാണോ ഓടിയെന്ന് ചോദിക്കാനൊന്നും പറ്റില്ല. കാരണം അത് പറഞ്ഞ് പിടിച്ച് ജയിലിൻ്റെ അകത്ത് ഇടും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹൂ ഈസ് നോട്ട് ഇൻ ദ ഹാബിറ്റ് ഓഫ് ഒബേയിങ് എനിവൺ എൽസ്. അയാൾക്ക് അയാൾ ആരെയും അനുസരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഈ സോവറിൻ എന്ന് പറഞ്ഞാൽ തന്നെ അതന്നെയല്ലേ, അതായത് പരമോന്നധികാരമുള്ള ആള്. അവരെ വേറെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അവര് പറയുന്നത് ഈ ക്ലാസ്സിലുള്ള 63 പേരും കേൾക്കണം. 64 പേർക്ക് ദേ ഷുഡ് ഹാവ് എ ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ്. ബട്ട് ദ സോവറിൻ ഈസ് നോട്ട് ഇൻ ദ ഹാബിറ്റ് ഓഫ് ഒബേയിങ് എനിവൺ എൽസ്. ഈ 64 പേരിൽ ആർക്കും അയാൾക്ക് ഒരു കമാൻഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, തിരിച്ചു പറ്റില്ല. അതാണ് സോവറിൻ. അപ്പൊ സോവറിൻ എന്താ മനസ്സിലായി, കമാൻഡ് എന്താന്ന് മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് ആണ് ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ സൊസൈറ്റി. ഇസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ആ ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ സൊസൈറ്റി. അതാണ് ഞാൻ പറയുന്നത്, ഈ 64 പേരാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റി. അവരെന്താ? ഈ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, അവരെയാണ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്, ഗവേൺഡ് ബൈ ദ സോവറിൻ. അപ്പൊ ഇതിന്റെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ വന്നു. ഒരു സോവറിൻ ഉണ്ട്, പിന്നെ ഇവർ ഈ പൊളിറ്റിക്കൽ ഇൻഫീരിയറിനെയാണ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ വേർഡ്സ് എല്ലാം എഴുതണം. എക്സ്പ്രസ്ഡ് വിഷ്, ബാക്ക്ഡ് ബൈ സാങ്ഷൻ, അത് കൺഫേം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ് എന്നുള്ള വേർഡ് എഴുതുക. പിന്നെ അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ദിസ് മാൻ ഡു നോട്ട് ഒബേ എനിബഡി. ഈ സുപ്പീരിയറിന് ആരെയും ഒബേ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സുപ്പീരിയറിന് വേറെ ആരും ബിക്കോസ് ദ സുപ്പീരിയർ ഈസ് നോട്ട് ഇൻ ദ ഹാബിറ്റ്. അപ്പോഴേ അയാൾ സോവറിൻ ആവുള്ളൂ.
നിങ്ങൾ പറയുന്നത് അയാൾ കൂടെ കേൾക്കണമെങ്കിൽ അയാൾ എങ്ങനെ സോവറിൻ ആവുന്നത്? സുപ്പീരിയർ ഈസ് നോട്ട് ഇൻ ദ ഹാബിറ്റ് ഓഫ് ഒബേയിങ് എനിബഡി. അപ്പൊ അതാണ് ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞ ഓസ്റ്റിന്റെ ഭാഗം ഒരു വിധമൊക്കെ ആയി. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയും നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഓസ്റ്റിന്റെ ഒരുപാട് കാര്യങ്ങളായാലും എക്സ്പോസിറ്ററി, ജുറിസ്പ്രുഡൻസ്, സെൻസോറിയൽ ഇതൊക്കെ എഴുതി. പിന്നെ ഹാബിറ്റ്, ഈ നിങ്ങൾ അതിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ കമാൻഡ് എന്താന്ന് എഴുതുക, സോവറിൻ എന്താന്ന് എഴുതുക, പിന്നെ ആ സബ്ജക്റ്റ് എന്താന്ന് എഴുതുക. കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഓർത്താൽ മതി, ഒരു എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വിഷ്. അതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാങ്ഷൻ ഉണ്ടാവും. അത് ഓർക്കുക. എക്സ്പ്രസ്ഡ് വിഷ്, എന്തിനുള്ള വിഷ് എന്താണ്? എക്സ്പ്രസ് ചെയ്യാതെ കണ്ടോ, എക്സ്പ്രസ്ഡ് വിഷ് എന്തിന്? സംതിങ് ടു ബി ഡൺ, എന്തെങ്കിലും. അത് ഇത് ഓർത്താൽ മതി. ആ പോടി എടുത്തോണ്ട് വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ ക്ലാസ്സിൽ മിണ്ടാതിരിക്കാൻ പറയാം. ആ 2 സിറ്റുവേഷൻ ഓർത്താൽ മതി. ഒന്നുകിൽ പോയി പോടി എടുത്തോണ്ട് വരുമെന്ന് പറയാം, അതായത് നിങ്ങൾ ചെയ്യേണ്ട അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്. ക്ലാസ്സിൽ മിണ്ടരുത്, അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്. ചെയ്താൽ എന്ത് പറ്റും? ദർ ഇസ് എ സാങ്ഷൻ. അയാളുടെ ആ വിഷ് കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ സാങ്ഷൻ. അതാണ് കമാൻഡ്. സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ ഒരു വ്യക്തി, എ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് പേഴ്സൺസ് ആവാം. അവരുടെ പ്രത്യേകത എന്താ? ഈ ബൾക്ക് ഓഫ് ദ പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഈ ബൾക്ക് ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ഗോട്ട് എ ഹാബിറ്റ് ഓഫ് ഒബേയിങ്. ഈ ബൾക്ക് ഓഫ് ദ പോപ്പുലേഷന് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ഒരാൾ പറയാ പോടി എടുത്തോണ്ട് വരണം, അപ്പൊ നിങ്ങൾ പറയും എനിക്ക് സൗകര്യം ഇല്ലടോ എന്ന് പറഞ്ഞാൽ അവിടെ അതാണ് ലോലെസ്നെസ് എന്ന് പറയുന്നത്. അതായത് നിയമവാഴ്ച ഇല്ലാത്ത സ്ഥലം. ഒരുത്തൻ ഒന്ന് പറയാ, മറ്റോ തിരിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവാഴ്ച ഇല്ലാത്ത സ്ഥലമാണത്. ദാറ്റ് ഈസ് വൈ ദർ ഷുഡ് ബി സം ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ്. ഇപ്പോ 302 ഒരാൾ വേറൊരാളെ കൊല്ലരുത്. ഒരു സൊസൈറ്റിയിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയെന്ന് വെക്കുക. ഒരു സൊസൈറ്റിയിലെ എല്ലാവരും കക്കാൻ തുടങ്ങി. 378 എന്ത് പ്രസക്തിയുള്ളത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങളെയൊക്കെ റേപ്പ് ചെയ്യുക. 375 എന്ത് പ്രസക്തിയുള്ളത്? അപ്പം ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ് വേണം. ആർക്കുണ്ടായിരിക്കണം? പോപ്പുലേഷന്. ആരെ മുകളിലാണോ ഈ നിയമം ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അവർക്കൊരു ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ് ഉണ്ടായിരിക്കണം. ബട്ട് സോവറിൻ ആരും ഒബേ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്നാലേ അയാൾ സോവറിൻ ആവുള്ളൂ. അതാണ് നിങ്ങൾ എനിക്ക് എടുത്തു തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാൾ അത് അനുസരിക്കേണ്ട ഗതികേട് വരികയാണെങ്കിൽ അവിടെ ഒരു ലോലെസ്നെസ് ആണ് വരുന്നത്. കാരണം അയാൾ സോവറിൻ ഒന്നുമല്ല, അയാൾ ഒന്നിനും കൊള്ളില്ല. അവിടെ ഒരു ലോലെസ്നെസ് വരും. ലോലെസ്നെസ്, അൺലോഫുൾ എന്നല്ല, ലോലെസ്നെസ്, നിയമവാഴ്ചയില്ലാത്ത സ്ഥലം. ഓക്കെ, മൂന്നാമത്തേതാണ് ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ. അത് സബ്ജക്ട് എന്താണെന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ സൊസൈറ്റി, അതായത് ആ ലാർജസ്റ്റ് ഗ്രൂപ്പ്, അതായത് അവിടെ ഇരിക്കുന്ന 64 പേരെയാണ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഹൂ ഇസ് ഗവേൺഡ് ബൈ ദ സോവറൈൻ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങളെടുത്ത് ഒരു ബോഡി ഓഫ് പേഴ്സൺസ് എന്തെങ്കിലും ഒരു കാര്യം പറയാണ്, അത് നിങ്ങൾ അനുസരിക്കുക. ഇതാണ് പോസിറ്റിവിസ്റ്റ് സ്കൂൾ. അങ്ങനെ ആവുമ്പോൾ ഈ സോവറിന് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ സോവറിന് ഒരു കുട്ടിയെ മാത്രം വിളിച്ചിട്ട് ആ കുട്ടി എല്ലാവരുടെ മുന്നിൽ നിന്നും പരസ്യമായിട്ട് അങ്ങ് ഹരാസ് ചെയ്യുക, എല്ലാ ദിവസവും ഹരാസ് ചെയ്യുക, അത് ചെയ്യാൻ പറ്റുമോ? ആസ് പെർ പോസിറ്റിവിസം ഇറ്റ് ഈസ് ഓക്കെ. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് അതോറിറ്റി ഉണ്ട്, ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ് ഉണ്ട്. അവിടെ ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ് ഉണ്ടായിരിക്കണം. നൗ നാച്ചുറൽ ലോ സ്കൂളുകാർ വരുമ്പോൾ അവർ പറയും ഈസ് ഇറ്റ് ജസ്റ്റ് മോറൽ, ഫെയർ ആണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയെ മാത്രം? ആ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്ക് അത് നാച്ചുറൽ ലോ സ്കൂളിലേക്ക് പോയി. ഓക്കെ, പക്ഷെ ആ നാച്ചുറൽ ലോ സ്കൂളിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഈ പോസിറ്റിവിസ്റ്റുകാർ വന്നിട്ടുള്ളത്. പിന്നീട് പോസിറ്റിവിസ്റ്റുകാരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പിന്നെയും കുറെ നാച്ചുറൽസ് വന്നു. അതിലൊരാളാണ് ലോൺ ഫുള്ളറും പിന്നെ ഫിന്നിസ് എന്ന് പറഞ്ഞ ജോൺ ഫിന്നിസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. അപ്പൊ ഇത്രയും നിങ്ങൾ എഴുതുക. പിന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ലോ ആണെന്നുള്ളത് എഴുതുക. ഓക്കെ, അപ്പം നമ്മൾ ഓസ്റ്റിന്റെ പോലെ. അപ്പോൾ ശരിക്കും ആദ്യത്തെ ആളല്ല ഓസ്റ്റ്. പിന്നെ ഈ കമാൻഡ് തിയറി ഓഫ് ലോ എന്നുള്ള വേർഡ് എഴുതണേ. കമാൻഡ് തിയറി ഓഫ് ലോ, അതിനെയാണ് ഓസ്റ്റിന്റെ ഇതിനെ പറയുന്നത്. അപ്പൊ അയാളുടെ ബുക്കിന്റെ പേര് എഴുതുക, ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിറ്റർമിൻഡ്. ഇതിനുള്ള ഹെഡിങ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇത് എഴുതി വരുമ്പോൾ കമാൻഡ് തിയറി ഓഫ് ലോ എന്ന് ഇവിടെ എഴുതുക. കമാൻഡ് തിയറി ഓഫ് ലോ. കമാൻഡ് തിയറി ഓഫ് ലോ. ഓക്കെ, അപ്പൊ അത്രയും. നമ്മൾ ശരിക്കും ആദ്യം ബന്ധത്തിനെയായിരുന്നു പറയേണ്ടിയിരുന്നത്, കാരണം ബന്ധമാണ് ഇതിന്റെ ഫൗണ്ടർ. അപ്പൊ ഓസ്റ്റിനെ പറ്റി കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഇത്രയും കിട്ടിയാൽ മതി തൽക്കാലം. ഇനി നമുക്ക് ബന്ധത്തിനെ പറ്റിയിട്ട് പറയാം. ബന്ധത്തിനെ പറ്റി പറയുമ്പോൾ ബന്ധമാണ് ഒരു സംഭവമാണ്. ബന്ധത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും ആദ്യം ഹോബ്സ് എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോവാം. അതായത് ഇവിടുന്ന് നമുക്ക് റീഡ് ചെയ്യാം. ബന്ധമാണ് ആദ്യമായിട്ട് വന്നത്. ബന്ധം എഴുതിയ ബുക്കിന്റെ പേരെന്തായിരുന്നു?
അത് ഇമ്പോർട്ടന്റ്. അത് എഴുതി വെക്കണം. ബന്ധം എഴുതിയ ബുക്കിന്റെ പേരെന്തായിരുന്നു? ആദ്യം എഴുതും. ഈ ബുക്കിന്റെ പേര് എഴുതും. അല്ല 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 അതും എഴുതിണ്ടാവുമായിരിക്കും ചിലപ്പോ. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മോറൽസ് ആൻഡ് ലെജിസ്ലേഷൻ അത് എഴുതും. ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ് എന്ന് പറയുന്നത് അല്ല. ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ് എന്ന് പറയുന്നത് ആരെഴുതിയാന്നറിയോ? നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ ഓദറെ തന്നെ മാറ്റിക്കളയാണോ എന്നുള്ളതാണ്. ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. VD മഹാജന്റെ ബുക്കിലുണ്ട് അത്. എനിക്ക് തോന്നുന്നു ഓസ്റ്റിന്റെ ബുക്ക്. ഓസ്റ്റിനെ പറ്റി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നെഹല വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഓസ്റ്റിന്റെ അയാളുടെ ഹിസ്റ്ററി കുറച്ച് വായിച്ചില്ലേ? ഇല്ല, അയാൾ കല്യാണം കഴിച്ചതും പിന്നീട് അയാളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആളെ കിട്ടാതിരുന്നതും അയാളുടെ ഭാര്യ എടുത്ത് പബ്ലിഷ് ചെയ്തു, അതൊക്കെ വായിച്ചോ? എവിടെ ഉണ്ടെന്ന്? അതെ ഇതിന്റെ അകത്ത് ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ് എന്നുള്ള വേർഡ് അത് ആരെഴുതിയ ബുക്കാണ്? ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ്. അത് ലിമിറ്റ്സ് ഓഫ് ഒരു മിനിറ്റ്. ജെറമി ബെന്ത ഒരു മിനിറ്റ്. ബന്ധത്തിന്റെ ലോസ് ഇൻ ജനറൽ published for the first time in 1945 as the limits of jurisprudence defined. Okay, limits of jurisprudence defined അയാൾ എഴുതിയിട്ടുണ്ട് 1945. പക്ഷെ അയാളുടെ ഫസ്റ്റ് ഇതാണ് കേട്ടോ, ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മോറൽസ് ആൻഡ് ലെജിസ്ലേഷൻ. കാരണം അയാൾ ആ മോറൽസിനെ അയാൾ അറ്റാക്ക് ചെയ്യുന്നതാണ്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് മോറൽസ് ആൻഡ് ലെജിസ്ലേഷൻ ആണ് അയാളുടെ ആദ്യത്തെ ബുക്ക്. ഓഫ് ലോസ് ഇൻ ജനറൽ ഈ VD മഹാജന്റെ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. ഇൻലിമിറ്റബിൾ ഇതിന്റെ അകത്ത് എഴുതിയിട്ടില്ല. പക്ഷെ ലിമിറ്റ്സ് ഓഫ് അതെ ഇതിന്റെ അകത്തുണ്ടല്ലോ. ഹി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഇതിന്റെ അകത്ത് ഹി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബന്ധം ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ വാട്ട് ഹി കോൾഡ്. ബന്ധമാണിത് പറയുന്നത് എക്സ്പോസിറ്റോറിയൽ ജൂറിസ്പ്രുഡൻസ് ആൻഡ് സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ്. അപ്പൊ അത് നിങ്ങൾ ബന്ധത്തിന്റെ എഴുതാം. ഓക്കെ, ബന്ധമാണ് ഈ ഡിഫറൻസ് കൊണ്ടുവരുന്നത്. ഏത് ബുക്കില്? In his book An Introduction to Principles of Morals and Legislation. ഇതെല്ലാം കണക്റ്റഡ് ആയോ? അയാളൊരു ബുക്ക് എഴുതുകയാണ്, മോറൽ പ്രിൻസിപ്പിൾസും ലെജിസ്ലേഷനും. അപ്പം മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ്. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇനാക്ട് ചെയ്യുക ചെയ്തത്. നമ്മളൊരു സാധനം ഇനാക്ട് ചെയ്യുക. ലീഗൽ പോസിറ്റിവിസം. ലീഗൽ എന്ന് പറഞ്ഞാൽ പെർട്ടൈനിങ് ടു ലോ. ഇനാക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് പോസിറ്റ് ചെയ്യുക. അപ്പം ഈ ലെജിസ്ലേഷനും പ്രിൻസിപ്പിൾ ഓഫ് മോറൽസും തമ്മിൽ എക്സ്പോസിറ്റോറിയൽ ജൂറിസ്പ്രുഡൻസും ആൻഡ് സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസിനെയും പറ്റിയിട്ട് അയാള് ഡിസ്റ്റിംഗ്വിഷ് ചെയ്തു. ഞാനത് എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും അത് എഴുതുക. അതായത് ബന്ധം ഈ ഡിഫറൻസ്, അതായത് എക്സ്പോസിറ്റോറിയൽ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. എക്സ്പോസിറ്റോറിയൽ ജൂറിസ്പ്രുഡൻസും സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസും ഇതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തു. എക്സ്പോസിറ്റോറിയൽ ജൂറിസ്പ്രുഡൻസും സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസും ഇത് തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തു. ആര്? ബന്ധം. ജെറമി ബന്ധം ഡിസ്റ്റിംഗ്വിഷ് ചെയ്തു. ഏത് ബുക്കില്? ഈ ഇൻട്രൊഡക്ഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് മോറൽസ് ആൻഡ് ലെജിസ്ലേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് മോറൽ ആൻഡ് ലെജിസ്ലേഷൻ. ഇത്രയും നിങ്ങൾ ആദ്യം എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടുന്നുണ്ടാവുമായിരിക്കും. ഈ പ്രിൻസിപ്പിൾ ഓഫ് മോറൽസ് എന്ന് പറയുന്നതാണ് സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ്. ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എക്സ്പോസിറ്റോറിയൽ ജൂറിസ്പ്രുഡൻസ്. ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്പോസിറ്റിംഗ്, ഇറ്റ് ഈസ് എക്സ്പ്ലെയിനിങ്, എക്സ്പൗണ്ടിങ് സംതിങ്. ലോ ആസ് ഇറ്റ് ഈസ്. ഇവിടെ ലോ ആസ് ഇറ്റ് ഈസ് ആണ് ഇവിടെ. മോറൽസ് വരുമ്പോഴേക്ക് ലോ ഓട്ട് ടു ബി ആയി. ഓക്കെ, അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക ചെയ്ത്. ഈ മോറൽസ് വരുന്നതാണ് സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ്. ഇതാണ് എക്സ്പോസിറ്റോറിയൽ ജൂറിസ്പ്രുഡൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് വരാം. ഇനി ബന്ധം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തത്. ഓക്കെ, നമുക്കത് ഇതൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് എത്ര മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ മനസ്സിലായിക്കോളൂ. അയാള് ഒരു സെക്കൻഡ് ആർട്ടിക്കിൾ ഓഫ് ഡിക്ലറേഷൻ വന്നു ആ സമയത്ത്. ഒരു ഫ്രഞ്ച് ഡിക്ലറേഷൻ ആണ്. അതിൻ്റെ അകത്ത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, the end of every political association is the preservation of natural and imprescriptible rights of man. These are liberty, propriety, security and resistance to oppression. അതായത് ഫ്രഞ്ച് ഡിക്ലറേഷനിൽ ഒരു സെക്കൻഡ് ആർട്ടിക്കിൾ ഇങ്ങനെയാണ് അത് വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും?
the end of every political association, ഏതൊരു പൊളിറ്റിക്കൽ അസോസിയേഷന്റെയും എൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം. മീൻസ് എൻഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സംഭവം ഉണ്ടല്ലോ. മീൻസ് എന്ന് പറഞ്ഞാൽ മാർഗം, എൻഡ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. ഏതൊരു പൊളിറ്റിക്കൽ അസോസിയേഷന്റെയും എൻഡ് ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രിസർവേഷൻ ഓഫ്, എന്തിന് പ്രിസർവ് ചെയ്യണം? റൈറ്റ്സ് ഓഫ് മാൻ, ഒരു മനുഷ്യന്റെ റൈറ്റിനെ പ്രിസർവ് ചെയ്യണം. എങ്ങനെയുള്ള റൈറ്റ്? വിച്ച് ആർ നാച്ചുറൽ ആൻഡ് ഇൻപ്രിസ്ക്രിപ്റ്റബിൾ റൈറ്റ്സ് ഓഫ് മാൻ. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാലോ, അത് ഞാനൊന്നും പറയുന്നില്ല. ഇൻപ്രിസ്ക്രിപ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മലയാളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിർവചിക്കാനാവാത്തത് എന്നുള്ളതാണ്. അതിന്റെ മലയാളം ഒന്ന് ആർക്കെങ്കിലും പറഞ്ഞുതരാമോ? ഇംപ്രിസ്ക്രിപ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവചിക്കാനാവാത്ത റൈറ്റ്സ്. ആർക്കെങ്കിലും അറിയോ അതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, അതാണ് സാധനം. അതായത് ഒരു വ്യക്തിയുടെ ഇത് പ്രിസർവ് ചെയ്യുക, നാച്ചുറൽ റൈറ്റ്സും ഇംപ്രിസ്ക്രിപ്റ്റബിൾ റൈറ്റ്സും പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ അസോസിയേഷന്റെ ലക്ഷ്യം. അത് എന്തൊക്കെയാണ് ഇൻപ്രിസ്ക്രിപ്റ്റബിൾ ആൻഡ് നാച്ചുറൽ റൈറ്റ്സ്? ലിബർട്ടി, പ്രോപ്പർട്ടി, സെക്യൂരിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ടു ഒപ്രഷൻ. അതായത് ഒരാൾ നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒപ്രസ് ചെയ്യാം, അതിനെ റെസിസ്റ്റ് ചെയ്യുക, അതിനെ എതിർക്കാനുള്ള, ചെറുക്കാനുള്ളതാണ് ഒന്ന്. പിന്നെ ലിബർട്ടി, സ്വാതന്ത്ര്യം. സെക്യൂരിറ്റി വേണം. പിന്നെ പ്രോപ്പർട്ടി. ഇതൊക്കെയാണ് ഈ നാച്ചുറൽ ആൻഡ് ഇൻപ്രിസ്ക്രിപ്റ്റബിൾ റൈറ്റ്സ് ഓഫ് മാൻ ഒരു ഡിക്ലറേഷന്റെ സെക്കൻഡ് ആർട്ടിക്കിൾ വന്നു. ഇതിന് അഗെയിൻസ്റ്റ് ആണ് ബന്ധം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ബന്ധത്തിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ബന്ധംസ് റിയാക്ഷൻ ടു ദീസ് വേർഡ്സ് ക്വിക്ലി ബിക്കേം ഫേമസ്. ഹി റോട്ട് ദിസ് ഈസ് നോൺസെൻസ് ഓൺ സ്റ്റിൽസ്. സ്റ്റിൽസ് എന്ന് പറഞ്ഞ ഒരു ഫ്രെയിംവർക്ക് ആണ്. ഇത്രയും മനസ്സിലാക്കിയത് സിംപ്ലി ദിസ് ഇസ് അട്ടർ നോൺസെൻസ്. അയാൾ പറഞ്ഞു ദിസ് ഇസ് ടെററിസ്റ്റ് ലാംഗ്വേജ്. അയാൾ പറഞ്ഞത് ഇത് ടെററിസ്റ്റ് ലാംഗ്വേജ് ആണ്. അങ്ങനെയാണ് അയാൾ ക്രിട്ടിസൈസ്. ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ ലൈൻ ഇറ്റ് ഈസ് ടെററിസ്റ്റ് ലാംഗ്വേജ്. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്? ബന്ധം ബിലീവ്ഡ് ദാറ്റ് ദ ഐഡിയ ഓഫ് നാച്ചുറൽ റൈറ്റ്സ് ഡിസ്കവറബിൾ ബൈ മാൻ was simply nonsense, and presumably by including such nonsense in one's constitution would be to elevate that on nonsense on stilts. It was also terrorist language, Bentham thought, as reference to natural and imprescriptible rights. ഈ നാച്ചുറൽ ആൻഡ് ഇൻപ്രിസ്ക്രിപ്റ്റബിൾ റൈറ്റ്സ് എന്ന് പറയുന്നത് അതിനെ റെഫർ ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞു ഇത് ടെററിസ്റ്റ് ലാംഗ്വേജ് ആണ്. കാരണം ഈ നാച്ചുറൽ ആൻഡ് ഇൻപ്രിസ്ക്രിപ്റ്റബിൾ റൈറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് ടു ഒപ്രഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ബന്ധം പറയുന്നത് ടു റെസിസ്റ്റ് ഒപ്രഷൻ ഡസ് നത്തിങ് ഷോർട്ട് ഓഫ് എൻകറേജിങ് സിറ്റിസൺസ് ടു റിജക്ട് വാട്ട് എവർ ദേ മൈറ്റ് ടേക്ക് ടു ബി അൺജസ്റ്റ് ലോ. ഇതാണ് പ്രശ്നം. അതായത് ഇവിടെയാണ് ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും ഡ്യൂ പ്രോസസ് ഓഫ് ലോയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. എന്താണ് ബന്ധം പറയുന്നത്? ഒരു സോവറീൻ ഒരു കൽപ്പന കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം, നിങ്ങൾ ആരും ക്ലാസ്സിൽ മിണ്ടരുതെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കൽപ്പന കൊടുക്കുകയാണ്. ആ കൽപ്പന കൊടുക്കുന്നത് ആർക്കാണോ കൽപ്പന കൊടുത്തത് they reject. See, is nothing short of encouraging citizens to reject whatever they might take to. അപ്പൊ അവർക്ക് തോന്നുകയാണ് ഇത് ശരിയല്ല, അത് അൺജസ്റ്റ് ആണ് അവർക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റിസൺസിനെ എൻകറേജ് ചെയ്യിക്കുകയാണ്. എന്തിനു വേണ്ടി? അതിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ടു റെസിസ്റ്റ് ഒപ്രഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആൻഡ് ഇംപ്രിസ്ക്രിപ്റ്റബിൾ റൈറ്റ്സ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സൊസൈറ്റിയിലെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂം എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ നമ്മുടെ ക്ലാസ് റൂം ഒരു രാജ്യമാണെന്ന് വിചാരിക്കുക. സോവറിന് ഒരു കമാൻഡ് പറഞ്ഞു. അപ്പൊ 64 പേർക്ക് തോന്നുകയാണ് ഇത് അൺജസ്റ്റ് ആണ് തോന്നിയിട്ട് അവരെന്ത് ചെയ്യുക, അതായത് ആ കമാൻഡിനെ അങ്ങ് റിജക്ട് ചെയ്യുക, നമ്മൾ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയാനുള്ള ഒരു അധികാരം, അതൊരു ഒപ്രഷൻ ആണെന്ന് പറഞ്ഞ് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു അധികാരം കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു അധികാരം ഈ നാച്ചുറൽ ആൻഡ് ഇംപ്രിസ്ക്രിപ്റ്റബിൾ റൈറ്റ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സിറ്റിസൺസിനെ തന്നെ എൻകറേജ് ചെയ്യണം ഈ കമാൻഡിനെ റിജക്ട് ചെയ്യണം. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധം പറയുന്നത്, ഇൻ അതർ വേർഡ്സ് ഫോർ ബന്ധം ഇറ്റ് വാസ് വെരി ഓഡ് ടു സെറ്റപ്പ് എ ലീഗൽ സിസ്റ്റം ടു എസ്റ്റാബ്ലിഷ് ഓർഡർ. അതായത് ഒരു ലീഗൽ സിസ്റ്റം എന്തിനാണ് കൊണ്ടുവരുന്നത്? ഒരു ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് അല്ലെ? രാജ്യത്ത് നിയമം ഇല്ലെങ്കിൽ, നിയമവാഴ്ച ഇല്ലെങ്കിൽ അവിടെ ആകെ ഡിസോർഡർ, കെയോസ് ആയിരിക്കും. അപ്പൊ ലീഗൽ സിസ്റ്റത്തിന്റെ ഉദ്ദേശം എന്താ? ഒരു രാജ്യത്ത് ഓർഡർ കൊണ്ടുവരിക. ബട്ട് അറ്റ് വൺ ആൻഡ് ദ സെയിം ടൈം അനൗൺസ് ദാറ്റ് സിറ്റിസൺസ് ഹാവ് സർട്ടൻ ഇൻവയലബിൾ റൈറ്റ്സ് ടു റിബൽ അഗെയിൻസ്റ്റ് ദാറ്റ് ഓർഡർ. അപ്പൊ അവിടെ ആ കോൺട്രഡിക്ഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ബന്ധം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ സിസ്റ്റം എന്തിനാ കൊണ്ടുവരുന്നത്?
ഒരു ഓർഡർ കൊണ്ടുവരാനാണ്. അതേ ലീഗൽ സിസ്റ്റം തന്നെ പറയാണ് നിങ്ങൾക്ക് ചില ഇൻവയലബിൾ റൈറ്റ്സ് ഉണ്ട് ടു റിബൽ അഗെയിൻസ്റ്റ് ദാറ്റ് ഓർഡർ. ആ ഓർഡറിന് അഗെയിൻസ്റ്റ് ഒരു മിനിറ്റ്. ഹലോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ഹലോ ഹലോ ആ പറഞ്ഞോളൂ. അതെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഹലോ അപ്പം ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ അകത്ത് ഒരു ഓർഡർ കൊണ്ടുവരികയാണ്. ലീഗൽ സിസ്റ്റം ഒരു ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. എന്നിട്ട് ആ ലീഗൽ സിസ്റ്റത്തിന് തന്നെ ആ ലീഗൽ സിസ്റ്റം ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഓർഡർ കൊണ്ടുവന്നിരിക്കുന്നത്, ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ആ പോപ്പുലേഷന് തന്നെ ഒരു കുറെ റൈറ്റ്സ് കൊടുക്കുകയാണ്. ചില റൈറ്റ്സ് നിങ്ങൾക്ക് ഇൻവയലബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവയലബിൾ റൈറ്റ്സ് ആ ഓർഡറിന് തന്നെ എഗെയിൻസ്റ്റ് റെബൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഇറ്റ് ഈസ് വെരി ഓഡ് എന്നാണ് അയാൾ പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഓഡ് തിങ് ടു സെറ്റപ്പ് എ ലീഗൽ സിസ്റ്റം ടു എസ്റ്റാബ്ലിഷ് ഓർഡർ. ഒരു ലീഗൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്തിനു വേണ്ടി ലീഗൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഓർഡർ കൊണ്ടുവരാൻ. എന്നിട്ട് അതേ ലീഗൽ സിസ്റ്റം തന്നെ പറയാണ് at one and the same time announce that അതേ ലീഗൽ സിസ്റ്റം തന്നെ പറയാണ് ആരുടെ മുകളിലാണോ ഈ ഓർഡർ കൊണ്ടുവന്നിരിക്കുന്നത് ആ സിറ്റിസൺസിന് ചില ഇൻവയലബിൾ റൈറ്റ്സ് ഉണ്ട്. അവർക്ക് എന്താ പറയാ, അവർക്ക് ഒരിക്കലും അവരിൽ നിന്ന് എടുത്തു മാറ്റാനാവാത്ത, അതായത് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇൻപ്രിസ്ക്രിപ്റ്റബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റിൽ ഒന്നാണ് റെസിസ്റ്റൻസ് ടു ഒപ്രഷൻ. അതിനുള്ള ഒരു റൈറ്റ് ആണ്. അപ്പൊ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്, അവർക്ക് ഈ ഒപ്രഷനെ റെസിസ്റ്റ് ചെയ്യാൻ അവർക്ക് റൈറ്റ് കൊടുക്കുക. അപ്പൊ സപ്പോസ് ആ പോപ്പുലേഷന് തോന്നുകയാണ് ഇതൊരു അൺജസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, അപ്പൊ അവർക്ക് ഈ നിയമം തന്നെ അവർക്ക് റൈറ്റ് കൊടുക്കുക, നിങ്ങൾ റിബൽ ചെയ്തോളൂ. ദാറ്റ് ഈസ് വെരി ഓഡ് എന്നാണ് ബന്ധ പറയുന്നത്. ഇതായിരുന്നു അയാളുടെ സംഭവം. ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ബന്ധത്തിന് എന്തോ ദുരുദ്ദേശത്തോടു കൂടി ഒന്നും അല്ല അയാളത് പറഞ്ഞത്. കാരണം വെച്ചാൽ അയാൾ എല്ലാവരുടെ റൈറ്റ്സിനും വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരാളാണ്. വിമൻസ് റൈറ്റ്സ് ഫോർ ആനിമൽസ്, ഗേ സെക്സിനെ പനിഷ് ചെയ്തതിന് അഗെയിൻസ്റ്റ് അയാൾ ഫൈറ്റ് ചെയ്തു. എല്ലാ റൈറ്റ്സിനും വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരാളാണ്. പക്ഷെ അയാൾ പറയുന്ന ഒരു ലീഗൽ സിസ്റ്റത്തില് നിങ്ങൾ പറയുന്ന മാതിരി ഈ അവർക്ക് തന്നെ അങ്ങ് തോന്നുകയാണ് ഇത് അൺജസ്റ്റ് ആണെന്ന് പറയാതെ. അതല്ല ഇപ്പൊ ശരിക്കും മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ കേസിൽ ഉണ്ടായത്. നിങ്ങൾ നോക്കി നോക്ക്, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പിടിച്ച് ജയിലിനകത്തിട്ടു. അപ്പൊ അയാൾ പറയാണ് എക്സാക്ട്ലി വാട്ട് ബെന്തം സെറ്റ്, അത് തന്നെയാണ് അവിടെ ഉണ്ടായത്. അയാൾ പറയുന്നത് നിങ്ങൾ പറയുന്ന നിയമമൊന്നുമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഓപ്പറേഷൻ. അപ്പൊ അയാളെ ഓപ്പറേഷൻ അയാൾ റെസിസ്റ്റ് ചെയ്യാണ്. അപ്പൊ ആ ഓപ്പറേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലീഗൽ സിസ്റ്റം തന്നെ അയാൾക്ക് അങ്ങനെ ഒരു അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഓഡ് എന്നാണ് അയാൾ പറയുന്നത്. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റം അല്ല എന്നുള്ളതാണ് അയാൾ പറയുന്നത്. അതായത് ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അനുസരിക്കണം മറ്റേ ആള്, ഇല്ലെങ്കിൽ അവിടെ നിയമവാഴ്ച ഉണ്ടാവില്ല എന്നുള്ളതാണ് അയാൾ പറയുന്നത്. പക്ഷെ ഓഫ്കോഴ്സ് അയാൾ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഒരിക്കലും അയാൾ കളറിന്റെ ബേസിസിൽ ആൾക്കാരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു കാസ്റ്റിറ്റിയോ സെക്സിറ്റിയോ ബേസിൽ അയാൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യില്ല. അയാൾ ഒരു തിയറിയിലും അയാൾ ചെയ്തിട്ടില്ല. അയാൾ എല്ലാവർക്കും മാക്സിമം റൈറ്റ്സ് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അയാൾ പറയുന്ന വൺസ് എ ലോ ഇസ് മെയ്ഡ്, ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയമത്തിന് ഈ നിയമം ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആൾക്കാരെന്ന് പറയാണ് ഇത് ഞങ്ങളെ ഒപ്രസ് ചെയ്യാനുള്ള നിയമമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ആ നിയമം തന്നെ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഓഡ്. ചുരുക്കം പറഞ്ഞാൽ ഒന്നും നടക്കില്ല അവിടെ. അതാണ് ആ പറയുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് ബന്ധത്തിനെ പറ്റി ഇത്രയും എഴുതി. നാച്ചുറൽ ആൻഡ് ഇൻപ്രിസ്ക്രിപ്റ്റബിൾ റൈറ്റ്സ് ഓഫ് മാൻ. ഇത് അറിയാവുന്നത് നിങ്ങൾ അറിയാവുന്ന ഭാഷയിൽ ലാംഗ്വേജിൽ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. ഇത്രയും മനസ്സിലാക്കുക. ഹി റിജക്റ്റഡ് ഫ്രഞ്ചിന്റെ ഡിക്ലറേഷനിലെ സെക്കൻഡ് ആർട്ടിക്കിൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എഴുതുക. ഏതൊരു പൊളിറ്റിക്കൽ അസോസിയേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യനുള്ള നാച്ചുറൽ ആയിട്ടുള്ളതും ഇൻപ്രിസ്ക്രിപ്റ്റബിൾ റൈറ്റ്സിനെ പ്രിസർവ് ചെയ്യാന്നുള്ളത്. ആ നാച്ചുറൽ ഇൻപ്രിസ്ക്രിപ്റ്റബിൾ റൈറ്റ്സിന്റെ അകത്ത് ഈ 4 പെടും. ലിബർട്ടി, പ്രോപ്പർട്ടി, സെക്യൂരിറ്റി. ആ റെസിസ്റ്റൻസ് ടു ഒപ്രഷൻ ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നും ഓർമ്മയില്ലെങ്കിൽ. എന്നിട്ട് ബന്ധം പറയാണ് ദിസ് ഈസ് അട്ടർ നോൺസെൻസ്. മാത്രമല്ല ദിസ് ഈസ് ടെററിസ്റ്റ് ലാംഗ്വേജ്. ടെററിസ്റ്റ് ലാംഗ്വേജ് എന്ന് അയാൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഗൽ സിസ്റ്റം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു ഓർഡർ കൊടുക്കുക, എന്നിട്ട് ആരും അനുസരിക്കില്ല അത്. എന്നിട്ട് അയാൾ പറയാണ് ഇത് ഞങ്ങൾക്ക് ജസ്റ്റ് ആണെന്ന് തോന്നുന്നില്ല, ഇത് ഞങ്ങളുടെ നാച്ചുറൽ റൈറ്റിനെ വയലേറ്റ് ചെയ്തു, അതുകൊണ്ട് നിങ്ങളുടെ നിയമം തന്നെ ഞങ്ങൾക്ക് ഓപ്പറേഷനുള്ള റെസിസ്റ്റൻസിനുള്ള ഇത് തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നിയമം ഉള്ള സ്ഥലത്ത് ആ ലീഗൽ സിസ്റ്റം ഈസ് വെരി ഓഡ് എന്ന് അയാൾ പറഞ്ഞു. ഓക്കെ,
അപ്പൊ ഇത്രയും സംഭവം എഴുതുക. പിന്നെ ബന്ധത്തിന്റെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 7 കാര്യങ്ങൾ എഴുതാം. ആ 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ 7 കാര്യങ്ങൾ എഴുതണം. അതിനാണ് ഞാൻ നിങ്ങൾക്കൊരു ഓക്കെ 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 അത് അപ്പൊ ഇത് ഒരു മിനിറ്റ്. പക്ഷെ നമുക്ക് ബന്ധത്തിലെ ബുക്കിന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അയാള് ആദ്യത്തെ 4 എണ്ണത്തിന് അയാൾക്കൊരു റീസൺ ഉണ്ട് അയാൾ അങ്ങനെ ഇട്ടതിന്. അപ്പം ഇതെന്താ സംഭവം? എന്തായിരുന്നു ബന്ധത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോളിസി? അയാൾ പറയുന്നത് എപ്പോഴാണ് വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു? ഇതാണ് ബന്ധത്തിന്റെ ക്വസ്റ്റ്യൻ. അതായത് ഒരു ലെജിസ്ലേച്ചർ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു സോവറിന് ഒരു തീരുമാനം എടുക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു? വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു? ഈ ക്വസ്റ്റ്യനല്ലേ നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. നമ്മളൊരു കാര്യം ചെയ്യാണ്, ഈസ് ഇറ്റ് റൈറ്റ്? അത് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? ഒരു സൊസൈറ്റി ഉണ്ട്, ഒരു സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, ഈ സൊസൈറ്റിയിൽ ഒരു നിയമം കൊണ്ടുവരണം, ഒരു കാര്യം ചെയ്യണം, ഒരു ആക്ട് ചെയ്യണം. വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു? അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു റെയിൽവേ ട്രാക്കിൽ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു പേഴ്സൺ നിൽക്കുകയാണ്, ഇയാള് കോവിഡിന് മരുന്ന് അറിയുന്ന ആളാണ്, മെഡിസിൻ. ഈ എക്സാമ്പിൾ നിൽക്കുന്ന ആളെ വേണം എഴുതാം. ഈ ട്രാക്കില് നിങ്ങൾ അവർ വായിച്ചു നോക്കുക, അവർക്ക് മനസ്സിലാവുമെന്ന് നിങ്ങൾ പേടിക്കണം. അവരെ വായിച്ചു നോക്കാന്ന് റെക്കോർഡ്. ഇവിടെ കുറച്ച് ഹൈലി ട്രെയിൻഡ് സോൾജേഴ്സ് ഉണ്ട്. ഈ ഹൈലി ട്രെയിൻഡ് സോൾജേഴ്സിന് ഈ സിറ്റിയിൽ, ഈ ഇത്രയും ആൾക്കാർ താമസിക്കുന്ന ഈ സിറ്റിയിൽ ഒരു ബോംബ് എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ടെററിസ്റ്റ്. ആ ടെററിസ്റ്റിനെ ക്യാച്ച് ചെയ്യാൻ സ്കില്ലുള്ള ആൾക്കാരാണ് ഈ ഹൈലി ട്രെയിൻഡ് സോൾജേഴ്സ്. ഇവിടെ ഒരു ഈ റെയിൽവേ ട്രാക്കിലൂടെ ഒരു ട്രോളി വരികയാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ട്രെയിൻ നേരെ വിടാം, അല്ലെങ്കിൽ ട്രെയിൻ ഇങ്ങോട്ടേക്ക് വിടാം. ഹൗ വിൽ യു ഡിസൈഡ് വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു? ഹൗ വിൽ യു ഡിസൈഡ് വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു? ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കാര്യം മനസ്സിലായോ? നിങ്ങൾ വണ്ടി നേരെ വിട്ട് കഴിഞ്ഞാൽ ആ ഹൈലി ട്രെയിൻഡ് സോൾജേഴ്സ് ചത്തുപോകും. അവർ ചത്തുപോയി കഴിഞ്ഞാൽ ആ ടെററിസ്റ്റിനെ പിടിക്കാൻ പറ്റില്ല. ആ ടെററിസ്റ്റിനെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ എവിടെയോ ബോംബ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സൊസൈറ്റിയിൽ എല്ലാവരും ബോംബ് പൊട്ടി മരിക്കും, വന്ദന സിനിമയിലുള്ള മാതിരി. ഓക്കെ, പിന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് വിടാതെ നിങ്ങൾ ആ മറ്റേ സ്ഥലത്തേക്കാണ് വിട്ടത് എങ്കിൽ, അല്ല നിങ്ങൾ അങ്ങനെ നേരെ വിടുകയെന്നുണ്ട് അവർ മരിക്കും, പക്ഷെ ഈ ഡോക്ടർ രക്ഷപ്പെടും. ഈ കോവിഡിന്റെ മരുന്നുള്ള ആള് കേട്ടോ. പക്ഷെ എല്ലാവർക്കും വാക്സിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾ മരുന്ന് കണ്ടുപിടിച്ചു, അപ്പോൾ അയാൾ രക്ഷപ്പെടും. ഇനി നിങ്ങൾ ലിവർ ഇങ്ങോട്ടേക്കാണ് തിരിക്കുന്നത് എങ്കിൽ ഈ കോവിഡിന്റെ മരുന്നുള്ള ആള് മരിച്ചു പോകും. പക്ഷെ മറ്റേ ഹൈലി ട്രെയിൻഡ് സോൾജേഴ്സ് രക്ഷപ്പെടും. അപ്പോൾ അവർക്ക് പോയിട്ട് നേരെ പോയി ആ ടെററിസ്റ്റിനെ പിടിച്ചിട്ട് ഈ സൊസൈറ്റിയിലുള്ള ആ ബോംബ് അവർക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് മറ്റേയാളാണ് മരിക്കുന്നതെങ്കിൽ, കോവിഡ് വന്ന ആളാണ് മരിക്കുന്നതെങ്കിൽ ഇവർക്ക് മെഡിസിൻ കിട്ടാൻ ഒരു സ്കോപ്പും ഇല്ല. സോ വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു? അപ്പം ബന്ധം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബന്ധത്തിന്റെ പ്രിൻസിപ്പിളാണ് തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം. തിയറി ഓഫ് ലെജിസ്ലേച്ചേഴ്സ് ഡിസൈഡ് ചെയ്യുമ്പോൾ ദേ ഷുഡ് ഓൾവേസ്, അയാളുടെ തിയറിയാണ് തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം. വാട്ട് ഈസ് യൂട്ടിലിറ്റി? എന്താണ് യൂട്ടിലിറ്റി? വാട്ട് ഈസ് മെന്റ് ബൈ യൂട്ടിലിറ്റി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെന്റ് ബൈ എന്താണ് യൂട്ടിലിറ്റി? തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസത്തിലെ വാട്ട് ഈസ് മെന്റ് ബൈ യൂട്ടിലിറ്റി? എന്തെങ്കിലും ആരെയും വായിച്ചത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന എന്ത് വേണേൽ പറയാം. ഉൾപാർട്ടി ജനാധിപത്യമുള്ള സ്ഥലമാണ്, ആർക്കും എന്തും വിളിച്ചു പറയാം. പറയൂ, ഇത് വായിക്കട്ടെ. പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി is the foundation of the present work. Okay. By principle of utility, by principle of utility is meant. അപ്പോൾ ബന്ധത്തിന്റെ തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. The principle of utility is meant that principle which approves or disapproves of any action whatsoever according to the tendency it appears
to have to augment or diminish the happiness of the party whose interest is in question, or what is the same thing, in other words, to promote or oppose that happiness. Okay, അപ്പോൾ നമുക്ക് ആദ്യത്തെ വായിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഇസ് മെന്റ് ദാറ്റ് പ്രിൻസിപ്പിൾ. അതൊരു പ്രിൻസിപ്പിൾ ആണ്. ആ പ്രിൻസിപ്പിൾ എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ ആ ആക്ഷനെ അപ്രൂവ് ചെയ്യും അല്ലെങ്കിൽ ഡിസപ്രൂവ് ചെയ്യും. അല്ല, ഇപ്പൊ വണ്ടി നേരെ വിടണം. ഈ വണ്ടി നേരെ വിട്ട് നിങ്ങൾ ലിവർ ഒരു സൈഡിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി നേരെ പോകും. ഹൈലി ട്രെയിൻ സോൾജേഴ്സിനെ കൊല്ലും. അപ്പൊ ആ ആക്ഷനെ അപ്രൂവ് ചെയ്യണോ ഡിസപ്രൂവ് ചെയ്യണം? ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. യു ഹാവ് ടു ഡിസൈഡ് വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു. അപ്പൊ ബന്ധം പറയുന്നത് ആ ആക്ഷനെ അപ്രൂവ് ചെയ്യണോ ഡിസപ്രൂവ് ചെയ്യണോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? According to the tendency, it appears to have to augment or diminishes the happiness of the party whose interest is in question. അപ്പം രണ്ട് കാര്യമുള്ള ഹാപ്പിനെസ് ഓഫ് ദ പാർട്ടി ഹൂസ് ഇൻട്രസ്റ്റ് ഇസ് ഇൻ ക്വസ്റ്റ്യൻ, അത് ഓഗമെന്റ് ചെയ്യുന്ന, ഒന്നുകിൽ ഓഗമെന്റ് ചെയ്യും അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യും. അപ്പൊ ആ സമൂഹത്തിൽ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ, അവരാണ് ഇവിടുത്തെ പാർട്ടി ഇൻ ക്വസ്റ്റ്യൻ. അവർക്ക് മാക്സിമം അവരുടെ ഹാപ്പിനെസ് ഓഗമെന്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ, അവരുടെ ആ സൊസൈറ്റിയിലെ ആൾക്കാരുടെ ഹാപ്പിനെസ് ഓഗമെന്റ് ചെയ്യാന്നാണ് ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ, ദാറ്റ് ആക്ഷൻ ഈസ് അപ്രൂവ്ഡ്. അതാണ് ബന്ധത്തിന്റെ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി പറയുന്നത്. ഹൂ ഇസ് ദ പാർട്ടി ഇൻ ക്വസ്റ്റ്യൻ ഹിയർ? ഇവിടെ ആ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ, അവരുടെ ഹാപ്പിനെസ് ഓഗമെന്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ ദാറ്റ് ആക്ഷൻ ഈസ് അപ്രൂവ്ഡ് എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി പറയുന്നത്. ഇനി ആ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ്, ആ സൊസൈറ്റിയുടെ ഓഗമെന്റ് ഡിമിനിഷ് ആവുകയാണെങ്കിൽ, ഓഗമെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിമിനിഷ്, കുറയ്ക്കുന്ന, ആ സൊസൈറ്റിയുടെ ഹാപ്പിനെസ് കുറയ്ക്കുന്ന ഒരു ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ആക്ഷൻ ഈസ് ഡിസപ്രൂവ്. ദിസ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. ഇത് എഴുതുക. വാട്ട് ഈസ് മെന്റ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി അക്കോർഡിംഗ് ടു ബന്ധം? ഒരു സൊസൈറ്റിയിൽ, അതാണ് പാർട്ടി ഇൻ ക്വസ്റ്റ്യൻ, ആ പാർട്ടി ഇൻ ക്വസ്റ്റ്യന്റെ ടോട്ടൽ ഹാപ്പിനെസ്, അതിലുള്ള അവരുടെ ആ സം ടോട്ടൽ, ആ ടോട്ടൽ ഹാപ്പിനെസ് ഓഗമെന്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ, ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ ആ ആക്ഷൻ ഈസ് അപ്രൂവ്ഡ്. ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു എന്നാണ് ബന്ധം പറയുന്നത്. അതേസമയം ആ സൊസൈറ്റിയുടെ ഹാപ്പിനെസ് ഡിമിനിഷ് ചെയ്യുക, കുറയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ആക്ഷൻ ഈസ് ഡിസപ്രൂവ്ഡ്. ദാറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. അപ്പൊ ഇത്രയും സംഭവം മനസ്സിലാക്കുക. ഇനി ഇതും കൂടെ മനസ്സിലാക്കുക. ബൈ യൂട്ടിലിറ്റി ഈസ് മെന്റ് that property in any object. ഇനി എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റിയാണ്. ഇനി യൂട്ടിലിറ്റി എന്താണെന്നാണ് ബന്ധം പറയുന്നത്. നേരത്തെ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. ഏത് ആക്ഷൻ ആണോ ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യുന്നത്, ദാറ്റ് ആക്ഷൻ ഈസ് അപ്രൂവ്ഡ്. ഏത് ആക്ഷൻ ആണോ ഹാപ്പിനെസ് ഡിമിനിഷ് ചെയ്യുന്നത്, ദാറ്റ് ഹാപ്പിനെസ് ഈസ് ഡിസപ്രൂവ്ഡ്. ഓക്കെ, അതാണ് ബന്ധത്തിന്റെ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. ഇനി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ്സ് എ പ്രോപ്പർട്ടി ഇൻ എനി ഓബ്ജെക്ട് whereby it tends to produce benefit, advantage, pleasure, good or happiness, all in the present case, or to prevent the happening of mischief, pain, evil or unhappiness to the party whose interest is considered. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി എന്താണ്? ആ പ്രോപ്പർട്ടി ഏത് പാർട്ടിയുടെ ഇൻട്രസ്റ്റ് ആണോ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം, അഡ്വാൻറ്റേജ് ഉണ്ടാവണം, പ്ലഷർ കൊണ്ടുവരണം, ഗുഡ് ഉണ്ടായിരിക്കണം, ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെയിൻ ഇല്ലാതാക്കണം, പെയിൻ പ്രിവെന്റ് ചെയ്യണം, മിസ്ചീഫ് പ്രിവെന്റ് ചെയ്യണം, ഈവിൾ പ്രിവെന്റ് ചെയ്യണം, അൺഹാപ്പിനെസ് പ്രിവെന്റ് ചെയ്യണം. അപ്പോൾ അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് യൂട്ടിലിറ്റി ഉണ്ടോ, ഈ സാധനത്തിന് യൂട്ടിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ആ പ്രോപ്പർട്ടി എന്തായിരിക്കണം? ആരാണോ അവിടുത്തെ പാർട്ടി, അയാൾക്ക് ബെനിഫിറ്റോ അഡ്വാൻറ്റേജോ പ്ലഷറോ ഗുഡോ ഹാപ്പിനെസ്സോ പ്രൊഡ്യൂസ് ചെയ്യുന്നതും, മിസ്ചീഫ്, പെയിന്, ഈവിള്, അൺഹാപ്പിനെസ് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതും ഉള്ള ഒരു സാധനമായിരിക്കണം. അതിനോട് ടെൻഡ് ചെയ്യുന്ന, സന്തോഷം ജനിപ്പിക്കുക, ദുഃഖം ഇല്ലാതാക്കുക, പെയിൻ ഇല്ലാതാക്കുക, അങ്ങനത്തെ ടെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ടെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആ ഒബ്ജക്റ്റിനുണ്ടെങ്കിൽ അതിനാണ് യൂട്ടിലിറ്റി എന്ന് ബന്ധം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഒരാളെ എടുത്തിട്ട് അയാൾക്ക് അയാൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ആക്ഷൻ ഈസ് റൈറ്റ്. അങ്ങനെ നമ്മൾ അടുത്ത ആളെ പിക്ക് ചെയ്തു, അയാൾക്ക് സന്തോഷം ഉണ്ടാവണം. അങ്ങനെ ഈ ഓരോരുത്തരുടെയും സന്തോഷം ആഡ് ചെയ്യും. അങ്ങനെ സന്തോഷം, ആ ഹാപ്പിനെസ് ആഡ് ചെയ്തിട്ട് ഇത് സം ടോട്ടൽ എടുക്കും. അതാണ് ആ സൊസൈറ്റിയുടെ ടോട്ടൽ ഹാപ്പിനെസ്.
അപ്പൊ നമ്മളൊരു ആക്ഷൻ ചെയ്യണം. അപ്പൊ ഞാൻ ഇപ്പം പറയുകയാണെന്ന്, ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ 4 പേരുണ്ട്. ഞാൻ 4 പേർക്കും ചോക്ലേറ്റ് നിങ്ങൾക്ക് അയക്കാമെന്ന് ഞാൻ പറയാം. അപ്പൊ ഞാനൊരു ആക്ഷൻ എടുക്കാൻ പോകണം. ഐ ആം ഗോയിങ് ടു സെൻഡ് ചോക്ലേറ്റ് ടു ഓൾ 4 ഓഫ് യു. അപ്പൊ ഞാൻ ആദ്യം ഒരാളെ എടുത്തു, നെഹല എടുത്തു. അപ്പൊ നെഹലക്ക് ചോദിച്ചു ആർ യു ഹാപ്പി? അപ്പൊ നിങ്ങൾ പറഞ്ഞു ഐ ആം +6 -6 മാർക്ക് ഇട്ടു. +6 -7, അതായത് ഓക്കെ, നിങ്ങൾ എനിക്ക് ചോക്ലേറ്റ് അയച്ചു തരുമ്പോൾ ദാറ്റ് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യും, അത് +6 ആണ്. പക്ഷെ ഞാൻ -7 ഇടുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ഷുഗറിന്റെ ഒക്കെ അസുഖമുണ്ട്, ഞാൻ ഡയബറ്റിക് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ പറയുന്നു സന്തോഷം +6 ആണ്, പക്ഷെ നെഗറ്റീവ് മൈനസ്. അത് നിങ്ങൾ എനിക്ക് ചോക്ലേറ്റ് അയക്കുമ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റില്ല, എനിക്കതിനോട് താല്പര്യമില്ല, അതുകൊണ്ട് -7. അപ്പം പോസിറ്റീവ് ഹാപ്പിനെസ് അയാൾ വാല്യൂ ഇടാൻ ശ്രമിക്കും ഇതിന്. +6 ആണ് പോസിറ്റീവ്, -7 എന്ന് പറയുന്നത് അയാൾക്ക് താല്പര്യമില്ല. ഇനി അടുത്ത ആളെ പിക്ക് ചെയ്യും. ഇപ്പൊ പ്രഭിതനെ എടുക്കും. അപ്പൊ പ്രഭിത പറയും ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ എനിക്ക് +12, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, -1. അപ്പൊ -1 എന്തെങ്കിലും ഒരു കാരണം, ഒരു മൈനർ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു എന്താണ് ചോക്ലേറ്റ് അൺറാപ്പ് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു -1. അപ്പൊ ശർമിളച്ചോട് ചോദിച്ചു, ഇങ്ങനെ ചോക്ലേറ്റ് പറഞ്ഞു +0, -12, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, വെറുതെ ചോക്ലേറ്റ് അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ 0 +0 -12, അങ്ങനെ ഓരോരുത്തർക്ക് കാവ്യന്റെ അകത്ത് ഉണ്ടോ? അങ്ങനെ കാവ്യ ഒരു മാർക്ക് ഇതിനകത്ത് അങ്ങനെ ഓരോരുത്തർ ഇട്ടു, അവർ കയറിയിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, നിങ്ങൾ എല്ലാവരുടെയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യും. ഇപ്പൊ നെഹലയുടെ +6, പ്രഭിതയുടെ +12, മറ്റേ 0, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് സം ടോട്ടൽ ഓഫ് യൂട്ടിലിറ്റി, അതേമാതിരി നെഗറ്റീവ്സ് എല്ലാം ആഡ് ചെയ്യും. എന്നിട്ട് നോക്കും ഇതൊരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ I should not send chocolate to all 4 of you because that is not giving you the happiness to the sum total of the society. അതേസമയം നിങ്ങളുടെ 3 പേരുടെയും കൂടെ ഈ പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ അതിനെയും കൂടെ നോക്കുന്ന സമയത്ത് പ്ലസ് ആണ് കൂടുതലെങ്കിൽ that is the right thing to do. I should send chocolates to all 4 of you. ഇതാണ് ബന്ധം പറയുന്നത്. അപ്പോൾ സം ടോട്ടൽ, ഓക്കെ, അതാണ് അതിൽ അടുത്ത പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. The interest of the community is one of the general the community is a fictitious body composed of individual persons who are considered as constituting its numbers. ഇനി a thing is said to promote the interest. അപ്പോൾ എപ്പോഴാണ് ഒരു തിങ് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് of an individual when it tends to add to the sum total of his pleasures or what comes to same to diminish the total number of pain. അപ്പോൾ ഒരു ആക്ഷൻ എപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് പറയുന്നത് അയാളുടെ പ്ലഷർ കൂടുതലാണ്, സം ടോട്ടൽ ഓഫ് പ്ലഷർ കൂടുതലായിരിക്കണം, അതേസമയം അതിന്റെ പെയിന് ഡിമിനിഷ് ആവുകയും വേണം. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുക. ബൈ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ, അതൊരു പ്രിൻസിപ്പിളാണ്. അപ്രൂവ് ചെയ്യുക, അത് ഹാപ്പിനെസ് ഓഗമെന്റ് ചെയ്യുകയാണെങ്കിൽ അപ്രൂവ്ഡ് ആക്ഷൻ ആണ്, ഹാപ്പിനെസ് ഡിമിനിഷ് ചെയ്യുകയാണെങ്കിൽ അത് ഡിസപ്രൂവ്ഡ് ആണ്. അത് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്താണെന്ന് എഴുതുക. പിന്നെ അടുത്ത യൂട്ടിലിറ്റി എന്താണെന്ന് എഴുതുക. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടിയാണ്, അത് മറ്റൊരാളിൽ ബെനിഫിറ്റ്, ഗുഡ്, അഡ്വാൻറ്റേജ് ഇതൊക്കെ ജനിപ്പിക്കണം. അതേസമയം ഇറ്റ് ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് മിസ്ചീഫ്, ഈവിൾ, അൺഹാപ്പിനെസ്, പെയിൻ ഒന്നും അയാളിൽ ഉണ്ടാക്കരുത്. അങ്ങനെ ടെൻഡ് ചെയ്യുന്ന ഒരു സാധനത്തിന് യൂട്ടിലിറ്റി എന്ന് പറയും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഈ എക്സാമ്പിൾ പറയാം, അതായത് ഓരോരുത്തരുടെ സം ടോട്ടൽ ഓഫ് എല്ലാവരുടെയും കൂടെ ഹാപ്പിനെസ് നോക്കും. അങ്ങനെയാണ് ഒരു തിങ് ഇൻട്രസ്റ്റ് ഉള്ളതാണോ എന്ന് നോക്കുന്നത്. മാക്സിമം പ്ലഷർ ജനറേറ്റ് ചെയ്യണം, മിനിമം പെയിൻ ഉണ്ടായിരിക്കണം. അപ്പൊ ബന്ധം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ മാക്സിമം അതിനൊരു വേർഡ് ഉണ്ട്, അതിന്റെ വേർഡാണ് ഞാൻ ഇത്രയും പറഞ്ഞ ഈ കാര്യത്തിന് ഒറ്റ വേർഡിൽ എഴുതാൻ പറ്റും. ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയും. അതായത് ഒരു മാക്സിമം ആൾക്കാർക്ക്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 64 പേരുണ്ട്. ഗ്രേറ്റസ്റ്റ് നമ്പർ 60 പേർക്ക് ഗുഡ് ആണെങ്കിൽ ദാറ്റ് ആക്ഷൻ ഇസ് പെർമിറ്റഡ്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ് എടുക്കാത്തത്. മനസ്സിലായില്ല? ബിക്കോസ് ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. അപ്പൊ അവിടെ ആ തിയറി ഓഫ് യൂട്ടിലിറ്റേറിയൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്താണോ തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം പറയുന്നത് അതാണ്. ഇതിന്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റേറിയനിസത്തില്. പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റേറിയത്തിന് ഇതിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ അതായത് ബന്ധത്തിന് ഈ തിയറി അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൈക്ക്
എങ്ങനെ വേണം എഴുതാം, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ബെനിഫിറ്റ് എന്ന് എഴുതാം, അഡ്വാൻറ്റേജ് എന്ന് എഴുതാം, ഗുഡ് എന്ന് എഴുതാം, പ്ലഷർ എന്ന് എഴുതാം, ഹാപ്പിനെസ് എന്നൊക്കെ എഴുതാം. അതൊക്കെ എഴുതാം. ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റ് അല്ല, ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഓക്കെ, ഇവിടെ ഇത് എവിടെയാണ് ഫെയിൽ ആവുന്നതെന്ന് അറിയാം. ഇത് ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, എവിടെയാണ് ബന്ധത്തിന് പ്രശ്നം വരുന്നതെന്ന്. എല്ലാ തിയറീസിനും ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നീട് പതുക്കെ കറക്റ്റ് ചെയ്ത് വന്ന. ദ മോസ്റ്റ് ഗ്ലെയറിംഗ് വീക്ക്നെസ് ഓഫ് യൂട്ടിലിറ്റേറിയനിസം ഈസ് ഇറ്റ് ഫെയിൽസ് ടു റെസ്പെക്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. എന്താണ് അതിന്റെ അർത്ഥം? The most glaring weakness of utilitarianism. Utilitarianism എന്ന് പറഞ്ഞാൽ greatest good അല്ലെങ്കിൽ greatest happiness for the greatest number. ഈ സംഭവം പറയുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്നുള്ളത്. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. അതിനൊരു ഗ്ലെയറിംഗ് വീക്ക്നെസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫെയിൽസ് ടു റെസ്പെക്ട് ഇൻഡിവിജ്വൽ റൈറ്റ്. 3-4 പേർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അവനൊരു ഒരു വിലയില്ല അവിടെ. അതായത് മൈനോറിറ്റി റൈറ്റ്സ്, ഇൻഡിവിജ്വൽ റൈറ്റ്സിന് ഒരു റെസ്പെക്റ്റും അവിടെ ഉണ്ടാവില്ല. അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ത്രോയിങ് ക്രിസ്ത്യൻസ് ടു ലയൺസ്. അതായത് ഈ ഏൻഷ്യൻ റോമിൽ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊലോസത്തിൽ ഒരുപാട് ക്രൗഡ് ഇരിക്കുന്നുണ്ടാവും ഇതിന് ചുറ്റും ഇത് കാണാൻ വേണ്ടി. എന്നിട്ട് ക്രിസ്ത്യൻസിനെ എന്നിട്ട് ഈ ഗ്രൗണ്ടിലേക്ക് ലയൺസിനെ ഇറക്കി വിടും. എന്നിട്ട് അതിൽ ക്രിസ്ത്യൻസിനെ ത്രോ ചെയ്യും. 1-2 ക്രിസ്ത്യൻസ്. അപ്പൊ ഈ ലയണ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എടുത്ത് കഴിക്കും. ഓക്കെ, yes, the Christian suffers excruciating pain as the lion mauls and devours him. മനസ്സിലായില്ലേ? ഇമാജിൻ ഹൗ ദ യൂട്ടിലിറ്റേറിയൻ കാൽക്കുലസ് വുഡ് ഗോ. ഇതിനാണ് നമ്മൾ ഈ പറഞ്ഞില്ലേ ഇങ്ങനെ സം ടോട്ടൽ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് അയക്കുന്നു, ഓരോരുത്തരുടെയും കാൽക്കുലസ് ചെയ്യുന്നു. ആ കാൽക്കുലസിനെയാണ് യൂട്ടിലിറ്റേറിയൻ കാൽക്കുലസ് എന്ന് പറയുന്നത്. ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് അപ്പോൾ പറഞ്ഞ ആ എക്സാമ്പിൾ ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്ത ആ മാത്തമാറ്റിക്സ് ആണ് യൂട്ടിലിറ്റേറിയൻ കാൽക്കുലസ്. ചിലർ അതിനെ ഹെഡനിസ്റ്റിക് കാൽക്കുലസ് എന്നും പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 തരം യൂട്ടിലിറ്റേറിയനിസം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നു, JS മിൽ, ജോൺ സ്റ്റുവർട്ട് മിൽ. അയാള് ഈ ബന്ധത്തിന് മാതിരിയല്ല, അയാൾ വേറൊരു ബന്ധം ശരിക്കും ഹെഡനിസ്റ്റിക് യൂട്ടിലിറ്റേറിയൻ ആണ്. അപ്പൊ ഹെഡനിസ്റ്റിക് കാൽക്കുലസ് എന്നും പറയും. അതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത്. അതായത് കാൽക്കുലസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക ഓരോരുത്തരുടെ ഹാപ്പിനെസ്. അപ്പൊ ഹെഡനിസ്റ്റിക് കാൽക്കുലസ് ആണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു ഏൻഷ്യൻ റോം, ആ എത്ര ആൾക്കാർ ഈ സ്പോട്ട് കാണാതിരിക്കുന്നു, ഒരുപാട് ആൾക്കാർ. അപ്പൊ ഇത് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരും ഈ ലയണിനെ ത്രോ ചെയ്ത ക്രിസ്ത്യൻസ് 2 പേരുണ്ടെന്ന് വിചാരിക്കുക. അവരാണ് ആ സൊസൈറ്റി എന്ന് വെക്കുക. അപ്പൊ ആ സൊസൈറ്റിയിൽ ഒരു നിയമം കൊണ്ടുവരികയാണ്, നമുക്ക് ഈ ക്രിസ്ത്യൻസിനെ ലയണിന് എറിഞ്ഞു കൊടുക്കാം. വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു? ഈസ് ഇറ്റ് എ റൈറ്റ് തിങ് ടു ഡു? According to Bentham, look for whether it gives greatest good for the greatest happiness for the greatest number. Of course it gives greatest happiness for the greatest number. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ മരിക്കുന്നവനോ, ദാറ്റ് ഈസ് മൈനോ, 2 പേരല്ലേ ഉള്ളൂ. പക്ഷെ അവരെങ്ങനെ ഈ ലയൺ ഇങ്ങനെ കൊന്നു തിന്നുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ സന്തോഷം, ബാക്കിയുള്ളവർ ഇത് കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഡസ് നോട്ട് റെസ്പെക്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. Okay, imagine how the utilitarian calculus would go. Yes, the Christian suffers excruciating pain as the lion mauls and devours him. But think of the collective ecstasy of the cheering spectators packing the Colosseum. അതായത് ഇവര് ചിയർ ചെയ്യാണ്, അവരങ്ങ് ആസ്വദിക്കുകയാണ്. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹാപ്പിനെസ്. അത് ചിയറിങ് സ്പെക്ടേറ്റേഴ്സ് ചിയർ ചെയ്യാണ്, സന്തോഷിക്കുകയാണ്. പാക്കിംഗ് ദ കൊളോസിയം, ആ കൊളോസിയം പാക്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. If enough Romans derive enough pleasure from the violent spectacle, are there any grounds on which a utilitarian can condemn it? അപ്പൊ ഇത്രയും ഇനഫ് റോമൻസ് ഉണ്ട് അവിടെ. ഇനഫ് റോമൻസ് ഡിറൈവ് ഇനഫ് പ്ലഷർ. സ്പെക്ടാക്കിൾ വയലന്റ് സ്പെക്ടാക്കിൾ ആയിരിക്കാം, പക്ഷെ ആർ ദർ എനി ഗ്രൗണ്ട്സ് ഓൺ വിച്ച് എ യൂട്ടിലിറ്റേറിയൻ can condemn it? അപ്പൊ നിങ്ങളൊരു ഔട്ട്റൈറ്റ് യൂട്ടിലിറ്റേറിയൻ ആണെങ്കിൽ ഹൗ വിൽ യു കണ്ടം ദിസ് ആക്ഷൻ? എന്തിന്റെ ബേസിസിൽ? അപ്പൊ നിങ്ങളൊരു തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം വെച്ച് നിങ്ങളൊരു ഔട്ട്റൈറ്റ് യൂട്ടിലിറ്റേറിയൻ ആണെങ്കിൽ ഹൗ ആർ യു ഗോയിങ് ടു കണ്ടം ദിസ് ആക്ഷൻ? ബിക്കോസ് ആസ് പെർ ബന്ധം ഇറ്റ് ഗീവ്സ് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഫോർ ദ ബന്ധം പറഞ്ഞത് വാട്ട് ഗീവ്സ് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. ദാറ്റ് ഇസ് ദ റൈറ്റ് ആക്ഷൻ ടു ഡു. ദാറ്റ് ഈസ് കോൾഡ് ഹെഡനിസ്റ്റിക് കാൽക്കുലസ്. അത് വെച്ച് നിങ്ങൾ എങ്ങനെ ഇതിനെ കണ്ടം ചെയ്യും? നിങ്ങൾക്ക് വേണേൽ ജല്ലിക്കെട്ടും ഒക്കെ വേണമെങ്കിൽ ഇതിന്റെ അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കിട്ടിയില്ല. ഇതിന്റെ അത് വേറെയൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ടോർച്ചർ ജസ്റ്റിഫൈഡ് ആണോ എന്ന്. ടോർച്ചർ ജസ്റ്റിഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു എന്ന് വെക്കുക. ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന സമയത്ത് സിലബസ് വന്നല്ലോ, അത് എന്താണ്? അല്ല, ടൈം ടേബിൾ. നാളെ എപ്പോഴാണ് എക്സാം? നാളെ ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ടല്ലേ?
അപ്പോൾ ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ട് നാളെ. ബിൻസിയ, APN, ജയപ്രകാശ് എല്ലാവരും. അപ്പൊ ലാസ്റ്റ് അവറാണ് എക്സാം. ഓക്കെ. അപ്പൊ അടുത്ത വേറെ എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം, ഒരു ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു അൽ-ഖ്വയ്ദ ടെററിസ്റ്റ് ആണ്. ഒരു ടർക്ക് അൽ-ഖ്വയ്ദ ടെററിസ്റ്റിനെ പിടിച്ചു. ആ ടെററിസ്റ്റിന് അറിയാം അയാൾ എവിടെയോ ബോംബ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ CIA സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആളെ പിടിച്ചു. ഇയാൾക്ക് ബോംബ് എവിടെയോ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. അപ്പം ഇയാളെ ഇൻഹ്യൂമൻ ടോർച്ചറിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഈസ് ടോർച്ചർ എവർ ജസ്റ്റിഫൈഡ്? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ യൂട്ടിലിറ്റേറിയൻ, യെസ്, അയാളെ എന്ത് ടോർച്ചറിന് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ബി സബ്ജക്റ്റഡ് ടു എനി എമൗണ്ട് ഓഫ് ഇൻഹ്യൂമൻ ടോർച്ചർ. കാരണം അയാളെ ടോർച്ചർ ചെയ്തിട്ട് അയാളുടെ അടുത്ത് നിന്ന് ആ ഇൻഫർമേഷൻ എലിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. സോ ദാറ്റ് അമൗണ്ട്സ് ടു ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. അപ്പം അയാളെ ഈസ് ടോർച്ചർ ജസ്റ്റിഫൈഡ്? ദിസ് ഇസ് അയാളെ ചെയ്യാമെന്നല്ല പറയുന്നത്, ഈസ് ടോർച്ചർ ജസ്റ്റിഫൈഡ് അക്കോർഡിംഗ് ടു തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം. അപ്പം എന്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്? തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം ഡസ് നോട്ട് റെസ്പെക്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഇതാണ് പറഞ്ഞു വരുന്നത്. അല്ലാതെ അയാളെ ഇൻഹ്യൂമൻ ടോർച്ചറിന് സബ്ജക്ട് ചെയ്യാമെന്നോ, അല്ലാതെ ബന്ധം അങ്ങനെ പറഞ്ഞെന്നോ, ബന്ധം അത് അംഗീകരിക്കുന്നതെന്നോ ഒന്നും അല്ല പറഞ്ഞു വരുന്നത്. അല്ലാതെ ഈ ക്രിസ്ത്യൻസിനെ ലയൺ എറിഞ്ഞു കൊടുക്കണമെന്ന് ബന്ധം പറഞ്ഞു എന്നും അല്ല പറയുന്നത്. ബട്ട് ദർ ആർ സം ഇൻഹറന്റ് വീക്ക്നെസ്സസ് ഫോർ ദ തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഗ്ലെയറിംഗ് വീക്ക്നെസ് ഓഫ് യൂട്ടിലിറ്റേറിയനിസം മെനി ആർഗ്യൂ ഇസ് ദാറ്റ് ഇറ്റ് ഫെയിൽസ് ടു റെസ്പെക്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. നിങ്ങൾക്ക് ഈ രണ്ട് എക്സാമ്പിൾ എഴുതാം. ത്രോയിങ് ക്രിസ്ത്യൻസ് ടു ലയൺസ് ഇൻ ഏൻഷ്യന്റ് റോം, പിന്നെ ഒരു ടെററിസ്റ്റിനെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ ഇൻഹ്യൂമൻ ടോർച്ചറിന് സബ്ജക്ട് ചെയ്യാൻ പറ്റുമോ? ഈസ് ദാറ്റ് ടോർച്ചർ ജസ്റ്റിഫൈഡ്? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെ ആ സംഭവങ്ങൾ, പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി, സം ടോട്ടൽ പറഞ്ഞു, എക്സെപ്ഷൻസ് പറഞ്ഞു. ഇനി അടുത്തത് പറയാനുള്ളത് ഇത് കഴിഞ്ഞല്ലോ. ബുക്കിലേക്ക് തിരിച്ചു വരണം. ഇനി എനിക്ക് നിങ്ങൾ പറഞ്ഞ ആ 7 സാധനത്തിലേക്ക് വരണം. ഹൗ ടു വാല്യൂ പ്ലഷർ, ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതിലേക്കാണ് വരേണ്ടത്. നിങ്ങൾക്ക് ഇതുവരെ എന്തൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ മൗസ് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളുടെ ആ ടെററിസ്റ്റിന്റെ ആ ക്വസ്റ്റ്യനിലേക്ക് വരും. അല്ല, ഹൈലി ട്രെയിൻഡ് സോൾജേഴ്സും മറ്റേയാളുടെ ആ ക്വസ്റ്റ്യനിലേക്ക് വരും. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ ആ പ്രിൻസിപ്പിൾ സോൾവ് ചെയ്യും? പ്രിൻസിപ്പിൾ സോൾവ് ചെയ്യല്ല, പ്രോബ്ലം സോൾവ് ചെയ്യാം. സെർട്ടനിറ്റി. ഓക്കെ. ഇനി വാല്യൂ ഓഫ് എ ലോട്ട് ഓഫ് പ്ലഷർ ഓർ പെയിൻ, ഹൗ ടു ബി മെഷർഡ്. അത് ബന്ധം, അതിനൊരു ഹെഡനിസ്റ്റിക് കാൽക്കുലേഷൻ. ഇതിനാണ് ഹെഡനിസ്റ്റിക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് പ്ലഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ബന്ധം പറയുന്ന ആദ്യത്തെ 4 കാര്യങ്ങൾ: ഇന്റൻസിറ്റി, ഡ്യൂറേഷൻ, സെർട്ടനിറ്റി ഓർ അൺസെർട്ടനിറ്റി, പ്രൊപ്പിംഗ്. എന്താണ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രത അല്ലേ, മലയാളം അതിന്റെ തീവ്രത. അപ്പം നമുക്കിത് 2 സിനാരിയോ, ഇന്റൻസിറ്റി, ഡ്യൂറേഷൻ. അതായത് നമ്മളൊരു ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പ്ലഷർ കിട്ടണം അല്ലേ? പ്ലഷർ കിട്ടുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇൻഡിവിജ്വലിന്റെ കേസിലേക്ക് പോവാം. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. നമ്മളിപ്പോൾ നാളെ രാവിലെ കോളേജിൽ പോവാണ്. അപ്പോൾ നമ്മളൊരു ആക്ഷനാണ്, നമ്മളത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു? നമ്മൾ കോളേജിൽ പോകണോ? അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കും, കോളേജിൽ പോകുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം കിട്ടുമോ? കിട്ടുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് പ്ലഷർ? എല്ലാവരും ഇങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. എനിക്ക് അവിടെ പോയാൽ പ്ലഷർ കിട്ടുമോ? കിട്ടുകയാണെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി എത്രയാണ്? എന്തുമാത്രം പ്ലഷറോ, ആ ഒരു ഇന്റൻസിറ്റി എത്ര, എനിക്ക് എന്തുമാത്രം തീവ്രമായ ഒരു സന്തോഷം എനിക്ക് കിട്ടും? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, അങ്ങനെ ഒരു പ്ലഷർ കിട്ടുമെങ്കിൽ തന്നെ അത് എത്ര നേരം നിലനിൽക്കും? അത് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പ്ലഷർ അങ്ങോട്ട് കിട്ടി ടക്ക് എന്ന് പറഞ്ഞങ്ങ് പോവുക, അതിന് കാര്യമില്ല അല്ലെ? ഒരു പ്ലഷർ കിട്ടി അത് അപ്പം തന്നെ പോവുകയാണെന്ന്. അപ്പൊ ആൾക്കാർ നോക്കും പ്ലഷറിന് തീവ്രതയുണ്ട്, എത്ര നേരം ആ പ്ലഷർ നിലനിൽക്കും? ഡ്യൂറേഷൻ ഓഫ് പ്ലഷർ. ഒരുപാട് നേരം നിൽക്കുന്ന ഒരു പ്ലഷർ ആണെങ്കിൽ ഞാൻ ആ ഒരു ആക്ഷൻ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടും. കാരണം ആ പ്ലഷറിന് തീവ്രതയുണ്ട്, ഇന്റൻസിറ്റി ഉണ്ട്, അതേസമയം ആ പ്ലഷർ കുറേ നേരത്തേക്ക് എനിക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ ആ ആക്ഷൻ ചെയ്യും. ഇനി മൂന്നാമത്തത് സെർട്ടനിറ്റി ഓർ അൺസെർട്ടനിറ്റി.
ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ പ്ലഷർ കിട്ടുമെന്നുള്ളതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അതാണ് സർട്ടൺ ആണോ അങ്ങനെ ഒരു പ്ലഷർ കിട്ടുമെന്നുള്ളത്. തീരെ സർട്ടൺ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ആക്ഷൻ നമ്മൾ ചെയ്യാൻ മുതിരില്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ഷൻ കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന പ്ലഷർ ഈസ് ഇറ്റ് സർട്ടൺ ഓർ നോട്ട് എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ പ്രൊപ്പിൻക്വിറ്റി ഓർ റിമോട്ട്നെസ്. എന്താണ് പ്രൊപ്പിൻക്വിറ്റി ഓർ റിമോട്ട്നെസ്? പറയും ആരെങ്കിലും ഒരാൾ നേരെ പറയും എന്താണ് വാട്ട് ഈസ് പ്രൊപ്പിൻക്വിറ്റി ഓർ റിമോട്ട്നെസ്? എന്താ അതിന്റെ അർത്ഥം? എന്താ നിയർനെസ് ഓർ റിമോട്ട്നെസ് എന്ന് പറഞ്ഞാൽ? നിയർനെസ് അല്ലെങ്കിൽ ദൂരെ. ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിളിലേക്ക് ഫില്ല് ചെയ്തോളൂ. നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ അത് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ ആദ്യത്തെ മൂന്നെണ്ണം മനസ്സിലായോ? അപ്പൊ അതേമാതിരി ഇതിനെ പറയും പ്രൊപ്പിൻക്വിറ്റി. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. നിയർനെസ്. റിമോട്ട്നെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ. പ്രൊപ്പിൻക്വിറ്റി എന്ന് പറഞ്ഞാൽ നിയർനെസ്, റിമോട്ട്നെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ. അപ്പൊ അത് എന്താ പറയുന്നത്? ഞാനൊരു ആക്ഷൻ ചെയ്യുമ്പം പെട്ടെന്ന്, അതായത് നിയർനെസ്, അതിന്റെ പ്ലഷർ എനിക്ക് കിട്ടാനുള്ള പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന്, അതോ ഒരുപാട് ഇന്ന് ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതന്നെ കറക്റ്റ്. അതന്നെ ടൈമിലാണ് അത് പറയുന്നത്. ടൈമിന്റെ ഇതിലാണ് പറയുന്നത്. അതായത് ഞാൻ ഈ ഒരു പ്ലഷർ ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്തു, അതിന്റെ പ്ലഷർ എപ്പോഴാണ് കിട്ടുക? 3 വർഷം കഴിഞ്ഞിട്ട്. ആരെങ്കിലും ചെയ്യോ? ആർക്കെങ്കിലും ആ ഒരു ആക്ഷൻ ചെയ്യാൻ തന്നു? നമ്മളിപ്പോ ഒരു കേസ് കൊടുത്തു, വിധി എപ്പോഴാണ് വരുന്നത്? 10 വർഷം കഴിഞ്ഞിട്ട്. ആരും അതിന് മുതിര് തന്നെ ഇല്ല. അപ്പൊ അതേസമയം ഞാനിങ്ങനെ ഒരു ആക്ഷൻ ചെയ്തു, അതിനെനിക്ക് ജസ്റ്റിസ്, അതുകൊണ്ടല്ലേ ജസ്റ്റിസ് ഡിനൈഡ് ഈസ് ജസ്റ്റിസ്, ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്നത്. ജസ്റ്റിസ് ഡിലേ ചെയ്യുന്നവരും ജസ്റ്റിസ് ഡിനൈഡ് ആവുകയാണ്. എന്നെ ഒരുത്തിനൊരു കുറ്റം ചെയ്തു, ഞാൻ കോടതിയിൽ പോയി 10 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇഫ് ഇറ്റ് ഈസ് ഡിലേഡ് ഇറ്റ് ഈസ് ഡിനൈഡ്. അപ്പൊ ഞാനൊരു ആക്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രഷർ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. ഈസ് ഇറ്റ് നിയർ ഓർ ഈസ് ഇറ്റ് റിമോട്ട്? അതാണ് ഈ 4 ക്വസ്റ്റ്യൻസ്. തീവ്രത, ഡ്യൂറേഷൻ, പിന്നെ സർട്ടനിറ്റി. കിട്ടുമോ ഇല്ലയോ, സാധ്യത ഉണ്ടോ ഇല്ല. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ആക്ഷൻ ഈസ് ഗോയിങ് ടു ഗീവ് മീ പ്ലഷർ? പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റൻ ആണത് സർട്ടനിറ്റി എന്ന് പറയുന്നത്. പ്രൊപ്പിൻക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് എനിക്കത് കിട്ടും, അതോ ഒരുപാട് റിമോട്ടായിട്ട് ഈ പ്രഷർ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തിട്ടാണ് നമ്മൾ. ഇപ്പൊ നിങ്ങൾ നാളെ ബസ്സിൽ പോകണോ, ഇപ്പൊ ബസ്സിൽ പോകണോ, കാറിൽ പോകണോ, ഓട്ടോ പിടിച്ച് പോകണോ, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ആക്ഷൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെ ബസ്സിൽ പോകുന്നതാണ്, ഇന്റൻസിറ്റി എത്രയായിരിക്കും, ഇപ്പൊ എത്ര പൈസ പോകും, അതിന്റെ സുഖം കിട്ടുമോ, ആ സുഖത്തിന്റെ ഇന്റൻസിറ്റി എത്രയാണ്, അങ്ങനെ ഒരുപാട് കാര്യം. ഈ 4 കാര്യങ്ങൾ അവിടെ തീരുന്നില്ല. എന്നിട്ട് അടുത്തതായിട്ട് പറഞ്ഞത് ഫെക്കൻഡിറ്റി. എന്താണ് ഫെക്കൻഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫെക്കൻഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് പറയും. നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാ വാട്ട് ഈസ് മൈൻ. അടുത്തത് ഫെക്കൻഡിറ്റി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 4 എണ്ണം കഴിഞ്ഞു. നിങ്ങളൊരു ആക്ഷൻ ചെയ്യാണ്, ആ ആക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്ലഷർ കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യുള്ളൂ. അത് ഉറപ്പാണ്. നിങ്ങളൊരു ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു പ്ലഷർ ഉണ്ടെങ്കിലേ നിങ്ങൾ ചെയ്യുള്ളൂ. ആ പ്ലഷറിന് ഫെക്കൻഡിറ്റി ഉള്ളതാണോ എന്ന് പറയും. വാട്ട് ഈസ് മീൻ ബൈ ഫെക്കൻഡ്? മലയാള അർത്ഥമെങ്കിലും അറിയുന്നുണ്ടാവുമല്ലോ. ഫെർട്ടിലിറ്റി എന്താണ്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞു. എന്ത് റീപ്രൊഡ്യൂസ് ചെയ്യാം പറഞ്ഞത് ശരിയാണ്. അതൊന്ന് ഈ കോണ്ടെക്സ്റ്റ് കിട്ടാൻ മതി. നമുക്കത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. നമ്മളൊരു ആക്ഷൻ ചെയ്യാണ്, ആ ആക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്ലഷർ ഫെക്കൻഡ് ആണോ? ആ ഫെക്കൻഡ് റീപ്രൊഡ്യൂസ് എന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് പ്ലഷർ വിൽ ഇറ്റ് ഗീവ് റൈസ് ടു മോർ പ്ലഷേഴ്സ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു ആക്ഷൻ ചെയ്തു, അതുകൊണ്ട് ഒരു പ്ലഷർ ഉണ്ടായി. ആ പ്ലഷർ വേറൊരു പ്ലഷർ ഉണ്ടാക്കും, ആ പ്രഷർ വേറൊരു പ്രഷർ ഉണ്ടാക്കും. അങ്ങനെ പ്ലഷർ ഇങ്ങനെ ഉണ്ടായി വരും. അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കില്ലേ? അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് ഫെക്കൻഡിറ്റി. ഫെക്കൻഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? The chance it has of being followed by sensations of the same kind. That is pleasures if it is pleasure, pain if it is pain. അപ്പം ഫെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആക്ഷൻ ചെയ്തു, ആ ആക്ഷൻ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു പ്ലഷർ കിട്ടി. ആ പ്ലഷർ ഫെക്കൻഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലഷർ അടുത്ത പ്ലഷർ ഉണ്ടാക്കും, ആ പ്ലഷർ അടുത്ത പ്ലഷർ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആ ആക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്ലഷർ സെക്കൻഡ് ആണെന്ന് പറയും. ഇനിയിപ്പോ ഞാനൊരു ആക്ഷൻ ചെയ്യണം, ആ ആക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഒരു പെയിൻ വരിക നിൽക്കുക, ആ പെയിൻ അവിടെ നിൽക്കില്ല, ആ പെയിൻ കൊണ്ട് അടുത്ത പെയിൻ ഉണ്ടാവും, ആ പെയിൻ അടുത്ത പെയിൻ ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും ആ ആക്ഷൻ ചെയ്യില്ല. അപ്പൊ നമ്മൾ ആ ആക്ഷൻ നമ്മൾ ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടില്ല. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് പെയിൻ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ആ പെയിൻ ഈസ് ഗോയിങ് ടു ഗീവ് റൈസ് ടു മോർ പെയിൻ. മനസ്സിലായില്ലേ? ഒരു പെയിന് അടുത്ത പെയിൻ ഉണ്ടാവും. അപ്പം സെക്കൻഡ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ ഗീവ്സ് റൈസ് ടു പ്ലഷർ മോർ പ്ലഷർ, പെയിൻ ഗീവ്സ് റൈസ് ടു, ഇഫ് ഇറ്റ് ഇസ് എ പെയിൻ അത് വീണ്ടും
ഈ പെയിൻ ഇഫ് ഇറ്റ് ഈസ് എ പെയിൻ, അതായത് സെയിം കൈൻഡ് ആയിട്ടുള്ള സെൻസേഷൻ വീണ്ടും ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരു കാര്യം പ്ലഷർ ആണെങ്കിൽ നമ്മൾ ചെയ്യും, പെയിൻ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല, കാരണം അത് അവിടെ നിൽക്കുക. അതാണ് ഫെക്കൻഡിറ്റി. അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത പ്യൂരിറ്റിയാണ്. പറഞ്ഞോളൂ. ഫെക്കൻഡിറ്റി റീപ്രൊഡക്ഷൻ, കറക്റ്റ് ആണ് പറഞ്ഞത്. പ്രഷർ വിൽ ഗീവ് റൈസ് ടു മോർ പ്രഷർ, അതായത് സെൻസേഷൻസ് ഓഫ് ദ സെയിം കൈൻഡ്. പെയിൻ ആണെങ്കിൽ കൂടുതൽ. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളൊരു ഡിസിഷൻ. ഇതിനാണ് ഹെഡനിസ്റ്റിക് കാൽക്കുലസ് എന്ന് പറയുന്നത്. പറഞ്ഞോളൂ. വാട്ട് ഈസ് മെൻ ബൈ പ്യൂരിറ്റി? ഓ, അതൊരുമാതിരി ആക്കുന്ന മാതിരിയായിപ്പോ. അതൊന്നുമല്ല. ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യനിലേക്ക് വരും. ഞാൻ അവസാനം സീതാദേവി പ്യൂർ ആണെന്നൊക്കെ പറയൂ. അതല്ല, ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റേജിലേക്ക് വരും. നിങ്ങളൊരു ആക്ഷൻ ചെയ്യാണ്, ഇത് ഇങ്ങനെ കണക്കാക്കണം. ഇത് എന്തിനാ ലെജിസ്ലേഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുക? ഇത് ലെജിസ്ലേറ്റർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഈ നിയമം പാസ്സാക്കണോ വേണ്ടേ? ഈ നിയമം പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ ഈ നിയമം, ഈസ് ദിസ് ലോ എ പ്യൂർ ലോ? അതായത് ഈ സൊസൈറ്റി ഹാം ചെയ്യുന്നുണ്ടോന്നല്ല, അല്ല. അതായത് ഈ ഒരു ലെജിസ്ലേഷൻ ഞാൻ കൊണ്ടുവരികയാണ്. ഈ ഒരു ലെജിസ്ലേഷൻ ഞാൻ കൊണ്ടുവരുമ്പോൾ സൊസൈറ്റിയിൽ എന്താ ഉണ്ടാക്കുന്നത്? അതൊരു ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്ന് വെക്കുക. ആ ഹാപ്പിനെസ് പ്യുവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ആ ഹാപ്പിനെസ് സെക്കൻഡ് ആണ്. ഇപ്പൊ ലെജിസ്ലേച്ചർ ഇങ്ങനെ ആലോചിക്കുക, ഓ, ഈ നിയമം ഞാൻ പാസ്സാക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് സൊസൈറ്റിക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. ആ ഹാപ്പിനെസ് സെക്കൻഡ് ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? ആ ഹാപ്പിനെസ് ആ സൊസൈറ്റിക്ക് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കും. ആ ഹാപ്പിനെസ് വീണ്ടും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കും. അപ്പൊ എന്റെ ഈ ലെജിസ്ലേഷൻ കൊണ്ട് സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ് ഈസ് സെക്കൻഡ്. അപ്പൊ ആ ലെജിസ്ലേച്ചർ ഹാപ്പി ആവും. ഓ, ഈ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇന്റൻസ്, നല്ല ഡ്യൂറേഷനും ഉണ്ട്, സെർട്ടനിറ്റി ഉണ്ട്, പ്രൊപ്പിൻസിറ്റി ഉണ്ട്, ഇറ്റ് ഈസ് ഈവൻ സെക്കൻഡ്. അതായത് അവരുടെ സന്തോഷം ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതും വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഇനി അപ്പൊ ലെജിസ്ലേച്ചർ ഇനി അടുത്ത് നോക്കണം. ഞാൻ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കി കഴിയുകയാണെങ്കിൽ ഇത് സൊസൈറ്റിയിലൊക്കെ കുറച്ച് പേർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു. ആ ഹാപ്പിനെസ് പ്യുവർ ആണോ അല്ലയോ എന്ന് അതിനെ ചെക്ക് ചെയ്യുക. അതിന്റെ അർത്ഥം എന്താ? പ്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. പ്യൂരിറ്റി or the chance it has of being followed by sensations of the opposite kind, that is pain not being followed. അതായത് ഞാനൊരു ആക്ഷൻ ചെയ്തു, ആ ആക്ഷൻ കൊണ്ട് എനിക്ക് പ്ലഷർ ഉണ്ടായി. ആ പ്ലഷർ ഒരിക്കലും പെയിൻ ഉണ്ടാക്കരുത്. അപ്പൊ അത് പ്യുവർ ആണ്. അത് ദാറ്റ് ഈസ് പെയിൻസ് ഇഫ് ഇറ്റ് ഈസ് എ പ്ലഷർ ആൻഡ് പ്ലഷർ ഇഫ് ഇറ്റ് ഈസ് എ പെയിൻ. അതായത് ഞാനൊരു ആക്ഷൻ ചെയ്തു, ആ ആക്ഷൻ കൊണ്ട് എനിക്കൊരു പ്ലഷർ ഉണ്ടായി. ആ പ്ലഷർ പിന്നീട് പെയിൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ആക്ഷൻ ഈസ്, ദാറ്റ് ഹാപ്പിനെസ്, ദാറ്റ് പ്ലഷർ ഈസ് നോട്ട് പ്യുവർ. ഉദാഹരണത്തിന്, ഞാൻ കഞ്ചാവ് വലിച്ചു. ഞാൻ കഞ്ചാവ് വലിക്കണോ വേണ്ടേ? അപ്പൊ ഞാനൊരു യൂട്ടിലിറ്റേറിയനാണ്, ഞാൻ ഹെഡനിസ്റ്റിക് കാൽക്കുലസ് ചെയ്യാം. അപ്പം ഞാനിത് വലിക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടുന്നുണ്ടോ? ഓഫ് കോഴ്സ് എനിക്ക് പ്ലഷർ കിട്ടുന്നുണ്ട്. ഈസ് ദാറ്റ് പ്ലഷർ പ്യുവർ? ഇല്ല. നോ, ഇറ്റ് ഈസ് ഇംപ്യുവർ ബിക്കോസ് ദിസ് പ്ലഷർ ഈസ് ഗോയിങ് ടു ലീഡ് ടു പെയിൻ. കാരണം എനിക്ക് വേറെ എന്തെങ്കിലും അസുഖം വരുന്ന ആളാണ്. ഇപ്പൊ ഞാൻ സ്മോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഡ്രിങ്ക് ചെയ്യുമ്പോൾ എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്മോക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പ്ലഷർ കിട്ടുന്നുണ്ട്. ബട്ട് ഈസ് ദാറ്റ് പ്ലഷർ പ്യുവർ? നോ, കാരണം എനിക്ക് നാളെ ലങ് ക്യാൻസർ വരാം. അപ്പം ദിസ് പ്ലഷർ ഈസ് നോട്ട് പ്യുവർ ബിക്കോസ് ദിസ് പ്ലഷർ ഈസ് ഗോയിങ് ടു ഈൽഡ് പെയിൻ ഇൻ ഫ്യൂച്ചർ. അപ്പം ഐ ഷുഡ് നോട്ട് സ്മോക്ക് ബിക്കോസ് ദ ഹാപ്പിനെസ് ദാറ്റ് ഐ ഡിറൈവ് വൈൽ സ്മോക്കിംഗ് is impure. It is not pure. It is not second also. കാരണം ഹാപ്പിനെസ് ഇങ്ങനെ കൂടി വരില്ല. It is impure. Okay. അതാണ് പ്യൂരിറ്റി. അതായത് ഹാപ്പിനെസ് ലീഡ്സ് ടു അൺഹാപ്പിനെസ്, പ്ലഷർ ലീഡ്സ് ടു പെയിൻ. പെയിൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അത് പ്ലഷർ ആവുകയും ചെയ്യും. അങ്ങനത്തെ കേസാണെങ്കിൽ നമ്മൾ എടുക്കും. നമ്മളൊരു ആക്ഷൻ ചെയ്തു, ആദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുറെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുക, അതൊരു പെയിൻ ആണത്. പക്ഷെ why are we doing this? നമ്മൾ ഇവിടെ ഇരുന്ന് ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഈവൻ ദോ ഇറ്റ് ഈസ് എ പെയിൻ. കാരണം ബിക്കോസ് വി ഈൽഡ്, നമ്മൾക്ക് ദിസ് ഈസ് ഗോയിങ് ടു ഈൽഡ് സം ഗ്രേറ്റർ പ്ലഷർ അറ്റ് എ ലേറ്റർ പോയിന്റ് ഇൻ ടൈം. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമെങ്കിലും ഉണ്ട്. അപ്പൊ ദിസ് പെയിൻ ഈസ് ഗോയിങ് ടു ഈൽഡ് സം പ്ലഷർ അറ്റ് എ ലേറ്റർ ഡേറ്റ്. കാരണം നമുക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും, അഡ്വാൻറ്റേജ് ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കില്ല. സോ ബിക്കോസ് ദിസ് ആക്ഷൻ ഈസ് the pain that this action gives is impure actually. അതായത് ഈ പെയിന് നാളെ പ്ലഷർ ആയിട്ട് മാറും. അതാണ് പ്യൂരിറ്റി. ഓക്കെ. ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്. the two last to the number of persons. അതെ, അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളൊക്കെ എന്താണ്
ഓക്കെ ഓക്കെ ഓക്കെ. അതപ്പോ നിങ്ങളിപ്പോ എന്നെ സഹിക്കുന്നില്ലേ? അതൊരു പെയിൻ അല്ലേ? അത് എന്തുകൊണ്ടാണ് പെയിൻ ആവുന്നത്? ബിക്കോസ് ആ പെയിൻ ദാറ്റ് വിൽ ബിക്കം പ്രഷർ. അതെ, കുറച്ച് കഴിഞ്ഞ പ്രശ്നം. അതായത് നാളെ നാളെ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നാളെ കോളേജിൽ പോകുന്നത് എന്തുകൊണ്ട്? എന്തിനാ അവരെ ക്ലാസ്സിൽ ഇരിക്കുന്നത്? ഈ അറ്റൻഡൻസ് കിട്ടി സഹിച്ചേക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടുമ്പോൾ നമുക്ക് നാളെ അറ്റൻഡൻസ് നമുക്ക് എക്സാമിന് എഴുതാനുള്ള പെർമിഷൻ കിട്ടും. ദാറ്റ് ഗീവ്സ് us pleasure. അപ്പൊ ഈവൻ ദോ ദിസ് ഇസ് എ പെയിൻ, it is going to yield, this is an impure pain, so this is going to yield pressure at a later date. അതുകൊണ്ടാണ് നമ്മൾ ആ ആക്ഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ആക്ഷൻ ചെയ്യില്ല ആസ് പെർ hedonistic calculus. Okay. ഇനി the two last hour of strictness to the number of persons. Okay. To a number of persons with reference is considered will be greater purity in a seventh one. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, extent. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര ആൾക്കാർക്ക് ഈ ബെനിഫിറ്റ്. അത് ഇനി നമ്മൾ സൊസൈറ്റിയിലേക്ക് വന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ കാൽക്കുലേഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പം നമുക്ക് ത്രോയിങ് ക്രിസ്ത്യൻസ് ടു ലയൺ, നമ്മൾ ആദ്യം ഒരു റോമനെ എടുക്കും, എന്നിട്ട് അവൻ ഇതൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ഇതുകൊണ്ട് സുഖം കിട്ടുന്നുണ്ടോ? ഉണ്ട്, തീവ്രമായ സുഖം. എത്ര നേരം അവൻ ചാവുന്നവരെ എനിക്ക് സുഖം കിട്ടുന്നുണ്ട്. സെർട്ടനിറ്റി ആണ്, ഡെഫിനറ്റ്ലി എനിക്ക് സെർട്ടനായിട്ട് സുഖം കിട്ടുന്നുണ്ട്. പ്രൊപ്പിൻക്വിറ്റി എന്താ കാണുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ആണോ? അങ്ങനെ ഇതെല്ലാം ആ ഒരു വ്യക്തിയിൽ ഇത് അപ്ലൈ ചെയ്യും. അങ്ങനെ ഓരോ വ്യക്തിയെ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. എന്നിട്ട് ഇത് എക്സ്റ്റെൻഡ്, എത്ര ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് സുഖം കിട്ടുന്നുണ്ട് അതാണ് എക്സ്റ്റെൻഡ്. ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യും. എന്നിട്ട് അതാണ് മാക്സിമം നമ്പർ, അവിടെയാണ് ആ എക്സ്റ്റെൻഡിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് പേഴ്സൺ ടു ഹൂം ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഹു ആർ അഫക്റ്റഡ് ബൈ ഇറ്റ്. അപ്പം എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് അവിടെ ആക്ച്വലി ആ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് ആ ഒരു സൊസൈറ്റിയിലേക്ക് പോയി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യം വെച്ച് നമുക്ക് തൽക്കാലം ബന്ധത്തിന് നിർത്താം. നമുക്ക് ഇത്ര എഴുതാം, ബന്ധത്തിനെ പറ്റി എഴുതാനായല്ലോ. അപ്പൊ ഓസ്റ്റിനുമായി ബന്ധവുമായി. ഇനി HLA ഹാർട്ട് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. അത് ഇതേമാതിരി, പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് HLA ഹാർട്ടിന്റെ. നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതോടുകൂടി നമ്മുടെ പോസിറ്റിവിസം കഴിയും. HLA ഹാർട്ട് ആദ്യം ഓസ്റ്റിന്റെ തിയറി അറ്റാക്ക് ചെയ്തു. ഓസ്റ്റിന്റെ തിയറി എന്താ പറയുന്നത്? ലോ ഓഫ് കമാൻഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. ലോ ഓഫ് കമാൻഡ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അതായത് ഓസ്റ്റിൻ പറഞ്ഞു ലോ ഇസ് എ കമാൻഡ്. അതായത് ലോ എന്ന് പറയുന്നത് ഒരു സോവറിൻ വരുന്നു, അയാൾ ഒരു വിഷ് എക്സ്പ്രസ് ചെയ്യുന്നു, അതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ ചെയ്യരുതെന്ന് പറയുന്നു, അത് കൺഫേം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാങ്ഷൻ ഉണ്ടാവും. അതാണ് ലോ. അപ്പൊ ഹാർട്ട് എന്ന് പറഞ്ഞു, നിങ്ങൾ പറയുന്ന മാതിരി ഇത് ഒരു സോവറിൻ വന്ന് കുറെ കാര്യങ്ങൾ പറയുകയും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാങ്ഷൻ വരുന്നതും അല്ല നമ്മളൊരു സമൂഹത്തിൽ നോക്കിയാലുള്ള നിയമങ്ങൾ. അതിനാണ് ഞാൻ എന്തായാലും ഒരു എക്സാമ്പിൾ പറഞ്ഞ്, നിങ്ങൾക്കൊരു ബില്ല് എഴുതി വെക്കാനുള്ള ഒരു അധികാരം. നിങ്ങൾക്കൊരു ബില്ല് എഴുതി വെക്കാൻ ഒരു അധികാരമുണ്ട്. അത് ഈസ് ഇറ്റ് എ കമാൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ സോവറിൻ ബാക്ക്ഡ് ബൈ സാങ്ഷൻ? നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എങ്ങനെ കഴിക്കാം, അതിന്റെ ലീഗൽ ഇൻസിഡൻസ് ഒക്കെ എന്താണ്? അത് വിചാരിച്ചിട്ട് ലോ കമാൻഡ് ചെയ്യണം നിങ്ങൾ എല്ലാവരും കല്യാണം കഴിച്ചിരിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബാക്ക്ഡ് ബൈ സാങ്ഷൻ. അപ്പൊ നമുക്ക് ഒരുപാട് സിവിൽ റൈറ്റ്സ് ഉണ്ട്. നമുക്കൊരു കോൺട്രാക്ട് ഒപ്പിടണം, നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒപ്പിടാൻ പോവുക, നമ്മൾ രണ്ടുപേരും കൂടെ ഒരു കമ്പനി തുടങ്ങാൻ പോവുക. അപ്പം ആ ഒരു സംഭവം ഈസിറ്റ് നിങ്ങൾ രണ്ടുപേരും കൂടെ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ സാങ്ഷൻ ചെയ്യും, നിങ്ങൾക്ക് പനിഷ്മെന്റ് ഉണ്ടാവുന്നോ? അപ്പൊ HLA ഹാർട്ട് പറയുന്നത് നിങ്ങളുടെ ഈ തിയറി, ഇതൊരു തിയറിയാണ്. നേരത്തെ ആരോ ചോദിച്ചു സ്കൂൾ എന്താ, തിയറി എന്താ? ഈ ഓസ്റ്റിന്റെ എന്താ തിയറിയുടെ പേരെന്താ പറയും? ഓസ്റ്റിന്റെ തിയറിക്ക് നമ്മളൊരു പേര് ഇവിടെ എഴുതി. വാട്ട് ഈസ് ദ തിയറി, നെയിം ഓഫ് ദി? കമാൻഡ് തിയറി. കമാൻഡ് തിയറി നമ്മളിവിടെ എഴുതി. നിങ്ങളുടെ ഈ തിയറി, നിങ്ങൾ പ്രൊപ്പോസ് ചെയ്ത ഈ കമാൻഡ് തിയറി വെച്ചത് കമാൻഡ് തിയറി ഓഫ് ലോ, ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഈ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായി? അപ്പൊ നിങ്ങളുടെ തിയറിക്ക് പ്രശ്നങ്ങളുണ്ട്. അതാണ് ഈ HLA ഹാർട്ട് അയാളുടെ ബുക്കിൽ ആദ്യമായിട്ട് അയാൾ ഓസ്റ്റിന്റെ തിയറി അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ബുക്കിന്റെ പേര് ആദ്യം ഓർത്ത് വെക്കണേ, കോൺസെപ്റ്റ് ഓഫ് ലോ. ദ കോൺസെപ്റ്റ് ഓഫ് ലോ HLA ഹാർട്ട്. ഇത് മറക്കരുത്, ഈ ചോപ്പ് ഓറഞ്ച് സംഭവം. ദ കോൺസെപ്റ്റ് ഓഫ് ലോ HLA ഹാർട്ട്. മറ്റേത് എന്തായിരുന്നു? ദ പ്രോവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിറ്റർമിന്റ്. ബന്ധത്തിന്റെ ബുക്ക് എന്തായിരുന്നു? മോറൽ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മോറൽ ആൻഡ് ലെജിസ്ലേഷൻ, ജെർമി ബെന്തർ. HLA ഹാർട്ടിന്റെ ബുക്കിന്റെ പേരെന്താ? ദ കോൺസെപ്റ്റ് ഓഫ് ലോ. ഓക്കെ. അപ്പൊ ലോ എന്താന്ന് ചോദിച്ചാൽ നിയമമാണോ ഒന്ന് ആലോചിച്ച് നോക്കുമല്ലേ. ഒരാൾ ചോദിക്കുക വാട്ട് ഈസ് ലോ, അത് നിയമമാണെന്ന് പറയുമ്പോഴുള്ള ആ ഒരു
ഒരു വ്യത്യാസം അല്ലേ? ഇപ്പൊ ദ കോൺസെപ്റ്റ് ഓഫ് ലോ HLA ഹാർട്ടിൽ അയാൾ ആദ്യത്തെ 4 ചാപ്റ്ററിൽ അയാൾ ഓസ്റ്റിനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ആ അറ്റാക്ക് ചെയ്യുന്നതാണ് ലോ കമാൻഡ്സ് ആൻഡ് ഓർഡേഴ്സ്. ഉണ്ടോ? കാരണം ഓസ്റ്റിൻ എന്താണോ പറഞ്ഞത്, ഓസ്റ്റിൻ എന്താ പറഞ്ഞത്? ലോ കമാൻഡ് ആണ് അല്ലെങ്കിൽ ഓർഡർ ആണ്, ബാക്ക്ഡ് ബൈ സാങ്ഷൻ. പിന്നെ അയാൾ പറഞ്ഞു ദർ ആർ എ വെറൈറ്റി ഓഫ് ലോസ്. ആ വെറൈറ്റി ഓഫ് ലോസിലാണ് അയാൾ ഒരുപാട് ലോസിനെ പറ്റി പറയുന്നുണ്ട്. ആ ലോസ് ഒന്നും ഈ ഓസ്റ്റിന്റെ കമാൻഡ് തിയറി ഓഫ് ലോയിലേക്ക് ഫിറ്റ് ചെയ്യുന്നില്ല. പിന്നെ അയാൾ ഈ സോവറീൻ ആൻഡ് സബ്ജക്റ്റിനെ അയാൾ അറ്റാക്ക് ചെയ്തു. ഓസ്റ്റിന്റെ തിയറിയുടെ പ്രത്യേകതയാണ് സോവറീനും സബ്ജക്റ്റും. ഇതിപ്പോ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഹെഡിങ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഹെഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. മനസ്സിലായില്ല? അതാണ് ആദ്യം ആ സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സോവറിൻ ഇസ് എ പേഴ്സൺ ഓർ എ ഡിറ്റർമിനേറ്റ് ബോഡി. മനസ്സിലായില്ലേ? മറ്റവർക്ക് എങ്ങനെയുള്ള ആ സബ്ജക്റ്റിന് ഒരു ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ് ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയില്ലേ? അങ്ങനെ പതുക്കെ പതുക്കെ അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ സോവറിനും ഈ സബ്ജക്റ്റിനും ഹാബിറ്റ് ഓഫ് ഒബീഡിയൻസിനും ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അങ്ങനെ ആദ്യത്തെ 4 ചാപ്റ്ററിൽ ഇയാൾ ഓസ്റ്റിനെ അങ്ങോട്ട് അടിച്ച് നിലംപരിശാക്കി. നിങ്ങളുടെ തിയറിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അയാൾ ഓസ്റ്റിനെ ഇല്ലാതാക്കി. ഇനി അയാളുടെ തിയറി പ്രപ്പോസ് ചെയ്തു. അയാൾ പറഞ്ഞു ലോ ആസ് ദ യൂണിയൻ ഓഫ് പ്രൈമറി റൂൾസ് ആൻഡ് സെക്കൻഡറി റൂൾസ്. ഓക്കെ, അപ്പൊ ലോ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ആണ്, ഒരു പ്രൈമറി റൂൾസിന്റെയും സെക്കൻഡറി റൂൾസിന്റെയും യൂണിയൻ. നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. ഡീറ്റെയിൽ ആയിട്ട് HLA ഹാർട്ടിനെ പിന്നെ വേണ്ട. അതെ അല്ല, പക്ഷെ അനലിറ്റിക്കൽ നാളെ നമുക്ക് എസ്സേ വരും. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, അതെ അനലിറ്റിക്കൽ നാളെ എന്തായാലും എസ്സേ വരും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കാം എന്താ ചെയ്യാ, നമ്മള് സോവറിൻ സബ്ജക്റ്റ് എന്നൊക്കെ മറക്കാം തൽക്കാലത്തേക്ക്. അതല്ല, സോവറിൻ ആണോ സബ്ജക്റ്റ് ആണോ കമാൻഡ് ആണോ എന്നൊക്കെ. അതെ, ഓക്കെ. അപ്പം ഇയാൾ പറഞ്ഞു ഒരു പ്രൈമറി സെറ്റ് ഓഫ് റൂൾസും ഉണ്ട്, ഒരു സെക്കൻഡറി സെറ്റ് ഓഫ് റൂൾസും ഉണ്ട്. അയാൾ പറഞ്ഞു ഇതിന്റെ ഒരു യൂണിയൻ ആയിരിക്കണം. ഇപ്പൊ പ്രൈമറി സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയപ്പോ അതിന് പറയാ, പ്രൈമറി സെറ്റ് ഓഫ് റൂൾസിന് അയാൾ പറഞ്ഞു ഒരു ലീഗൽ സിസ്റ്റത്തിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കണം എന്നാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് പ്രൈമറി സെറ്റ് ഓഫ് റൂൾസ് മാത്രം ഉണ്ടെങ്കിൽ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രൈമറി സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുന്നത്, ഇത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഞാൻ എങ്ങനെയത് പറയാ. ഓക്കെ, അപ്പൊ ഓസ്റ്റിന്റെ ഇത് പ്രകാരം ഓസ്റ്റിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാവുന്ന എന്താണ്, ഇങ്ങനെ എഴുതുക: ഡ്യൂട്ടി ഇമ്പോസിംഗ് റൂൾസ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നൗ ദർ ആർ സം അതർ റൂൾസ് കോൾഡ് പവർ കൺഫറിംഗ് റൂൾസ്. ഓക്കെ, ഈ പവർ കൺഫറിംഗ് റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓസ്റ്റിന്റെ ഇതിന് പറ്റില്ല. മനസ്സിലായില്ല? ദർ ആർ സം ഡ്യൂട്ടി ഇമ്പോസിംഗ്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പൊ പൊടി എടുത്തുകൊണ്ട് വരാൻ പറയാം, അയാൾ നിങ്ങൾക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട് അത് എടുത്തുകൊണ്ട് വരിക എന്നുള്ളത്. അത് ഓസ്റ്റിന്റെ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചില റൈറ്റ്സ് ഉണ്ട്, വേറെ ചില പവറുകളുണ്ട്, അധികാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വില്ല് എഴുതി വെക്കാനുള്ള പവർ, ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള പവർ, ഈ പവർ കൺഫറിംഗ് റൂൾസ് ഒന്നും ഓസ്റ്റിന്റെ ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ലീഗൽ സിസ്റ്റത്തില് ഹാർട്ട് പറഞ്ഞത് പ്രൈമറി റൂൾസും ഉണ്ടായിരിക്കണം, സെക്കൻഡറി റൂൾസും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ പ്രൈമറി റൂൾസ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഈ പ്രൈമറി റൂൾസ് എന്ന് പറയുന്നത്, ഇപ്പം ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാർ, ഇപ്പം നമുക്ക് ഇതിനൊരു ഫുട്ബോൾ ഗെയിം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു ഫുട്ബോൾ ഗെയിം നടക്കുകയാണ്. ആ ഫുട്ബോൾ ഗെയിമിൽ എങ്ങനെയാണ് ആർക്കൊക്കെ ഫുട്ബോൾ കിക്ക് ചെയ്യണം? യു ക്യാൻ ഓൺലി കിക്ക് ദ ബോൾ. മനസ്സിലായില്ലേ? യു ക്യാൻ ഓൺലി കിക്ക് ദ ബോൾ. അപ്പം ഈ റൂൾസ് എന്ന് പറയുന്നത് എവ്രിബഡി ഫീൽസ് ഓബ്ലിഗേറ്ററി ടു ഫോളോ ദ റൂൾസ്. അതാണ് പ്രൈമറി റൂൾസ് എന്ന് പറഞ്ഞാൽ. അവർക്കത് അതായത് ഇപ്പൊ നമ്മൾ ഫുട്ബോൾ മാച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് ഫുട്ബോൾ തൊടരുത്. അപ്പൊ ഇവരെല്ലാവരും തമ്മിൽ അവർക്ക് അറിയാം ഇതിന്റെ അകത്ത് അതൊരു റൂളാണ്, ആ ഗെയിമിന്റെ ഒരു റൂളാണ്, എല്ലാവർക്കും അറിയാം. എല്ലാവരും അതൊരു ഒബ്ലിഗേറ്ററി ആയിട്ട് എടുക്കുകയാണ്.
but not be obliged. ഇതാണ് അയാൾ യൂസ് ചെയ്ത വേർഡ്. അതായത് അവർക്ക് അങ്ങനെ ഒരു അവർ ഒബ്ലൈജ്ഡ് ആണെന്ന് അവർ തോന്നുന്നില്ല, പക്ഷെ അവർക്ക് അത് ഒബ്ലിഗേറ്ററി ആണെന്ന് അവർ തോന്നുന്നു. എന്താണ് അതിൻ്റെ അകത്ത് ഉള്ള വ്യത്യാസം? അത് മനസ്സിലാവുന്നുണ്ടോ? ടു ബി ഒബ്ലൈജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് അവിടെ ഒരു മറ്റേ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അതൊരു ഡ്യൂട്ടി ആയിട്ട് ഫീൽ ചെയ്യാണ്. ടു ബി ഒബ്ലൈജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സാങ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത്? കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തു, അതാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവും. The rules of the game are primary rules, secondary rules. നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കൂ. The existence of a primary rule will create an obligation for him or her to behave in a certain way. അതായത് നിങ്ങൾക്കൊരു ഒബ്ലിഗേഷൻ ഫീൽ ചെയ്യാണ്, അല്ല പക്ഷെ നിങ്ങളുടെ മുകളിൽ അതിൻ്റെ ഒരു സാങ്ഷൻ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അതായത് ഒരു സൊസൈറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചിട്ടുള്ള ചില റൂൾസ്, അതാണ് പ്രൈമറി റൂൾസ്. ഇനി ഈ സെക്കൻഡറി റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് എബൌട്ട് റൂൾസ് ആണ്. റൂൾസ് എബൌട്ട് റൂൾസ്, അതായത് റൂൾസ് ഫോർ റൂൾസ്. ഇതാണ് റൂൾസ് എബൌട്ട് റൂൾസ്. അപ്പം ഈ പ്രൈമറി ഞാൻ പറഞ്ഞില്ല, ഒരു കുറെ ആൾക്കാർ തമ്മിൽ ഫുട്ബോൾ കളിക്കുന്നു, അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൂ വിൽ റിസോൾവ് ഇറ്റ്? അപ്പൊ അതിന് ആ റൂൾസിനെ പറ്റി വേറൊരു റൂൾസ് ഉണ്ട്, അതാണ് സെക്കൻഡറി റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഇതിങ്ങനെ പറയാം. പ്രൈമറി റൂൾസ് എന്ന് പറയുന്നത് ഇപ്പം സാധാരണ ആയിട്ടുള്ള ആക്ട്സിനെ എല്ലാം പ്രൈമറി ആക്ട്സിന് എടുക്കാം. ആ ആക്ടുകൾക്കെല്ലാം മുകളിൽ ഒരു ആക്ട് ഉണ്ട്, അതാണ് ഈ റൂൾസിനെ പറ്റി എന്തെങ്കിലും ഒരു തർക്കം വരിക എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹയർ ഇതിന്റെ അടുത്തേക്ക് പോകും. അതിനെ നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. റൂൾസ് അബൌട്ട് റൂൾസ്. ഇവര് താഴത്തെ ഈ പ്രൈമറി റൂൾസ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡറി റൂൾസിലേക്ക് പോകും. അപ്പൊ ഒരു ലീഗൽ സിസ്റ്റത്തിൽ പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ ആ റൂൾസിനെ റൂൾസ് അബൌട്ട് റൂൾസ് കൊണ്ട് വേറൊരു സാധനം, ഒരു സെക്കൻഡറി റൂൾസ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റം ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ഇനി ഒരു സിസ്റ്റത്തിൽ പ്രൈമറി, എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത്, കാരണം അങ്ങനെ മനസ്സിലാവുകയില്ല. അത് തൽക്കാലം നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചോളൂ. പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും രണ്ടും ഉണ്ടായിരിക്കണം. സെക്കൻഡറി റൂൾസ് എന്ന് പറഞ്ഞാൽ റൂൾസ് അബൌട്ട് റൂൾസ് ആണ്, റൂൾസിന്റെ മുകളിലുള്ള റൂൾസ്. പ്രൈമറി റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ഫീൽ ആൻ ഒബ്ലിഗേഷൻ, അവർക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഒബ്ലൈജ്ഡ്. ഒബ്ലൈജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഞാൻ ഒരു കാര്യം കിട്ടും. നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ ഗെയിം കളിക്കുകയാണ്, അതിൻ്റെ അകത്ത് ഒരു 12 ആൾക്കാരുണ്ടെന്ന് വെക്കുക, അവർക്കറിയാം വാട്ട് ആർ ദ റൂൾസ് ഓഫ് ദ ഗെയിം. ദേ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദർ ഒബ്ലിഗേഷൻ ടു ഡു ഇറ്റ്. മനസ്സിലായില്ല? അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇപ്പൊ നിങ്ങളൊരു പ്രൈമറി റൂൾ എന്ന് പറഞ്ഞാൽ ഒരാൾ നിങ്ങളുടെ അടുത്തൊരു സാധനം എടുത്തുകൊണ്ട് വരിക, ചോക്ക് എടുത്തുകൊണ്ട് വരാൻ പറയാം, അല്ലെങ്കിൽ പൊടി എടുത്തുകൊണ്ട് വരാൻ പറയാം, യു ഇമ്മീഡിയറ്റ്ലി ഫീൽ ദാറ്റ് ഒരു ഒബ്ലിഗേഷൻ ടു ഡു ഇറ്റ്, അത് എന്റെ ഡ്യൂട്ടിയാണ്, നിങ്ങളത് ചെയ്യാൻ പോകുന്നു. പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല. ഇഫ് യു ഫീൽ ദാറ്റ് ടു ബി ഒബ്ലൈജ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഞെട്ടിച്ചാലേ ഞാൻ ചെയ്യുള്ളൂ എന്ന്. അതാണ് ടു ബി ഒബ്ലൈജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടു ബി ഒബ്ലൈജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ ഞെട്ടിക്കണം, നിങ്ങളൊന്ന് പേടിപ്പിക്കണം, അല്ലാതെ അതർവൈസ് യു ഫീൽ ദാറ്റ് ഇറ്റ്സ് മൈ ഒബ്ലിഗേഷൻ. അതാണ് പ്രൈമറി റൂൾ. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ക്ലാസ്സിലുള്ള എല്ലാവരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒരു ഒബ്ലിഗേഷൻ ആണെന്ന് വിചാരിച്ച് അവർ ജീവിക്കുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക, അതിന് ഡീഫെക്ട്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ലീഗൽ സിസ്റ്റത്തിൽ പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഡീഫെക്ട്സ് ഉണ്ടാവും. ഡീഫെക്ട്സിൽ ഒന്നാണ് അൺസർട്ടനിറ്റി. ഓക്കെ, ചിലപ്പം ഈ റൂൾസ് തമ്മിൽ പ്രശ്നം വരും. അതായത് ഇപ്പം ഈ ഫുട്ബോൾ ഗെയിം തന്നെ എടുക്കുക, ചില റൂൾസ് തമ്മിൽ ഈ അൺസർട്ടനിറ്റി അബൌട്ട് വാട്ട് ദ ലോ ഈസ്. എന്ത് ചെയ്യും അപ്പം? അൺസർട്ടനിറ്റി അബൌട്ട് വാട്ട് ദ ലോ ഈസ്. ഓക്കെ, ഇതാണ് ഒരു ഡിഫെക്റ്റ്. രണ്ടാമത്തെ ഡിഫെക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്നെസ്. അതായത് സ്റ്റാറ്റിക് ആണ്, ഇത് ചേഞ്ച് ചെയ്യില്ല, ചേഞ്ച് വെരി സ്ലോലി. ഇത് ഡിഫെക്ട്സ് ആണ്. മൂന്നാമത്തേതാണ് ഇതിൻ്റെ അകത്ത് ഇൻഎഫിഷ്യൻസി. അതായത് ഇതിൻ്റെ അകത്ത് ഡിസ്പ്യൂട്ട്സ് വന്നാൽ ഹൗ ടു റിസോൾവ്.
ഓക്കെ, പറഞ്ഞ ഒരു ടൈം ഒരുപാടായി. അതായത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മൂവ് പോവാം. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ ഞാൻ ഈ എഴുതിയ 3 സിസ്റ്റം ഡിഫക്ട്സ് ഉണ്ടല്ലോ, ഒരു ലീഗൽ സിസ്റ്റത്തിൽ ഹാർട്ട് പറയാണ് പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് 3 തരത്തിലുള്ള ഡിഫക്ട്സ് ഉണ്ടാവും. ഒന്ന് അൺസർട്ടനിറ്റി, അതായത് ഈ പ്രൈമറി റൂൾസിന്റെ ഇടയ്ക്ക് ഏതാണ് ലോ എന്നുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ആര് റിസോൾവ് ചെയ്യും? അത് റിസോൾവ് ചെയ്യാൻ ഉള്ള സാധനമാണ് റൂൾ ഓഫ് റെക്കഗ്നിഷൻ. ഓക്കെ, ഈ ഡിഫക്റ്റ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതാണ് റൂൾ ഓഫ് റെക്കഗ്നിഷൻ. ഓക്കെ, ടു റെക്കഗ്നൈസ് വിച്ച് റൂൾസ് ആർ റൂൾസ്. അതായത് ഒരു അൺസർട്ടനിറ്റി വന്നു, ഇതിൽ എന്താണ് ലോ, വിച്ച് ഓഫ് ദ റൂൾസ് ആർ, ആ അൺസർട്ടനിറ്റി ഏതാണ് നിയമം എന്നൊരു അൺസർട്ടനിറ്റി വരുമ്പോൾ അതിനെ റിസോൾവ് ചെയ്യാൻ അതിന്റെ റെമഡി ആയിട്ട് ഒരു റൂൾ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അത് സെക്കൻഡറി റൂൾസിൽ വരുന്നതാണ്. അപ്പൊ ഒരു റൂൾ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെക്കഗ്നൈസ് വിച്ച് റൂൾസ് ആർ റൂൾസ് അബൌട്ട് റൂൾസ്, അതാണ് ഇത്. പിന്നെ സ്റ്റാറ്റിക്നെസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്നെസ്സിനെ റെമഡി ചെയ്യാൻ വേണ്ടി റൂൾസ് ഓഫ് ചേഞ്ച്. റൂൾസ് ഓഫ് ചേഞ്ച്. ഓക്കെ, സോ ദി റൂൾസ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ഓഫ് ചേഞ്ചിന്റെ അവിടെ നിങ്ങൾ എഴുതണം ഇറ്റ് ഈസ് എ പവർ കൺഫറിംഗ് റൂൾ. ഇറ്റ് ഈസ് എ പവർ കൺഫറിംഗ് റൂൾ. സ്റ്റാറ്റിക്നെസ് മാറ്റാണ്. അപ്പം ഒരു ലീഗൽ സിസ്റ്റത്തിൽ പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കും. അതായത് അത് ചേഞ്ച് ചെയ്യാൻ മടിക്കുന്നു. ചേഞ്ച് ചെയ്യും, ബട്ട് ഇറ്റ് ചേഞ്ചസ് വെരി സ്ലോലി. ഓക്കെ, അപ്പം അതിന് എന്ത് ചെയ്യുക, റൂൾസ് ഓഫ് ചേഞ്ച്, സെക്കൻഡറി റൂൾസ് ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവം നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡറി റൂൾസിലുള്ള റൂൾസ് ഓഫ് ചേഞ്ച് വെച്ചിട്ട് നമുക്ക് ആ പ്രൈമറി റൂൾസിന്റെ സ്റ്റാറ്റിക് ആയിട്ടുള്ളതിനെ നമുക്ക് പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഇനി ഇൻഎഫിഷ്യൻസി വന്ന ഇപ്പം പ്രൈമറി റൂൾസ്, ഈ പ്രൈമറി റൂൾസിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി, അവർ രണ്ടുപേരും തമ്മിൽ ആ സൊസൈറ്റിയിൽ പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ, അതിൽ എന്തോ ഒരു ഡിസ്പ്യൂട്ട് വന്നു രണ്ട് റൂൾസ് തമ്മിൽ, എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു റെമഡി ഉണ്ട്, റൂൾ ഓഫ് അഡ്ജുഡിക്കേഷൻ. റൂൾ ഓഫ് അഡ്ജുഡിക്കേഷൻ. ഓക്കെ, റൂൾ ഓഫ് അഡ്ജുഡിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒരു ലീഗൽ സിസ്റ്റത്തില് ഹാർട്ട് പറഞ്ഞത് ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് പ്രൈമറി റൂൾസ് ആൻഡ് സെക്കൻഡറി റൂൾസ്. അങ്ങനെയാണ് അയാളുടെ ബുക്കിന്റെ ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഹെഡിങ് തന്നെ ഉണ്ടോ, ദ ഫൗണ്ടേഷൻ ഓഫ് ദ ലോ ആസ് എ യൂണിയൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി റൂൾസ്. നിയമം എന്ന് പറയുന്നത് പ്രൈമറി റൂൾസ് പ്ലസ് സെക്കൻഡറി റൂൾസ് ആണ്. ഇനി ഇതാണ് അയാൾ ആ ഐഡിയ ഓഫ് ഒബ്ലിഗേഷൻ ആണ് കൊണ്ടുവരുന്നത്. ഐഡിയ ഓഫ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാൾ അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഒരു ലീഗൽ സിസ്റ്റം ഉണ്ടെന്ന് വെക്കുക. ആ ലീഗൽ സിസ്റ്റം പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക. ലെറ്റ് us ഫോർ ദ ടൈം ബീങ് അസ്യൂം ദാറ്റ് there are no secondary rules. പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ ആ സൊസൈറ്റിയിൽ. അപ്പൊ ആ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂൾസിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അതായത് ഏതെങ്കിലും ഒരു റൂള് അത് നിയമമാണോ എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. ആ നിയമം ഒരു നിയമമാണോ? ആരോട് ചോദിക്കും? ഇത് മെയിൻ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ റിലീജിയൻ എടുത്താൽ മതി. റിലീജിയൻ എടുത്താൽ നിങ്ങൾക്ക് വളരെ ക്ലീൻ ആയിട്ട് മനസ്സിലാവും. ഈ റിലീജിയൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ പ്രൈമറി റൂൾസ് മാത്രമുള്ള ഒരു സാധനമാണ്. അതായത് ഇപ്പോൾ നമ്മൾ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരാളാന്ന് വെക്കുക, നമ്മൾ ഒരു ബുക്ക് എടുക്കുകയാണ്, ആ റിലീജിയസ് ടെക്സ്റ്റ് എടുക്കുക, അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി, ഒരു സംശയം വന്ന് ആരോടാ ചോദിക്കുക? See, that is the biggest problem. There is uncertainty about what the rule is. അപ്പം ഒരു ലീഗൽ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ there is a secondary rule. അതായത് നമുക്ക് വലിയൊരു വേറൊരു ബോഡി ഇരിക്കുന്നുണ്ട്, ആ ബോഡിയോട് പോയി ചോദിക്കാം. See, അതിനെയാണ് റൂൾ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. ആ ബോഡി, ആ റൂൾസ് എന്തിനുള്ള റൂൾസ് ആണ്? ദാറ്റ് വിൽ റെക്കഗ്നൈസ്. അതാണ് റൂൾ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു റെക്കഗ്നൈസ് വിച്ച് റൂൾസ് ഓഫ് ദ റൂൾസ്. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ചില റൂൾസ് ഉണ്ട്, അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോ ശരിയാണ്. അപ്പൊ നിങ്ങൾ ലീഗൽ സെറ്റിംഗിൽ പ്രൈമറി റൂൾസിനെ സാധാരണ ആക്ടുകളും സെക്കൻഡറി റൂൾസിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് കാണണം. ഓക്കെ, അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഇപ്പൊ ഞാൻ അഡൾട്ടറി ഒരു പ്രശ്നമാണോ? എനിക്കൊരു പ്രശ്നമുണ്ട്, ഈ അഡൾട്ടറി ശരിയാണോ അല്ലയോ? I am very uncertain about whether this is a right law or not. അപ്പോൾ നമ്മൾ ആരോട് ചോദിക്കും? So now we will go to secondary rules. You please recognize whether this rule is a proper rule. അത് റൂൾ ആണോ?
അപ്പോൾ പറയും നോ ദിസ് റൂൾ ഇസ് നോട്ട് അത് ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യുന്നു, അത് അവരുടെ സെക്ഷൽ ഓട്ടോണമിയെ അത് അഫക്ട് ചെയ്യുന്നു, അവരുടെ ബോഡിലി ഓട്ടോണമിയെ അഫക്ട് ചെയ്യുന്നു, സോ ദിസ് റൂൾ ഇസ് നോട്ട് എ ഗുഡ് റൂൾ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹയർ ഇതിനെ, അപ്പം ഒരു പ്രൈമറി റൂൾസ് മാത്രം പോരാ, ഒരു സെക്കൻഡറി റൂൾസും കൂടെ വേണം. നേരെ മറിച്ച് നമ്മൾ റിലീജിയൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈമറി സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ദർ ഇസ് നോ സെക്കൻഡറി റൂൾ. നമുക്ക് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്ത് വായിക്കുക, അതിൻ്റെ അകത്ത് ഒരു ലോസ് ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? ആരോട് ചോദിക്കാനും പറ്റില്ല. കാരണം ദർ ഇസ് നോ സെക്കൻഡറി. അവർ പറയുന്നത് അതാണ് എൻ്റെ എന്നാണ് പറയുന്നത്, ഇനി നിങ്ങൾ അങ്ങോട്ട് ചോദിക്കരുതെന്നാണ് പറയുന്നത്. ഇതങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ദർ ഇസ് നോ സെക്കൻഡറി റൂൾ. ഈ സെക്കൻഡ് ഇത് എടുത്ത് നോക്കൂ, സ്റ്റാറ്റിക്നെസ്. സ്റ്റാറ്റിക്നെസ് എന്താ പ്രശ്നം? ഇപ്പൊ നമുക്കൊരു പ്രൈമറി, ഇപ്പൊ ഒരു ലീഗൽ സിസ്റ്റം എടുക്കുക, ലീഗൽ സിസ്റ്റത്തിൽ പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക. അപ്പൊ ഇവിടെ സെക്കൻഡറി റൂൾ ഇല്ലെന്ന് വെക്കുക, പ്രൈമറി റൂൾസ് മാത്രം. അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്, ആ റൂളിന് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആ റൂൾ സ്റ്റാറ്റിക് ആയി പോകും. ഒരു ലീഗൽ സിസ്റ്റത്തിൽ, ഒരു സൊസൈറ്റിയിൽ ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട്, ആ ലീഗൽ സിസ്റ്റത്തിൽ പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സ്റ്റാറ്റിക് ആണ്, അത് ഒരിക്കലും ചേഞ്ച് ചെയ്യുമായിരിക്കും, ബട്ട് ഇറ്റ് ചേഞ്ചസ് വെരി സ്ലോലി. ഇപ്പൊ കാരണം എന്താ, ബെസ്റ്റ് എക്സാമ്പിൾ പറയാം, പണ്ട് കാലത്ത് പെൺകുട്ടികൾ പാൻറ് ഇടാറില്ലായിരുന്നു, അവരെല്ലാവരും ചുരിദാറും സൽവാർ കമ്മീസും സാരിയും ഒക്കെ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇതാണ് പ്രൈമറി റൂൾസ് എന്ന് വെക്കുക. അപ്പം ഇപ്പം എറ്റിക്കറ്റ്, അതാണ് ഡ്രസ്സിങ് എറ്റിക്കറ്റ്. അപ്പൊ ഒരു പെൺകുട്ടി ഇങ്ങനെ എന്താ ഒക്കെ പാൻറ് ഇട്ടുകൊണ്ട് വന്നു. അപ്പം എന്ത് പറ്റും? എന്താ അവിടെ പറ്റുക? അവിടെ പറ്റുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടീനെ എല്ലാവരും കൂടെ എന്ത് ചെയ്യും? അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവരെ എല്ലാവരും കൂടെ സിവിയർലി പനിഷ് ചെയ്യിക്കാൻ നോക്കും, അല്ലെ? സിവിയർലി പനിഷ് ചെയ്യിക്കാൻ നോക്കും. ഇത് എന്തിനാ നീ മാത്രം എന്തിനാ അങ്ങനെ പാൻറ് ഇട്ടിട്ട് വരുന്നത്? ഓക്കെ. പിന്നീട് അതെന്ത് ചെയ്യും? ആൾക്കാരത് സ്ലോലി അവരത് ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ലേ? പ്രൈമറി റൂൾസ് മാത്രമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു ദിവസം ഒരു പാൻറ് ഇട്ടിട്ട് വന്നു ഒരു പെൺകുട്ടി, അവൾ പിറ്റേ ദിവസം അതേമാതിരി പാൻറ് ഇട്ടിട്ട് വന്നു. പിന്നെ അവളെ കണ്ടുകൊണ്ട് വേറെ കുറച്ച് പെൺകുട്ടികളും കൂടെ പാൻറ് ഇടാൻ തുടങ്ങി. അപ്പൊ എന്ത് പറ്റും? സ്ലോലി ആൾക്കാർ ഇത് ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് എന്ത് പറ്റും? ആദ്യം സിവിയർലി ആ കുട്ടിയെ പനിഷ് ചെയ്യും, സിവിയർലി പനിഷ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവരത് ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങും. കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ഗോസ് കംപ്ലീറ്റ്ലി അൺനോട്ടീസ്ഡ്. അതാണ് ഹാർട്ട് പറയുന്നത്. ഈ 3 സ്റ്റേജസ് അയാൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അയാൾ ഏതൊരു കാര്യമാണെങ്കിലും ഒരു പ്രൈമറി റൂൾസ് മാത്രമുള്ള ഒരു സിസ്റ്റത്തിൽ, ഒരു സൊസൈറ്റിയിൽ ആ റൂൾസിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അയാൾ പറഞ്ഞത്, സ്റ്റാറ്റിക് ആണത്. ഒരു പെൺകുട്ടിക്ക് പാൻറ് ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പാൻറ് ഇടാൻ പറ്റില്ല. ഇനി മാറില്ലേ? മാറും. ഇറ്റ് ഓഫ് കോഴ്സ് ഇറ്റ് ചേഞ്ചസ് വെരി സ്ലോലി. അപ്പൊ ആ കുട്ടി ആദ്യം സിവിയർ ആയിട്ട് പനിഷ് ചെയ്യും, പിന്നീട് അത് പതുക്കെ ആൾക്കാർ ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങും, പിന്നീട് ഇറ്റ് ഗോസ് അൺനോട്ടീസ്ഡ്. ഓക്കെ. ഇത് പ്രൈമറി റൂൾസ് മാത്രമുള്ള സിസ്റ്റം ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? ഇറ്റ് മേ ടേക്ക് ജനറേഷൻസ്. ഈ ആദ്യം സിവിയർലി പനിഷ്ഡ് പിന്നെ ടോളറേറ്റ് ചെയ്യാന്ന് പറയും, ഇത് തമ്മിലുള്ള ഗ്യാപ്പ് 2 ദിവസമല്ല, ചിലപ്പം ഒരു 100 ജനറേഷൻസ് ആയിരിക്കും, ചിലപ്പം 100 വർഷമായിരിക്കും പ്രൈമറി റൂൾസ് മാത്രം ഉണ്ടെങ്കിൽ. അപ്പം നമുക്കൊരു സെക്കൻഡറി റൂൾ വേണമെന്നാണ് ആർട്ട് പറയുന്നത്. അപ്പൊ സെക്കൻഡറി റൂൾ എന്താ? വി ഹാവ് ടു ബ്രിങ് ഇൻ എ ലോ. അപ്പൊ അതിനാണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പൊ നമ്മൾ സെക്കൻഡറി റൂൾസിന്റെ അടുത്തേക്ക് പോകും. ദി എക്സിസ്റ്റിംഗ് ലോസ് വി ഹാവ് ടു ചേഞ്ച്. ദാറ്റ് ഈസ് കോൾഡ് റൂൾസ് ഓഫ് ചേഞ്ച്. അതാരാ റൂൾസ് ഓഫ് ചേഞ്ച് ചെയ്യുന്നത്? ദാറ്റ് ഈസ് കോൾഡ് പവർ കൺഫറിംഗ് റൂൾസ്. അപ്പൊ നമ്മൾ പാർലമെന്റിൽ പോകും, പാർലമെന്റിൽ പോയിട്ട് നമ്മളത് മാറ്റിയെടുക്കും. അപ്പൊ എന്ത് പറ്റും? ഇപ്പൊ ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറാൻ പറ്റുമോ? ഓഫ് കോഴ്സ് അതൊരു സ്റ്റാറ്റിക്. സപ്പോസ് പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റത്തിന് വിട്ടുകൊടുക്കുക, മാറുമായിരിക്കും ഒരു 10,000 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ. പക്ഷെ നമുക്കിപ്പോ ഒരു എന്താ പറയാ, നമുക്ക് സെക്കൻഡറി റൂൾസ് കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കോടതി പോകും. കോടതി പോയിട്ട് പറയും റൈറ്റ് ഈക്വാലിറ്റി വയലേറ്റ് ചെയ്ത. അപ്പം ഒരു പവർ കൺഫറിംഗ് റൂൾ ഉണ്ട്. അപ്പൊ കോടതി പറയും നിങ്ങൾക്കില്ല അവിടെ പെണ്ണുങ്ങൾക്ക് കയറാം. അപ്പൊ പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും. അപ്പം ആ ഒരു എന്താ പറയാ, 100 വർഷം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ആക്സിലറേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പം സ്റ്റാറ്റിക് പ്രൈമറി റൂൾസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് ആയിരിക്കും. ഇപ്പൊ പെണ്ണുങ്ങൾക്കുള്ള റൈറ്റ്സ് തന്നെ വരുമോ? ഇത് സ്റ്റാറ്റിക് ആയി പോവില്ലേ പ്രൈമറി റൂൾസ് മാത്രം? പക്ഷെ അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടി അതിന്റെ ഡിഫക്റ്റ് മാറ്റുന്നത് റൂൾസ് ഓഫ് ചേഞ്ച് വഴി. അതിന് നമുക്ക് പവർ കൺഫറിങ്. ഇവിടെയാണ് ശരിക്കും ലെജിസ്ലേച്ചറിന്റെ ആ പ്രശ്നം ഇത് വരുന്നത്. ഇത് റൂൾസ് ഓഫ് റെക്കഗ്നീഷൻ. ഇത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഇനി തേർഡ്, ഇൻഎഫിഷ്യൻസി. ഇപ്പൊ ഒരു ലീഗൽ സിസ്റ്റത്തിൽ നമുക്ക് കുറെ ആൾക്കാരുണ്ട്, അതിൻ്റെ അകത്ത് അവർ തമ്മിൽ റൂൾസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നു, 2 പേര് തമ്മിലൊരു ഡിസ്പ്യൂട്ട് വന്നു, ഇത് തന്നെ അങ്ങ് സോൾവ് ആവുമോ? ഇനി ആയാൽ തന്നെ അത് ഹൗ ഇൻഎഫിഷ്യന്റ് ഇറ്റ് വിൽ ബി. അപ്പൊ നമുക്ക് എന്ത് വേണം? ആ ഡിഫക്റ്റിനെ ഇതാക്കാൻ വേണ്ടി റൂൾ ഓഫ് അഡ്ജൂഡിക്കേഷൻ വേണം. നമുക്ക് കോടതി വേണം.
അപ്പൊ നമ്മൾ കോടതിയിൽ പോയിട്ട് നമ്മളത് അഡ്ജൂഡിക്കേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ കോടതിയിൽ പോകും, നമ്മൾ തമ്മിൽ ഇങ്ങനെ പ്രൈമറി റൂൾസ് ഫോളോ ചെയ്യുന്ന ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, കോടതിയിൽ പോകുന്നു, കോടതി അത് സെറ്റിൽ ചെയ്ത് വിടുന്നു. അപ്പം പ്രൈമറി റൂൾസ് പ്ലസ് സെക്കൻഡറി റൂൾസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് വളരെ ചുരുക്കിയതാണ്. ഒരു പുസ്തകം മുഴുവൻ 10 മിനിറ്റിൽ ചുരുക്കിയതാണ്. അത് മനസ്സിലാവില്ല. എന്നാലും എക്സാമിന് നിങ്ങൾക്ക് എഴുതാൻ ഇത്ര എഴുതുക. ലോ ഇസ് എ യൂണിയൻ ഓഫ് പ്രൈമറി റൂൾസ് ആൻഡ് സെക്കൻഡറി റൂൾസ്. ഒരു ലീഗൽ സിസ്റ്റത്തിൽ പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും ഉണ്ടായിരിക്കണം. സപ്പോസ് ഒരു ലീഗൽ സിസ്റ്റത്തിൽ പ്രൈമറി റൂൾസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിന് 3 ഡിഫക്ട്സ് ഉണ്ടാവും. ഒന്ന്, അൺസർട്ടനിറ്റി. പ്രൈമറി റൂൾസിന്റെ ഉള്ളിൽ ഏതാണ് റൂൾ എന്നുള്ളൊരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടുപോയി. അപ്പൊ നമുക്കൊരു സെക്കൻഡറി റൂൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് മറികടക്കുന്നത്? റൂൾ ഓഫ് റെക്കഗ്നിഷൻ വെച്ചിട്ട്. ഈ റൂൾ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെക്കഗ്നൈസ് വിച്ച് റൂൾസ് ആർ റൂൾസ്, റൂൾസ് അബൌട്ട് റൂൾസ്. അതാണ് സെക്കൻഡറി റൂൾ. ഇനി രണ്ടാമത്തെ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ആയിരിക്കും. അതിൻ്റെ അകത്ത് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പ്രൈമറി റൂൾസ് ഉണ്ടെങ്കിൽ കാലം കൊണ്ട് മാറുന്നതായിട്ടുള്ള ആ ഒരു കാലത്തിൻ്റെതായിട്ടുള്ള ഒരു ടൈം എടുക്കും. അതേസമയം നമുക്ക് ആ റൂൾസ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ചേഞ്ച് നമുക്ക് ആ ഒരു ബോഡി, ഒരു സെക്കൻഡറി റൂൾസ്, അതിന് കുറച്ച് പവർ കൺഫർ ചെയ്ത് കൊടുക്കുക, പവർ കൺഫറിങ് റൂൾ. അപ്പോൾ ഈ സ്റ്റാറ്റിക്നെസ് എന്നുള്ളത് മാറ്റിയെടുക്കാൻ പറ്റും. മൂന്നാമത്തത് ഇൻഎഫിഷ്യൻസി. രണ്ടുപേരും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരു അഡ്ജൂഡിക്കേറ്റ്. അപ്പോൾ ഒരു റൂൾ ഓഫ് അഡ്ജൂഡിക്കേഷൻ. അപ്പം അൺസർട്ടനിറ്റി, റൂൾ ഓഫ് റെക്കഗ്നിഷൻ. സ്റ്റാറ്റിക്നെസ്സിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾ ഓഫ് ചേഞ്ച്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവർ തന്നെ നിൽക്കുക, അതിനെ ചേഞ്ച് ചെയ്യിക്കണ്ടേ, അതിനുവേണ്ടി റൂൾ ഓഫ് ചേഞ്ച്. അത് സെക്കൻഡറി റൂൾസിൽ വരും. ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ അത് ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. അതിന് നമുക്ക് ഒരു റൂൾസ് ഓഫ് അഡ്ജൂഡിക്കേഷൻ കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ഈ പച്ച കളറിൽ എഴുതിയ 3 സാധനം ഉണ്ടല്ലോ, റൂൾ ഓഫ് റെക്കഗ്നിഷൻ, റൂൾ ഓഫ് ചേഞ്ച്, റൂൾ ഓഫ് അഡ്ജൂഡിക്കേഷൻ. ഇതൊക്കെ സെക്കൻഡറി റൂൾസിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇതിനെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി റൂൾസ് എന്നാൽ നമ്മുടെ സാധാരണ ബെയർ ആക്ടുകളൊക്കെ കാണുക, റൂൾ ഓഫ് റെക്കഗ്നിഷനെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കാണുക, റൂൾ ഓഫ് ചേഞ്ചിനെ പാർലമെന്റ് ആയിട്ട് കാണുക, റൂൾ ഓഫ് അഡ്ജൂഡിക്കേഷനെ കോടതിയായിട്ട് കാണാം. നിങ്ങൾക്ക് ആ ലീഗൽ സിസ്റ്റം പിടികിട്ടുന്നുണ്ടോ? ഇതാണ് ഒരു ലീഗൽ സിസ്റ്റം. അപ്പൊ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നിയമം പഠിച്ചതിന്റെ ശേഷം അല്ല ജൂറിസ്പ്രുഡൻസ് പഠിക്കേണ്ടത്. ജൂറിസ്പ്രുഡൻസ് പഠിച്ചതിന്റെ ശേഷമാണ് നിയമങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല കോളേജസിലെല്ലാം ജൂറിസ്പ്രുഡൻസ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നത്. കാരണം ജൂറിസ്പ്രുഡൻസ് പഠിച്ചു കഴിയുമ്പോഴേ നമ്മൾ എന്തിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ തിയറീസ് പഠിക്കണം. കാരണം ഈ തിയറീസിന്റെ മുകളിലാണ് ഇതെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബെയർ ആക്ടുകളായിട്ട് നിങ്ങൾ കാണുക. സെക്കൻഡറി റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോട് ചോദിക്കും? നമുക്കൊരു ഹയർ റൂൾ വേണം, റൂൾ ഓഫ് റെക്കഗ്നിഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു സുപ്രീം അതോറിറ്റിയെ നിങ്ങൾ മനസ്സിൽ കാണാം. ഇത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് പാർലമെന്റ് അല്ല, കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആധാരമാക്കിയിട്ട് റൂൾസ് അബൌട്ട് റൂൾസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റൂൾസ് അബൌട്ട് റൂൾസ്. എല്ലാ ഇപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട്, ഈ സംഭവങ്ങളുടെ എല്ലാറ്റിന്റെയും റൂൾസ് ആണ് അതാണ് റൂൾ ഓഫ് റെക്കഗ്നിഷൻ. ടു റെക്കഗ്നൈസ് ഓൾ റൂൾസ് അബൌട്ട് അതർ റൂൾസ്. സെക്കൻഡ്, പ്രൈമറി റൂൾസ് മാത്രം ഉണ്ടെങ്കിൽ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അപ്പം അല്ലേ, നമ്മൾ കുറെ ആക്ടുകൾ എഴുതി വെച്ചു, ഇത് മാറാതെ ഇങ്ങനെ കിടക്കും. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ റൂൾസ് ഓഫ് ചേഞ്ച് വേണം. അതാണ് നമ്മൾ പാർലമെന്റ് പുതിയ ബില്ലുകൾ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ വിമൻ റിസർവേഷൻ ബില്ല് അവതരിപ്പിച്ചു, അത് പാർലമെന്റ് അല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ വിമൻ തന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറി വരുമായിരിക്കും. ചിലപ്പോൾ ഒരു കുറേ കാലം കഴിയുമ്പോൾ തന്നെ വിമനും കൂടെ പാർലമെന്റിലേക്ക് കയറി വരുമായിരിക്കും. നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യും? ആ സ്റ്റാറ്റിക് സിസ്റ്റത്തിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് റൂൾ ഓഫ് ചേഞ്ച് വേണം, ഒരു പാർലമെന്റ് വേണം, പവർ കൺഫറിംഗ് റൂൾ. അപ്പൊ നമ്മളൊരു ബില്ല് അങ്ങ് പാർലമെന്റിൽ അവതരിപ്പിക്കണം, 33% പെണ്ണുങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് സെക്കൻഡറി റൂളാണ് റൂൾ ഓഫ് ചേഞ്ച്. തേർഡ്, ഇൻഎഫിഷ്യൻസി, ഒരു ഡിസ്പ്യൂട്ട് വന്നു, കോടതിയുണ്ട്, നമുക്ക് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട്, എന്താ ചെയ്യുക? നമ്മൾ നേരെ കോടതിയിൽ പോയിട്ട് അത് അഡ്ജൂഡിക്കേറ്റ് ചെയ്തെടുക്കും. ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇങ്ങനെ അടികൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കീവേഡ്സ് ഓർത്തിരിക്കുക. പ്രൈമറി റൂൾ, സെക്കൻഡറി റൂൾ, അതിന്റെ യൂണിയൻ ആണ് ലീഗൽ സിസ്റ്റം. പ്രൈമറി റൂൾ മാത്രമേ ഉള്ളൂ എങ്കിൽ there are 3 defects: uncertainty as to what law is, പിന്നെ സ്റ്റാറ്റിക്നെസ്, ആൻഡ് തേർഡ് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിലുള്ള ഇൻഎഫിഷ്യൻസി. ഇതിനെ നമ്മൾ ഈ ഡെഫിഷ്യൻസീസ്, ഈ ഡിഫക്ട്സിനെ നമ്മൾ അതിന്റെ റെമഡീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസർട്ടനിറ്റിയെ റെമഡി ചെയ്യാൻ വേണ്ടി റൂൾ ഓഫ് റെക്കഗ്നിഷൻ, അത് സെക്കൻഡറി റൂളാണ്. സ്റ്റാറ്റിക്നെസ്സിനെ റെമഡി ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസ് ഓഫ് ചേഞ്ച്, അതിനെയാണ് പവർ കൺഫറിംഗ് റൂൾസ് എന്ന് പറയുന്നത്, അത് സെക്കൻഡറി റൂളാണ്. തേർഡ്, ഇൻഎഫിഷ്യൻസി. ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേണ്ടി നമുക്ക് അഡ്ജൂഡിക്കേറ്റ്, റൂൾസ് ഓഫ് അഡ്ജൂഡിക്കേഷൻ സെക്കൻഡറി റൂളാണ്. തൽക്കാലം ഇപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി HLA ആർട്ടിനെ പറ്റി. ഇത്രയും നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ എനഫ്. അപ്പൊ പോസിറ്റീവ് സ്കൂൾ കഴിഞ്ഞു. ഓക്കെ.
ഇതിന്റെ അകത്ത് എന്തൊക്കെ സംശയമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? പറയൂ. നെഹല ഉറങ്ങിയോ? മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? പ്രഭീത, എല്ലാരും ഉറങ്ങിയാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാരും ചിലപ്പോ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. ശരി. സൈഡിൽ വെച്ച് ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ആ ആ അതെ അതെ അല്ല അതൊന്നുകൂടെ പറയും. എന്താ അതൊന്നുകൂടെ പറയും. ആ ഓക്കെ, അത് ക്ലീൻ. ആ അയ്യോ, അങ്ങനെ പറയൂ. ഉം ആ ആദ്യം അൺസർട്ടൺ ആയിരിക്കും. ഏതാണ് റൂൾ എന്നുള്ളതിനെ പറ്റി ഒരു അൺസർട്ടനിറ്റി വരും. അതെ. പവർ ചേഞ്ചിങ്, റൂൾ ഓഫ് ചേഞ്ച് കൊണ്ട് അതെ. ആ അഡ്ജുഡിക്കേഷൻ, കോടതി ഓർത്താൽ മതി. അഡ്ജുഡിക്കേഷൻ ആണല്ലോ കോടതിയുടെ. അപ്പൊ ഇത് മൂന്നുമാണ്, ഇങ്ങനെയാണ് ആ ഡിഫക്ട്സിനെ കവർ ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞല്ലോ. പിന്നെ അപ്പൊ നമ്മുടെ പോസിറ്റിവിസ്റ്റിക് സ്കൂൾ ഇത് ഇവിടെയും തീരുന്നില്ല. ഇനി അടുത്തതാണ് റൊണാൾഡ് ഡോർക്കിൻ, പിന്നെ കെൽസൺസ് തിയറി എന്ന് പറഞ്ഞിട്ട് അടുത്തത് വേറെ തിയറീസ് ഒക്കെ ഉണ്ട്. റൊണാൾഡ് ഡോർക്കിൻ HLA ആർട്ടിനെ അറ്റാക്ക് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഓസ്റ്റിൻ പറഞ്ഞു ലോ ഇസ് എ സെറ്റ് ഓഫ് കമാൻഡ്, ഹാർട്ട് പറഞ്ഞു ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് റൂൾസ്. ഈ റൂളും കമാൻഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അവിടെയാണ് ആ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഒബ്ലൈജ്ഡ്, യു ആർ ഒബ്ലൈജ്ഡ്, അത് സാങ്ഷൻ ആണ്. പക്ഷെ റൂൾസ് എന്ന് പറയുമ്പോൾ അതൊരു ഒബ്ലിഗേഷൻ ആണ്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്ക് തോന്നുന്നത് അത് എന്റെ ഡ്യൂട്ടിയാണ്, അത് ചെയ്തേ പറ്റൂ. അതാണ്. അപ്പൊ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്. പക്ഷെ ഡൊണാൾഡ് ഡോർക്കിൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഈ പറഞ്ഞ റൂൾസ് മാത്രം പോരാ, വി നീഡ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓൾസോ. നിങ്ങളുടെ ഈ തിയറി വെച്ചിട്ട് വേറെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും മാത്രം വെച്ചുകൊണ്ട് ഇപ്പൊ ഒരു ജഡ്ജിന്റെ മുന്നിൽ കേസ് വന്നു കഴിഞ്ഞാൽ അയാൾ നോക്കും ഇത് പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസിലൊക്കെ ഉള്ളതാണോ എന്ന്. അപ്പം ഈ റൂൾസ് മാത്രം പോരാ, ചില തത്വങ്ങൾ, ചില പ്രിൻസിപ്പിൾസ് കൂടെ വേണം അവർക്ക് ഈ ഒരു ഫുൾ ലീഗൽ സിസ്റ്റം ആവണമെന്നുണ്ടെങ്കിൽ. ആ പ്രിൻസിപ്പിൾസ് എന്താണെന്നൊക്കെ ഉള്ളതാണ് പിന്നീട് ഇപ്പം ഡു ജഡ്ജസ് മേക്ക് ലോ. അപ്പം അവർക്ക് ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഡൊണാൾഡ് ഡോർക്കിൻ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ബ്ലാക്ക് ലെറ്റർ ലോ എന്നാണ് അയാൾ പറയുന്നത്. ബ്ലാക്ക് ലെറ്റർ ലോ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചല്ലേ ശരിക്കും ജഡ്ജിമാർ അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത്. നിയമം ഉണ്ടെങ്കിൽ ആ നിയമം ഇന്റർപ്രറ്റ് ചെയ്യുക, ബ്ലാക്ക് ലെറ്റർ ലോ. പക്ഷെ അങ്ങനെ ബ്ലാക്ക് ലെറ്റർ ലോ പോരാ, നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസും കൂടെ ഈ ലീഗൽ സിസ്റ്റത്തിൽ വേണം. അങ്ങനെ ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ വിശാഖ ജഡ്ജ്മെന്റ് കേസ്, ഇപ്പൊ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്. അന്ന് നിയമമില്ല, ഒരു പെണ്ണിനെ സെക്ഷലി ഹറാസ് ചെയ്യണം, ആ പെണ്ണ് കോടതിയിൽ പോവാന്ന് വെക്കുക. പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ലെജിസ്ലേഷൻ പോലും ഇല്ല അന്ന്. അപ്പൊ ജഡ്ജി എന്ത് ചെയ്യും? ജഡ്ജിക്ക് വെറുതെ ഇല്ലല്ലോ, നിയമമല്ല, നിങ്ങൾ വീട്ടിൽ പോക്കോന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ജഡ്ജിക്ക് അവർക്ക് ചില പ്രിൻസിപ്പിൾസ് അപ്പൊ അവിടെ ഒരു ജഡ്ജി ഈസ് മേക്കിംഗ് എ ലോ, അതുവരെ ഇല്ലാത്തൊരു സാധനം അയാൾ കുറച്ച് ഗൈഡ് ലൈൻസ് അയാൾ ഫോർമുലേറ്റ് ചെയ്യണം. സ്ത്രീകൾ വർക്ക് പ്ലേസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിരിക്കണം. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് 2012 ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നിയമം തന്നെ വരുന്നത്. അപ്പൊ ആക്ച്വലി അവിടെ ജഡ്ജ് കുറെ പ്രിൻസിപ്പിൾസ് ആണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്, വെറുതെ കുറെ ആക്ടിന്റെ മുകളിലോ. ആക്ച്വലി ദർ ജഡ്ജസ് മെയ്ഡ് എ ലോ. അപ്പം അയാളൊരു ഗൈഡ് ലൈൻസ് കൊടുത്തു, അതിനനുസരിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്തൊക്കെ ലെജിസ്ലേഷൻ പിന്നീട് നിയമം ഉണ്ടാക്കി. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ജഡ്ജസിന് കുറെ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിൽ അവർക്ക് ടു സം എക്സ്റ്റെന്റ് ദേ ക്യാൻ മേക്ക് ലോസ് ടു ഫിൽ ദ ഗ്യാപ്സ്. അല്ലാതെ ഒരു അഗ്രീവ്ഡ് പാർട്ടി അവിടെ ചെല്ലുകയാണ്. അപ്പൊ ഒരിക്കലും ജഡ്ജിക്ക് റൂളില്ല, അതിനുള്ള ലോസ് ഒന്നുമില്ല, റൂൾ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ വെറുതെ വിടാൻ പറ്റില്ല. അപ്പൊ അതിനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പ്രിൻസിപ്പിൾസ് കൂടെ ഇതിന്റെ അകത്തേക്ക് ലീഗൽ സിസ്റ്റത്തിലേക്ക് വരണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളുടെയും പിന്നിൽ തിയറീസ് ഉണ്ട്, ലീഗൽ തിയറീസ് ഉണ്ട്. ആ തിയറീസിന്റെ അല്ലാതെ ദിസ് ഹാസ് നോട്ട് കം ഫ്രം വാക്വം, ഇല്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലാത്തതിൽ നിന്ന് വന്ന സംഭവം ഒന്നും അല്ല.
മനസ്സിലായില്ലേ? ഇനി നമ്മൾ ശരിക്കും നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന റിലീജിയൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രൈമറി റൂൾസ് മാത്രമുള്ള ഒരു സംഭവമാണ് ഈ റിലീജിയൻ എന്ന് പറയുന്നത്. അൺസർട്ടൺ ആണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ആരോടും ദർ ഇസ് നോ റൂൾ ഓഫ് റെക്കഗ്നീഷൻ, ദർ ഇസ് നോ ഹയർ അതോറിറ്റി. പിന്നെ സ്റ്റാറ്റിക് ആണ്, അത് ഒരിക്കലും മാറില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാലം മാറുന്നതിനനുസരിച്ച് മതം മാറില്ല. മതം എന്നാണോ എഴുതി വെച്ചാൽ ആ കാലത്തിന് സൂട്ട് ചെയ്താൽ നിൽക്കുന്നത്. ദർ ഇസ് നോ റൂൾ ഓഫ് ചേഞ്ച്. പിന്നെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് അതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല, തല്ലിച്ചാവുക. അത് തന്നെ, ദാറ്റ് ഇസ് ദ ഓൺലി അഡ്ജുഡിക്കേഷൻ. കാരണം ആരും ഇതിനൊന്നും അഡ്ജുഡിക്കേറ്റ് ചെയ്യില്ല. അപ്പം ആക്ച്വലി ദാറ്റ് ഇസ് എ സിസ്റ്റം വിത്ത് ഓൺലി പ്രൈമറി റൂൾ. അവിടെ റൂൾ ഓഫ് റെക്കഗ്നീഷൻ ഇല്ല, റൂൾ ഓഫ് ചേഞ്ച് ഇല്ല, റൂൾ ഓഫ് അഡ്ജുഡിക്കേഷൻ ഇല്ല. പിന്നെ നമ്മൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലവനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അവനൊക്കെ കള്ളന്മാരുമായിരിക്കും. അപ്പോൾ അവർ നമ്മളെ പറ്റിക്കുകയും ചെയ്യും. അവരൊന്നും ഓതറൈസ്ഡ് ആയിട്ടുള്ള സെക്കൻഡറി റൂൾസിലുള്ളവരല്ല. അപ്പൊ അതൊരു ലീഗൽ സിസ്റ്റം അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ലീഗലൈസ് ചെയ്ത് പോകണം എന്നൊക്കെ. ഇതിപ്പം ഹിന്ദു മാരേജ് ആക്ട് ഒക്കെ എഴുതുന്ന സമയത്ത് വലിയ ഇഷ്യൂ ആയിരുന്നു അത്. മിതാക്ഷര ലോ, ദയാഭാഗ ലോ. അംബേദ്കർ ഭയങ്കരമായിട്ട് അതിനെ എതിർത്തു. നമ്മൾ ഈ മിതാക്ഷരയും ദയാഭാഗയും ഒന്നും ഫോളോ ചെയ്യരുത്, ലെജിസ്ലേച്ചേഴ്സ് ഇരിക്കുക, യൂണിഫൈഡ് ആയിട്ട് ഹിന്ദുസിന് കോഡ് ഉണ്ടാക്കുക. അങ്ങനെയാണ് ഹിന്ദു മാരേജ് ആക്ടും ഹിന്ദു സക്സഷൻ ആക്ടും ഹിന്ദു അഡോപ്ഷൻ മെയിൻ്റനൻസ് ആക്ടും എല്ലാം ലെജിസ്ലേഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു കോഡ് അവിടെ വന്നു. ഈ റിലീജിയൻ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി നിർത്തി അതാവുമ്പോൾ ഡിബേറ്റ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാലോ പിന്നീട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്കൂളിലേക്ക് പോവാം. അടുത്ത സ്കൂൾ ഏതാണ്? ഇനി നിങ്ങൾക്ക് ഏതാ വേണ്ടച്ചാ പറഞ്ഞത്. നാച്ചുറൽ ലോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. എന്താണ്, സോക്രട്ടീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സോക്രട്ടീസ് നിങ്ങൾ ആരും നോക്കാത്തത് സോഷ്യോളജിക്കൽ സ്കൂളല്ലേ. അപ്പം ഈ പോസിറ്റിവിസ്റ്റ് സ്കൂൾ നാളെ എസ് വരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇനി നമുക്ക് മറ്റേ ഹിസ്റ്റോറിക്കൽ സ്കൂൾ എടുത്താലോ? നിങ്ങളൊരു ശരി കഴിക്കുക കേട്ടോ. പിന്നെ നെഹലക്ക് നിങ്ങൾക്ക് എന്തേ കഴിക്കണോ? നെഹലക്കും നിങ്ങൾക്കൊക്കെ കഴിച്ചോളൂ. ഓക്കെ, അപ്പൊ ഹിസ്റ്റോറിക്കൽ സ്കൂള് എന്ന് പറയുന്ന സംഭവം, ഹിസ്റ്റോറിക്കലിനേക്കാൾ ഞാൻ പറയട്ടെ, സോഷ്യോളജിക്കൽ പറയട്ടെ. സോഷ്യോളജിക്കൽ ഇവർ ആരും പഠിച്ചിട്ടില്ല. നെഹലയും പഠിച്ചിട്ടില്ല, പ്രഭിതയും പഠിച്ചിട്ടില്ല. ഇത് കുറച്ചും കൂടി ഇത് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ സോഷ്യോളജിക്കൽ പറയാന്ന് പറയുന്നത്. നമുക്ക് നാളെ എന്തായാലും ഇത് രണ്ടും ഇട്ടല്ലേ പറ്റുള്ളൂ. 4 ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ. 4 സ്കൂളേ ഉള്ളൂ, 3 ക്വസ്റ്റ്യൻ ഇടണം. അപ്പൊ 2 എണ്ണം എനിക്ക് തോന്നുന്നത് വെച്ചാൽ നാച്ചുറലും അനലറ്റിക്കലും കൂടെ മറ്റേ ഇതിൽ വരും. നമുക്ക് സോഷ്യോളജിക്കൽ നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കേസ് ലോസ് പറയും. അപ്പൊ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ എഴുതി നിറയ്ക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഈ സോഷ്യോളജിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത്, സോഷ്യോളജിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് ലോ ഒരു സോഷ്യൽ ഫിനോമിനൻ ആണ്. ഓക്കെ, ലോ ഒരു സോഷ്യൽ ഫിനോമിനൻ ആണ് ആദ്യത്തെ പോയിന്റ്. പിന്നെ ലോ എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് എ ടൂൾ ഫോർ സോഷ്യൽ ചേഞ്ച്. ഇത് നമ്മൾ ഇവിടെ കോളേജിൽ വന്ന് അന്ന് പോലും കേൾക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ്, വലിയ വലിയ വേർഡ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ടൂൾ ഫോർ സോഷ്യൽ ചേഞ്ച്. ഓക്കെ, പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ബാലൻസിങ് the conflicting interests in society. ഓക്കെ, ഇത് ആക്ച്വലി ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരൊക്കെയാ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റും കൂടെ കോൺഫ്ലിക്റ്റ് ചെയ്യും. ഓക്കെ, ഇത് മൂന്നും എഴുതി വയ്ക്കുക. അതായത് ലോ ഇസ് എ സോഷ്യൽ ഫിനോമിനൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ സോഷ്യൽ ചേഞ്ച്. സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ലോ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൂൾ. പിന്നെ ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിന്റെ ഇൻട്രസ്റ്റും സോഷ്യൽ ഇൻട്രസ്റ്റും നമ്മൾ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് വരും. എന്റെ താല്പര്യം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് ആയിട്ട് കോൺഫ്ലിക്റ്റ് വരും. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു ഇത്. ഇനി നമുക്ക് ഇതിന്റെ ആൾക്കാരുടെ പേര് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം. ഇനി ആദ്യം മനസ്സിലാക്കേണ്ടത് സോഷ്യോളജിസ്റ്റ് സ്കൂൾ അല്ലെങ്കിൽ കൂടെ സോഷ്യോളജിയുടെ ഫാദർ, സോഷ്യോളജിസ്റ്റ് സ്കൂൾ അല്ല, സോഷ്യോളജിയുടെ ഫാദർ ആയിട്ട്
കാണുന്നത് ഓഗസ്റ്റ് കോംറ്റെ ആണ്. ഓഗസ്റ്റ് കോംറ്റെ. ഓക്കെ, സോഷ്യോളജിയുടെ ഫാദർ ആണ്. ഇനി സോഷ്യോളജിക്കൽ സ്കൂളിന്റെ ചീഫ് എക്സ്പോണന്റ് ആരാന്നറിയോ? സോഷ്യോളജിക്കൽ സ്കൂളിന്റെ ചീഫ് എക്സ്പോണന്റ് ആരാ? റോസ്കോ പോണ്ട്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സോഷ്യോളജിയുടെ ഫാദർ ഓഗസ്റ്റ് കോംറ്റെ ആണെങ്കിലും സോഷ്യോളജിക്കൽ സ്കൂളിന്റെ ചീഫ് എക്സ്പോണന്റ് റോസ്കോ പോണ്ട് ആണ്. അപ്പം റോസ്കോ പോണ്ട് പറഞ്ഞത്, അയാൾ പറയുമ്പോൾ നിങ്ങൾ സോഷ്യൽ ഇതിൻ്റെ അകത്ത് ഒരു ഇയാളാണ് ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഈ വേർഡും കുറെ തള്ളുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, റോസ്കോ പോണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഇത്രയും മനസ്സിലായല്ലോ. സോഷ്യോളജിക്കൽ സ്കൂളിന്റെ ചീഫ് എക്സ്പോണന്റ് റോസ്കോ പോണ്ടാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൊസൈറ്റിയിൽ നമ്മൾ പറഞ്ഞു, കോൺഫ്ലിക്റ്റിനെ പറ്റി പറഞ്ഞു, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും സോഷ്യൽ ഇൻട്രസ്റ്റും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ നമുക്ക് മിനിമം ഫ്രിക്ഷനിലൂടെ മാക്സിമം ഹാപ്പിനെസ്, ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ കിട്ടിയല്ലോ. സോഷ്യോളജിക്കൽ സ്കൂൾ ചീഫ് എക്സ്പോണന്റ് റോസ്കോ പോണ്ട്, അയാളാണ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഹാപ്പിനെസ്, മിനിമം ഫ്രിക്ഷൻ. എവിടെ? ഇവർ തമ്മിൽ, അതായത് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും സൊസൈറ്റിയുടെ സോഷ്യൽ ഇൻട്രസ്റ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത, അപ്പൊ ഈ റോസ്കോ പോണ്ടിന്റെ കാര്യം കഴിഞ്ഞില്ലേ, ഇനി അടുത്തത് ഡ്യൂഗിറ്റ്. DUGUIT. ഇയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പറഞ്ഞു ലോ ഇസ് എ ടൂൾ ഫോർ എൻഹാൻസിങ്. ഇവരെല്ലാം സോഷ്യോളജിക്കൽ ആളല്ലേ, ഫോർ എൻഹാൻസിങ് സോഷ്യൽ. ഇവിടെ എന്തായിരുന്നു? സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഇവിടെ സോഷ്യൽ സോളിഡാരിറ്റി. അതായത് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. സോ ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഓൺ വൺ അനദർ. ഇതാണ് ഡ്യൂഗിറ്റ് പറഞ്ഞത്. അതായത് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ സോളിഡാരിറ്റി എൻഹാൻസ് ചെയ്യിക്കാനുള്ള ഒരു ടൂളാണ്. റോസ്കോ പോണ്ട് പറഞ്ഞു അയാളുടെ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് കോൺസെപ്റ്റ് ഓഫ് ടൂൾ ഫോർ എൻഹാൻസിങ് സോളിഡാരിറ്റി. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് മൂന്നാമത്തെ പേര്. ഇവരുടെയൊക്കെ വേണമെങ്കിൽ ഇത് എഴുതാം കേട്ടോ. ഇയാളൊരു ഫ്രഞ്ച് ജൂറിസ്റ്റ് ആയിരുന്നു, ഡ്യൂഗിറ്റ്. ഇയാൾ റോസ്കോ പോണ്ട് അമേരിക്കൻ ജൂറിസ്റ്റ് ആയിരുന്നു. ആണ്. ഈ പേരും ഇതൊക്കെ കണ്ടാൽ മതി എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ? ഓക്കെ, എന്തൊരു ആത്മാർത്ഥതയെന്ന് നോക്കണേ. റോസ്കോ പോണ്ട് അമേരിക്കൻ ജൂറിസ്റ്റ്, ഡ്യൂഗിറ്റ് ഫ്രഞ്ച് ജൂറിസ്റ്റ്. മൂന്നാമത്തെ ആളാരാ? എഹ്ൽറിച്ച്. മനസ്സിലായോ? എഹ്ൽറിച്ച്. ഇയാൾ ഓസ്ട്രിയൻ ആണ്, ഓസ്ട്രിയൻ ലീഗൽ സ്കോളർ ആണ്. ഇയാൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ലിവിങ് ലോ. ഇത് ഇമ്പോർട്ടന്റ്, ലിവിങ് ലോ. ഓക്കെ, അപ്പം ഇയാൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് മാൻ ഓൾവേസ്, EHLRICH, എഹ്ൽറിച്ച്. റിച്ച് എന്നുള്ള നമ്മുടെ റിച്ച്, RICH. അതിന്റെ മുൻപ് EHL, എഹ്ൽറിച്ച്. ഓക്കെ, അയാൾ ഒരു ബുക്ക് എഴുതി, ലിവിങ് ലോ. അയാൾ പറയുന്നത് മാൻ ഓൾവേസ് ലിവ്സ് ഇൻ അസോസിയേഷൻ. അപ്പൊ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ ടൂൾ ഫോർ സോഷ്യൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇയാൾ ഇതിൻ്റെ അകത്തും അതന്നെയാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, മറ്റേ റോസ്കോ പോണ്ട് പറഞ്ഞാണ്. അപ്പൊ എൽറിച്ചിന്റെ പേര് എഴുതിയിട്ട് ലിവിങ് ലോ എന്നുള്ളൊരു ബുക്ക് എഴുതിയെന്ന് എഴുതുക. പിന്നെ അയാൾ എഴുതിയിരിക്കുന്നത് ലോ എന്ന് പറയുന്നത് ഹിയർ ഈസ് ടു സാറ്റിസ്ഫൈ
To satisfy individual and social wants. Individual and social wants. ആഗ്രഹങ്ങൾ സാധിക്കാൻ മാൻ ഇൻ അസോസിയേഷൻ. ഇപ്പൊ ലിവിങ് ലോയിൽ അയാൾ പറയുന്നത് മാൻ അസോസിയേഷനിലാണ് ജീവിക്കുന്നത്. അപ്പൊ നിയമം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു സാറ്റിസ്ഫൈ ദർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതും സോഷ്യൽ വോൺസ്. അതാണ് ഹെൽത്ത് റിച്ച്. ഇനി ലാസ്റ്റ് വൺ ഒരാളും കൂടെ ഉണ്ട്, അതാണ് റുഡോൾഫ് വോൺ ജെറിങ്. റുഡോൾഫ് വോൺ ജെറിങ്. ഓക്കെ, ഇതൊരു ജർമ്മൻ സ്കോളറാണ്, റുഡോൾഫ് വോൺ ജെറിങ്. ഇയാൾ പറയുന്നത് സൊസൈറ്റിയുടെ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സൊസൈറ്റിയുടെ നീഡ്സിന് give more importance and which is different from individualistic approach. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പഠിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, എന്താണെന്ന് മനസ്സിലാവുന്നൊന്നുമില്ല. ഇല്ല, സൊസൈറ്റിയുടെ അതായത് കളക്റ്റീവ് ഹാപ്പിനെസ് നോക്കണം എന്നായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. അതായത് എംഫസിസ് ഓൺ നീഡ്സ് ഓഫ് സൊസൈറ്റി വിച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം ഇൻഡിവിജ്വൽസ് അപ്രോച്ച്. എന്തായാലും നിങ്ങൾക്ക് 4 പേര് നിങ്ങൾ എഴുതുക. ഓക്കെ, റുഡോൾഫ് വോൺ ജെറിങ്. അയാൾ പറഞ്ഞു സൊസൈറ്റിയുടെ അത് തന്നെയാണ് അത് തന്നെയാണ് ഈ സൊസൈറ്റി നീഡ്സ് മോർ ഇമ്പോർട്ടൻറ്റ് എന്ന് അയാൾ പറഞ്ഞു. പറഞ്ഞു ഒന്നുകൂടെ പറയൂ. അത് തന്നെയാണ് അത്. ഓക്കെ, സൊസൈറ്റി നീഡ്സ് മോർ ഇമ്പോർട്ടൻസ് വിച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച്. അത് തന്നെയാണ് അയാൾ എന്താ പറയുന്നത്, ഫാദർ ഓഫ് മോഡേൺ ഇയാൾ മോഡേൺ സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസിന്റെ ആളാണ്. ഓക്കെ, എന്തോ ആവട്ടെ. അപ്പൊ നമുക്ക് ഈ 4 പേര് ഓർത്തിരിക്കാം. ഓക്കെ, റോസ്കോ ഫോൺ ഒരിക്കലും മറക്കരുത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. മാക്സിമം ഹാപ്പിനെസ്, മിനിമം പൊല്യൂഷൻ. പിന്നെ ഡിബേറ്റ് സോഷ്യൽ സോളിഡാരിറ്റി. ഓക്കെ, ഇത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. റോസ്കോ ഫോൺ സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഡിഗിറ്റ് സോഷ്യൽ സോളിഡാരിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള, അതായത് സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റർഡിപെൻഡൻസ്, അത് എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ലോ എന്ന് ഡ്യൂഗിറ്റ് പറഞ്ഞു. എൽറിച്ച് പറഞ്ഞ് ആ ബുക്ക് ഓർത്തിരുന്നത് ലിവിങ് ലോ, മാൻ ഇൻ അസോസിയേഷനിലാണ്. അപ്പൊ ലോ ഇസ് ടു സാറ്റിസ്ഫൈ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ വാണ്ട്സ്. റുഡോൾഫ് വോൺ ജെറിങ് വന്നപ്പോഴേക്ക് സൊസൈറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നായി, വിച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം. അതുകൊണ്ടാണ് അയാൾ ഫാദർ ഓഫ് മോഡേൺ സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് എഴുതാനുള്ള മെറ്റീരിയൽ തരാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ലോസ് ആണ്. ഓക്കെ, കേസ് ലോസ്. ഞാൻ ഈ ഫോൺ ഒന്ന് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മിനിറ്റ്. സരള മുദ്ഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലെ ഫാക്ട്സ് എന്ന് പറയും, ഓർമ്മയുണ്ടോ? കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ആദ്യത്തെ കേസ് സരള മുദ്ഗൽ വേഴ്സസ്, കാരണം ഇതൊരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ. അപ്പൊ നിങ്ങൾ ഇനി ഞാൻ പറയുന്ന കേസ് ലോസ് എഴുതി വെക്കുക കേട്ടോ. സരള മുദ്ഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിൽ എന്താ ഉണ്ടായത്? അതായത് ഒരാൾ കല്യാണം കഴിച്ച് അയാൾക്ക് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം മതത്തിലേക്ക് മാറി, മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം ഒരു മാരേജ് ലോ, ഒരു ഫാമിലി, ഒരു പേഴ്സണൽ ലോന്റെ അണ്ടറിൽ കല്യാണം കഴിച്ച ഒരാൾക്ക് വേറൊരു പേഴ്സണൽ ലോയിലുള്ള ഒരാളെ പോലെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ മാരേജ് ഡിവോഴ്സ് ആവുമോ? പിന്നെ സെക്ഷൻ 494 ബിക്കമി മറ്റേ അത് ബഹുഭാര്യത്വം, അത് അട്രാക്ട് ആവുമോ? ഇതായിരുന്നു അടുത്ത ഇഷ്യൂസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് സുപ്രീം കോർട്ട് ഒരു വലിയ, നിങ്ങൾ ഇത് എഴുതിയിട്ട് ഇങ്ങനെയൊക്കെ ഫാക്ട്സ് എഴുതുക കേട്ടോ. എഴുതിയിട്ട് നിങ്ങൾ ആർട്ടിക്കിൾ 142 എഴുതണം ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 142 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത്? സുപ്രീം കോർട്ടിന് റൈറ്റ് കൊടുക്കുകയാണ് ടു കംപ്ലീറ്റ് ജസ്റ്റിസ് ഡെലിവർ ചെയ്യാൻ. അപ്പൊ അതിൻ്റെ അകത്താണ് സുപ്രീം കോർട്ട് ഇതിൻ്റെ അകത്തൊരു തീരുമാനം എടുക്കുന്നത്. അതിൻ്റെ അകത്ത് നിന്നിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞു ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറഞ്ഞു. ഓക്കെ,
ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ സരള മുദ്ഗലിൽ പറഞ്ഞു. അതായത് ഇങ്ങനെ 2 സിവിൽ കോഡ് ഇരിക്കുന്നുണ്ടല്ലേ ആൾക്കാർ ഇങ്ങനെ എന്താ പറയാ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം മതം മാറുന്നത്. അതിനൊരു അപ്പം ആർട്ടിക്കിൾ 142 ടു ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് ഇതൊക്കെ. അപ്പൊ ഇതൊരു സോഷ്യൽ പ്രോബ്ലം ആണത്. അപ്പം അതിനെ സോൾവ് ചെയ്യാം. അപ്പൊ സരള മുദ്ഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഒരു കേസിലോ കിട്ടിയല്ലോ. പോസിറ്റിവിസ്റ്റ് സ്കൂളിൽ നമുക്ക് കേസ് ലോസ് ഒന്നും കിട്ടിയില്ല അല്ലേ? കേസ് ലോസ് വേണം എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, എന്തോ ആവട്ടെ, അപ്പൊ നമ്മൾ എഴുതി കൊടുത്തുള്ളപ്പോ മതി. സരള മുദ്ഗൽ. അപ്പൊ ഇത് കഴിഞ്ഞല്ലോ. ഞാൻ അടുത്തത്, ഇത് നിങ്ങൾ എഴുതിയെടുക്കുന്നില്ലേ? നിങ്ങൾ എഴുതിയെടുക്ക. നാളെ അടുത്ത കേസ് എഴുതിക്കോളൂ. ബന്ധുവ മോർച്ച, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്. ഇതൊക്കെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. ബന്ധുവ മുക്തി മോർച്ച വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സോഷ്യോളജിക്കൽ സംഭവമാണ്. എന്താണ് ഈ ബന്ധുവ മുക്തി മോർച്ച എന്ന് പറയുന്നത്? ബന്ധുവ മുക്തി മോർച്ച അതായത് ഒരു സ്റ്റോൺ ക്വാറി ഉണ്ടല്ലോ, അതൊരു NGO ആണ്. ഈ ബന്ധുവ മുക്തി മോർച്ച എന്ന് പറയുന്ന ഒരു NGO ആണ്. ഈ സ്റ്റോൺ ക്വാറി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ കുറെ സാധാരണ പണിക്കാരുണ്ടല്ലോ, അവരെ വളരെ ഇൻഹ്യൂമൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അവർക്ക് എതിരെ വേണ്ടി അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സുപ്രീം കോർട്ടിൽ പോയതാണ് കുറച്ച് ആൾക്കാർ. അപ്പൊ സുപ്രീം കോർട്ട് ഇതിന്റെ അകത്ത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസി ഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അറിയോ? ലൈസി ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടാതിരിക്കുക. ഇത് ഇക്കണോമിക്സിലുള്ള ഒരു പ്രിൻസിപ്പിൾ. അതായത് ഗവൺമെന്റ് വിൽ നോട്ട് ഇന്റർഫിയർ ഇൻ ദ ബിസിനസ്. അതായത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് ഗവൺമെന്റ് കൺട്രോൾ ഇല്ലാന്ന് ഒരു സംഭവം ഉണ്ട്, ലൈസി ഫെയർ. അപ്പൊ ഇതിന്റെ അകത്ത് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് abandon the laissez-faire approach. Court here abandon. അതായത് നമ്മൾ ഇതിന്റെ അകത്ത് ഇടപെടാതിരിക്കുക എന്നുള്ള ആ ഒരു laissez-faire അപ്രോച്ച് ഇൻ ജുഡീഷ്യൽ പ്രോസസ്സ് അബാൻഡൻ ചെയ്യണം. ഇൻ ജുഡീഷ്യൽ പ്രോസസ് അതായത് ഇത് എന്താ സംഭവം എന്നറിയോ? ഇവര് പ്രോ ആക്റ്റീവായിട്ട് ഇത് എടുക്കാൻ പോവാണ്. അതായത് ഒരു സ്റ്റോൺ ക്വാറീസ് നടക്കുന്നു, അവിടെ കുറെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചില സാധാരണക്കാരുടെ പാവപ്പെട്ട ആൾക്കാരുടെ ഇത് നഷ്ടപ്പെട്ടു പോവാണ്. അപ്പൊ കോടതി ഇതിന്റെ അകത്ത് പറഞ്ഞു കോർട്ട് ഹാസ് ടു ഡിവൈസ് ന്യൂ മെത്തേഡ്സ്. അങ്ങനെ ഡിവൈസ് ചെയ്ത മെത്തേഡ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോർട്ട് ഈ കേസിൽ പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെയൊക്കെ കേസിൽ നമുക്ക് പുതിയ മെത്തേഡ്സ് ഡിവൈസ് ചെയ്യണം. അതായത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ചില ഈ പാറ പൊട്ടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കും. അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ പാവപ്പെട്ട ഒരു പണിയെടുക്കുന്നു, അവരെ വളരെ ഇൻഹ്യൂമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പം അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവിടെ വയലേറ്റ് ചെയ്യാണ്. അവർക്ക് സുപ്രീം കോടതിയിലൊന്നും അവർക്ക് പോവാൻ, നിങ്ങൾക്ക് ഇത് അറിയാം, നിങ്ങളിത് ദിവസവും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റുമോ അവർക്ക് വേണ്ടിയിട്ട്? ഇതിലാണ് ബില്ല് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു സോഷ്യൽ ചേഞ്ചറാ. ഈ ബില്ല് പോവാൻ ഇപ്പോഴല്ല, അന്ന് ബില്ല് ഇല്ലായിരുന്നു. അപ്പൊ ഈ ബന്ധുവ മുക്തി മോർച്ച വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലെ ജസ്റ്റിസ് ഭഗവതി, ജസ്റ്റിസ് VR കൃഷ്ണയ്യ അവർ പറഞ്ഞു വി ഹാവ് ടു ഡിവൈസ് എ ന്യൂ മെത്തഡോളജി. അപ്പൊ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തൊരു സ്റ്റോൺ ക്വാറി എന്തെങ്കിലും നടക്കുന്നുണ്ട്, അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവർക്ക് വേണ്ടി കോടതിയിൽ, അതിനാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. മറ്റേത് അങ്ങനെ ഒരാൾക്ക് വെറുതെ കോടതി കയറി ചെല്ലാൻ പറ്റില്ലായിരുന്നു. കോടതി ചോദിക്കും വാട്ട് ഈസ് ദ ലോക്കൽ സ്റ്റാൻഡ്. അപ്പൊ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അപ്പൊ ഒരു സോഷ്യൽ ചേഞ്ച് അല്ലേ അത് അവരെ കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും ബന്ധുവ മുക്തി മോർച്ച എഴുതിയിട്ട് ഇത് എഴുതുക. മനസ്സിലായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അതിങ്ങനെ സ്റ്റോൺ കാറി നടക്കുക NGO ആണ്, അവർ കോടതി പോയി. അപ്പൊ കോടതി പറഞ്ഞു ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല, കാരണം ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണ്. സോ വി ആർ ഗോയിങ് ടു ഡിവൈസ് എ ന്യൂ മെത്തേഡ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വാസ് ബ്രോട്ട് ഇൻ ടു ദ ലീഗൽ സെറ്റിംഗ് ഒക്കെ എഴുതുക. 2 ആയല്ലോ, സംഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇനി മൂന്നാമത്തതാണ് SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇത് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ ഒരുപാട് ഈ പേരൊക്കെ പഠിച്ചു വെച്ചിട്ട് ഇതാകുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഫാക്ട്സ് ഒക്കെ കിട്ടും. SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയില് ഒരു പുതിയൊരു സംഭവം കൊണ്ടുവന്നു, എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ. എന്താ സംഭവം എന്നറിയോ? എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ അതായത് എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു കേസിൽ അപ്ലൈ ചെയ്തു. എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ ഇവിടെ അപ്ലൈ ചെയ്തു, പിന്നെ വേറെ ഒരു കേസിലും കൂടെ അപ്ലൈ ചെയ്തു. ആ കേസാണ് ഖദീജ ബായി വേഴ്സസ് സൂപ്പറിൻഡിംഗ് എഞ്ചിനീയർ. ഖദീജ ബായി വേഴ്സസ് സൂപ്പറിൻഡിംഗ് എഞ്ചിനീയർ. ഇതിന്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ത്രീയുടെ, ഖദീജ ബായിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഓക്കെ,
അപ്പൊ അവർക്ക് കിട്ടാനുള്ള കുറെ ഹസ്ബൻഡിന്റെ ഗ്രാറ്റുവിറ്റി ഈ തമിഴ്നാട് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് പിടിച്ചു വെച്ചിരിക്കുക. ഇവരുടെ ഹസ്ബൻഡ് മരിച്ചു, അപ്പൊ അതിന്റെ ആ ഗ്രാറ്റുവിറ്റി ഇവർക്ക് കിട്ടുന്നില്ല. ഇവരൊരു വയസ്സായ സ്ത്രീ, ഇവർക്ക് ആരും സഹായിക്കാനൊന്നും ആരുമില്ല, ഇവർക്ക് വക്കീലിനെ വെക്കാൻ പൈസയില്ല. അപ്പൊ അവരൊരു കത്ത് എഴുതി സുപ്രീം കോടതി. സുപ്രീം കോടതി കോർട്ട് ആക്ടഡ് അപ്പോൺ ഇറ്റ്. വെറുതെ ഒരു കത്ത് എഴുതിയിട്ടു. ദാറ്റ് ഈസ് കോൾഡ്. അപ്പൊ അങ്ങനെ വെറുതെ ഒരു കത്ത് എഴുതിയിട്ട് കഴിഞ്ഞാൽ സുപ്രീം കോർട്ടിന് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യാൻ പറ്റും? സുപ്രീം കോർട്ടിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? അങ്ങനെ വന്നതാണ് എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ. അപ്പൊ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, അവർക്ക് ഗ്രാറ്റുവിറ്റി ഒന്നും കിട്ടാനില്ലാതെ, അവർക്ക് ഒരു മാർഗ്ഗമില്ലാതെ അവർ വെറുതെ ഒരു കത്തങ്ങ് എഴുതിയിട്ടപ്പോൾ അപ്പൊ അതൊരു സോഷ്യൽ ഒരു ചേഞ്ച് അല്ലേ അത്. അപ്പം എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ എന്നും പറഞ്ഞിട്ട് സുപ്രീം കോർട്ട് അവരുടെ ഇത് എടുത്തിട്ട് അത് ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യും. അവർക്ക് ആ പൈസ കിട്ടി. ഓക്കെ. അപ്പൊ SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ, ഖദീജ ബായ് വേഴ്സസ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഇതൊക്കെ എഴുതുക. ഓക്കെ. അപ്പൊ 3 ആയല്ലോ. ഇനി 4-മത്തത്. നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും എളുപ്പമുള്ള അടുത്ത് എടുക്കട്ടെ. ഓലിയം ഗ്യാസ് ലീക്ക് കേസ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് എഴുതിക്കോളൂ. ഓലിയം ഗ്യാസ് ലീക്ക് കേസ്, MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സോഷ്യോളജിക്കൽ നിങ്ങൾ നാളെ തകർക്കും, എനിക്കറിയാം. ഓലിയം ഗ്യാസ് ലീക്ക് കേസ്, ശ്രീറാം ഫെർട്ടിലൈസേഴ്സ്. അത് അവിടെ നിന്ന് ആ ഓലിയം ഗ്യാസ് ലീക്ക് ഉണ്ടായി. അപ്പൊ എന്നിട്ട് നിങ്ങൾ എഴുതുക, സ്ട്രിക്ട് ലയബിലിറ്റി ആണ് ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ അത് കോടതി അബ്സല്യൂട്ട് ലയബിലിറ്റി കൊണ്ടുവന്നു. അതൊക്കെ സോഷ്യൽ ചേഞ്ചസിന്റെ ഭാഗമല്ലേ. അപ്പൊ അത് എഴുതുക, ഓലിയം ഗ്യാസ് ലീക്ക്. അടുത്തത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വേഴ്സസ് ചെമ്പകം തരൈ രാജൻ. സ്റ്റേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, കേൾക്കേണ്ടതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചത്. സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വേഴ്സസ് ചെമ്പകം തരൈ രാജൻ. ഇതിൻ്റെ അകത്ത് ഒരു ബ്രാഹ്മിൻസിന് മാത്രം റിസർവേഷൻ കൊടുത്തില്ല. ഇതിൻ്റെ അകത്ത് ബ്രാഹ്മിൻസിനെ മാത്രം മാറ്റി നിർത്തി ബാക്കി എല്ലാവർക്കും റിസർവേഷൻ കൊടുത്തു. ഇത് മദ്രാസ് ചെയ്തെന്തോ പരിപാടി. അപ്പോൾ മദ്രാസിലാണ് ഇത് ഇഷ്യൂ ഉണ്ടായത്. മദ്രാസ് ഗവൺമെന്റ് എന്തോ ആണ് ചെയ്തത്. അപ്പം ഇവര് കോർട്ട് പോയ സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ ഒരു കമ്മ്യൂണിറ്റീനെ, അതായത് അവർ പറഞ്ഞ എന്താണെന്നറിയോ, കോർട്ടിൽ ആർഗ്യൂ ചെയ്തത് ആർട്ടിക്കിൾ 46 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഷാൽ പ്രൊമോട്ട് the welfare of weaker sections, especially SC and ST. അത് പറഞ്ഞു അതിൻ്റെ അകത്ത്. അപ്പം എന്നിട്ട് പറഞ്ഞ് ഇതാണ് ആർട്ടിക്കിൾ 46 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 46 പറയുന്നുണ്ട് പിന്നെ and shall protect them from social injustice and all forms of exploitation. അപ്പോൾ ആർട്ടിക്കിൾ 46 പറയുന്നത് സ്റ്റേറ്റ് ഈ എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആൾക്കാരെ, പെർട്ടിക്കുലർലി SC ST കമ്മ്യൂണിറ്റി പെട്ടവരെ, അവരെ പ്രൊട്ടക്ട് ചെയ്യണം. എന്തിൽ നിന്ന്? ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ആർട്ടിക്കിൾ 46 പറയുന്നുണ്ട്. അപ്പൊ കോർട്ട് പറഞ്ഞു ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ഫോളോ ചെയ്യുന്നതിന് വേണ്ടി വേറൊരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് നമുക്കെടുത്ത് കളയാൻ പറ്റില്ല. കാരണം ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് ഇൻവയലബിൾ. DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവേണൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പബ്ലിക് ലെജിസ്ലേച്ചർ നിയമം കൊണ്ടുവരുമ്പോൾ അവർ മനസ്സിൽ കാണണം ഇതൊരു ഗുഡ് ഗവേണൻസിന് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് ആണ്. ആ ഗൈഡ് ലൈൻസ് എടുത്തുകൊണ്ട് വന്ന് വേറൊരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്, അയാളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷനും മറ്റേ ആ റിസർവേഷനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. അയാൾക്ക് ആ ജോലി സാധ്യത, അപ്പൊ അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ തന്നെ മാറ്റുന്നത് ശരി. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും തമ്മിൽ അവിടെ ഒരു ഇഷ്യൂ വന്നു. ഓക്കെ. അപ്പൊ അതാണ് അത് അപ്പൊ ഇതിനകത്ത് കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DPSP ഫോളോ ചെയ്യുന്നതിന് വേണ്ടി ഫണ്ടമെന്റൽ റൈറ്റ്സിന് മാറ്റാൻ പറ്റില്ല. ഓക്കെ. അത് കോർട്ട് ഈ കേസിലാണ് പറഞ്ഞത്, സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വേഴ്സസ് ചെമ്പകം തരൈ രാജ. പിന്നെ ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു കേസും കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതോടുകൂടി ദാറ്റ് ഈസ് N. ആദിത്യൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. ഇതിൻ്റെ അകത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി. അതായത് ഇതിൻ്റെ അകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ് കുഡ് നോട്ട് ബി അലൗഡ്. അതായത് കാസ്റ്റിന്റെ ബേസിസിൽ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ മാറ്റാൻ പറ്റില്ല. കോർട്ട് reaffirmed that discrimination of any sort amounting to untouchability will not be allowed. ഇതിൻ്റെ അകത്ത് പറഞ്ഞ untouchability, എനിത്തിങ് ദാറ്റ് ഈസ് അമൗണ്ടിങ് ടു അൺടച്ചബിലിറ്റി, അവിടെ അൺടച്ചബിലിറ്റി നടന്നിട്ടില്ല. എനി സോർട്ട് ഓഫ് any amounting to untouchability would not be tolerated. Court reaffirmed that discrimination of any sort, അതാണ് കോർട്ട് പറഞ്ഞത്, discrimination of any sort amounting to
Discrimination of any sort amounting to untouchability cannot be tolerated. അത് പറഞ്ഞത് ഈ കേസിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് ആ 4 പേരുടെ പേരൊന്ന് ഓർത്ത് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. റോസ്കോ പോണ്ട്, സോഷ്യൽ എഞ്ചിനീയറിംഗ്; ഡിഗിറ്റ്, സോഷ്യൽ സോളിഡാരിറ്റി; എൽറിച്ച്, ലിവിങ് ലോ; റുഡോൾഫ് വോൺ ജെറിങ് എന്ന് പറയുന്ന ആള് ഫാദർ ഓഫ് മോഡേൺ സോഷ്യൽ, അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ്. പിന്നെ സരള മുദ്ഗൽ, MC മേത്ത, പിന്നെ എപ്പിസ്റ്റോളറി, കത്ത് എഴുതിയത് എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ, പിന്നെ ചമ്പകം തുരൈരാജ മറ്റേ റിസർവേഷൻ്റെ ഇത്, പിന്നെ സരള മുദ്ഗൽ, പിന്നെ MC ഓരിയൻ കാസ്ലിക്ക് വേണ്ടിയിട്ട് ബന്ധുമോർച്ച. അത് ഒരിക്കലും മറക്കാം, പില്ലിന്റെ സംഭവം അത് ഓർത്താൽ മതി. ആദ്യം സരള മുദ്ഗൽ എഴുതുക, അതിൻ്റെ അത് ആർട്ടിക്കിൾ 142, ആർട്ടിക്കിൾ 44. ആദ്യം യൂണിഫോം സിവിൽ കോഡ് ഓർത്താൽ മതി. സരള മുദ്ഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മതം മാറിയത് എന്തിനു വേണ്ടിയിട്ടാണ്? വേറൊരു പെണ്ണിനെ മുസ്ലിം മതത്തിൽ പോയാൽ കൂടുതൽ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ച് പോയി അപ്പുറത്ത്. പക്ഷെ ആദ്യത്തെ മാരേജ് അങ്ങനെ മതം മാറിയത് കൊണ്ട് ആദ്യത്തെ ഹിന്ദുവില് കല്യാണം കഴിച്ച ആ മാരേജ് ഡിസോൾവ് ആവില്ല എന്ന് കോടതി പറഞ്ഞു. ആ മാരേജ് അവിടെ തന്നെ കിടക്കുകയാണ്. അത് ഓർക്കുക. രണ്ടാമത് ബന്ധു മുക്തി മോർച്ച, പില്ല് ഓർത്താൽ മതി. അതായത് കുറെ ആൾക്കാരുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യാണ്, അവർക്ക് കോടതിയിൽ വരാൻ വയ്യ. അപ്പൊ അവർക്ക് വേണ്ടി വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കോടതിയിൽ ഓൺ ബിഹാഫ് ഓഫ് ദം വന്നിട്ട് റിട്ട് ഫയൽ ചെയ്യാം. റിട്ട് അല്ല, അവർക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാം ഫോർ റെമഡി, അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവർക്ക് മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ദാറ്റ് ഈസ് പിൽ. മൂന്നാമത്തത് എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ ഓർത്ത് വയ്ക്കുക. ഖദീജ ബൈനെ ഓർത്താൽ മതി. അവർക്ക് ഹസ്ബൻഡ് മരിച്ചു, അവർക്ക് ഗ്രാറ്റുവിറ്റി തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇലക്ട്രിസിറ്റി ബോർഡ്. ഇവരൊരു കത്ത് എഴുതി. ആ കത്ത് എഴുതിയത് ഒരു റിട്ടോ വക്കീലോ ഒന്നും വേണ്ടി വന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ. ഒരിയൻ ഗാസ്ലി കേസ്, ശ്രീരാം ഫുഡിൽ സ്ട്രിക്ട് ലയബിലിറ്റി, അബ്സല്യൂട്ട് ലയബിലിറ്റി, MC മേത്ത. സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ചമ്പകം തുരൈരാജ ഒരു ബ്രാഹ്മിൻസിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും റിസർവേഷൻ കൊടുത്തു. അവർ കോടതി പോയി, അവർ പറഞ്ഞു. അപ്പൊ മറ്റൊരു ആർഗ്യൂ ചെയ്തത് ഞങ്ങൾ സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാൻ നോക്കുകയാണ്. കാരണം ആർട്ടിക്കിൾ 46 പറയുന്നുണ്ട് ഈ SC/ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് അവർക്ക് സ്റ്റേറ്റ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അവരുടെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോടതി പറഞ്ഞു ദാറ്റ് ഈസ് DPSP. അത് DPSP ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരാളുടെ FR ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ നിയമം മാറ്റി, അവർ അമെൻഡ് ചെയ്തിട്ട് വേറെ ആഡ് ചെയ്തിട്ട് അവർ ഇത് കോടതി വിധിയെ മറികടന്നു ലെജിസ്ലേച്ചർ. അത് കാര്യം പറയാം. 9 പറയുന്നത് N. ആദിത്യൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത്? ഡിസ്ക്രിമിനേഷൻ ഓഫ് എനി സോർട്ട് ദാറ്റ് അമൗണ്ടിങ് ടു അൺടച്ചബിലിറ്റി കനോട്ട് ബി ടോളറേറ്റഡ് എന്ന് കോടതി പറഞ്ഞു. 9 കേസിലെ സോഷ്യോളജിക്കൽ സ്കൂള് നിങ്ങൾ എഴുതും. ഓക്കെ, ഈ 9 പേര് ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ അടുത്തത് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് ഹിസ്റ്റോറിക്കൽ സ്കൂൾ നോക്കുന്നതല്ലേ നല്ലത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോഷ്യോളജിക്കൽ എന്തൊക്കെ? SP ഗുപ്തയുടെ കേസിലാണ് ഈ എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ ആദ്യമായിട്ട് വരുന്നത്. ഈ എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് SP ഗുപ്തയിലാണ്. മനസ്സിലായോ? അത് ഞാൻ പണ്ടായി ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുമ്പോൾ. SP ഗുപ്ത എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ ആ കേസ് ഇത് വന്നത് കണ്ടോ? ബന്ധുവ മുക്തി മോർച്ച, SP ഗുപ്ത. എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ വരുന്നത് SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഖദീജ ബായി എന്ന് എഴുതുക. എന്നിട്ട് പറയാം ഇൻ SP the court has to innovate new methods and new strategies for the purpose of providing access to justice to large masses of people who are denied freedom. ഇതൊക്കെ പറഞ്ഞു. എപ്പിസ്റ്റോളറി handmaiden of justice ഇത് ഇവരെ എഴുതിയതാണത്. എന്താ who are living in the significance of epistolary jurisdiction in a country like India deliberated upon by the Supreme Court in SP Gupta versus Union of India. അവർക്ക് ഇതിലാണ് ഇത് വന്നത്. അങ്ങനെ ഒരു ജൂറിസ്ഡിക്ഷൻ ആവാം എന്നുള്ളത് SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ വന്നു. അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് മറ്റേ ഖദീജ ബൈൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എഴുതുക. SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ കോടതി പറഞ്ഞു വി ഹാവ് ടു ഡിവൈസ് ന്യൂ മെത്തേഡ്സ് ടു ഹെൽപ്പ് പീപ്പിൾ ഇൻ ഡെസ്റ്റിറ്റ്യൂട്ട് ആൻഡ് പോവർട്ടി. അപ്പം ആർട്ടിക്കിൾ 32 അതെങ്ങനെ അവർ പറഞ്ഞതെന്നറിയോ? അത് നോക്കണം. വെറുതെ നേരത്തെ പറഞ്ഞ മാതിരി ജഡ്ജസ് കനോട്ട് ക്രിയേറ്റ് ജൂറിസ്ഡിക്ഷൻസ് ഫ്രം വാക്വം. ആർട്ടിക്കിൾ 32 നിങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും പ്രിസ്ക്രൈബിങ് ദ പ്രൊസീജിയർ. അതായത് ആർട്ടിക്കിൾ 32 ഒരു സംഭവം ഉണ്ട്, ആ പ്രൊസീജിയർ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാമെന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ. ആർട്ടിക്കിൾ 32 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ജഡ്ജിമാർക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റില്ല. ഇത് നോക്കൂ,
by appropriate proceeding. ഇതിന്റെ മുകളിൽ കയറി പിടിച്ചു. The right to move the Supreme Court by appropriate proceeding for the enforcement of rights conferred by this part is guaranteed. അപ്രോപ്രിയേറ്റ്ലി കയറി വി ആർ കൃഷ്ണയ്യരും ജസ്റ്റിസ് ഭഗവതിയും കൂടെ ഒരാൾക്ക് നിങ്ങൾക്ക് കത്തെഴുതാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നുണ്ട്. വൈ? അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ്. വെദർ ഇറ്റ് ഈസ് എൻ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ്, നമ്മുടെ വലിയേട്ടൻ, നമ്മുടെ മറ്റേ ഗവൺമെന്റ് സാറ് ഭാഷ പറയുകയാണെങ്കിൽ ദേ ഹാവ് ദ റൈറ്റ്, അവർക്ക് അതിനുള്ള ഇതുണ്ട്, അവർക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര റിജിഡ് ആക്കിയിട്ടില്ല. അപ്രോപ്രിയേറ്റ് പ്രൊസീഡിംഗ് എന്ന് പറഞ്ഞാൽ ആ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ്ങിന്റെ അകത്ത് എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ ബാക്കി എല്ലാം അവർ കൊണ്ടുവന്നു. ഓക്കെ, വെറുതെ എങ്ങനെയെങ്കിലും വായി തോന്നി വിളിച്ച് പറയല്ല അവർ ചെയ്ത്, അവരതിനെ ആർഗ്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവര് prescribing the procedure for moving this code for relief under Article 32 and they require various formalities to be gone through. Okay, അത് pro bono publico എന്നുള്ള ഇതിന്റെ അകത്ത് കൊണ്ടുവന്നു. pro bono publico എന്ന് പറഞ്ഞാൽ for the public good, for the public goodന് സുപ്രീം കോർട്ടിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, within the framework of the constitution. അപ്പോൾ അതാണ് SP Gupta vs Union of India. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഇത്രയൊക്കെ കപ്പാസിറ്റി നിങ്ങൾക്ക് ഈ സെമിസ്റ്ററിന്റെ തുടക്കം മുതൽ നിങ്ങൾ ഒരു 3/4 മണിക്കൂർ ഇരിക്കാൻ നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ജൂറിസ്പ്രുഡൻസ് ഒക്കെ മുഴുവനായിട്ട് ഇങ്ങ് പോകുന്നേനെ. നിങ്ങൾ ആരും ആ ഒരു ഗട്ട്സ് കാണിച്ചില്ലല്ലോ. ഇപ്പൊ 12 എത്രയായി? സമയം 10:30 അപ്പോൾ നിങ്ങൾക്ക് സാധിക്കാഞ്ഞിട്ടൊന്നുമല്ല. ഉറങ്ങിയോ? ഓക്കെ, പിന്നെ ഇപ്പൊ ഹിസ്റ്റോറിക്കൽ സ്കൂള് നമുക്ക് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഒരു കണക്കിന് ശർമ്മലേജ് ചെയ്ത ഒരു തെറ്റായി പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതിരുന്നില്ലെങ്കിൽ നാളെ ഒറ്റ എസ്സേ ഉണ്ടാവുള്ളായിരുന്നു. കാരണം അവരത്ര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും നാളെ വരും ഒരു ക്വസ്റ്റ്യന് എഴുതാൻ അവർ പറയും, 10 മാർക്കിന് ഒരു എസ്സേ വരും, എന്തെങ്കിലും എഴുതിക്കോളാൻ പറയും. അത് എഴുതിയിട്ട് എക്സാം നാളെ പേപ്പറും കൊടുത്തിട്ട് അവരങ്ങ് പോയേനെ. ആ പേപ്പർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്ക്. ഇനിയിപ്പോ നമുക്ക് എന്താണ് അടുത്തത്? ഹിസ്റ്റോറിക്കൽ സ്കൂള് നോക്കാം അല്ലെ? ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ എന്താ പറയുന്നത്? ഇനി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് ഈ ഹിസ്റ്റോറിക്കൽ സ്കൂള് വളരെ അപകടം പിടിച്ച സാധനമാണ് കേട്ടോ. കസ്റ്റത്തിന്റെ മുകളിലാണ് ഈ സാധനം കിടക്കുന്നത്. അവര് പറയുന്നത് ലെജിസ്ലേഷൻ ഒന്നും വേണ്ട, കസ്റ്റം മതി എന്നാ പറയുന്നത്. ഹിസ്റ്റോറിക്കൽ സ്കൂളിനെ പറ്റി ആരെങ്കിലും വായിച്ച് നെഹല എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. പ്രവിധ ഹോസ്റ്റലിലാണ് അല്ലേ? നിങ്ങൾക്ക് അവിടുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നെഹലക്കാണെങ്കിൽ ഫുൾ റൈറ്റ്, ഒരു വീടിന്റെ മുഴുവൻ ഒരു വീട്ടിലായതുകൊണ്ട് അവർക്ക് ഫ്രീഡം ഉണ്ടല്ലോ സംസാരിക്കാൻ. എന്താണ് അറിയാം? മോണ്ടെസ്ക്യൂ ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലോ സ്കൂൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നാച്ചുറൽ ലോ സ്കൂളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്ന 3 കേസ് ലോസ് പറയും, അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയും. നമുക്ക് നാച്ചുറൽ ലോ സ്കൂളിലെ കേസ് ലോസ് പറയും. ആദ്യം നെഹലയുടെ ഇതായിരുന്നു, പ്രസന്റേഷൻ ആയിരുന്നു, നിങ്ങൾ എക്സാമിന് എഴുതിയതായിരുന്നു. പറയും, നിങ്ങളുടെ പ്രസന്റേഷൻ എന്തായിരുന്നു? ലീഗൽ ലാംഗ്വേജ്. അതാണ് അതിൻ്റെ അകത്തൊരു AK ക്രൈപ്പക്കോ എന്താണ്? അതെ, ഇതെഴുതുക. കിട്ടിയല്ലോ, അതിങ്ങ് പോന്നല്ലോ, കൊറേ പോന്നു. അതില് ഒരു IFS ഓഫീസറിന്റെ അപ്പോയിന്റ്മെന്റാ, മനസ്സിലായില്ലേ? അപ്പൊ അത് നോ മാൻ ഷാൽ ബി എ ജഡ്ജ് ഫോർ ഹിസ് ഓൺ കോസ്. നോ മാൻ ഷാൽ ബി നീമോ യൂഡെക്സ് നോൺ കോസ സുവ. ഓക്കെ, നോ മാൻ ഷാൽ. അപ്പൊ ആ കേസ് എഴുതുക. നാച്ചുറൽ ലോ സ്കൂൾ, അതായത് ഇന്ത്യൻ സെറ്റിങ്ങിൽ യൂസ് ചെയ്തതാണത്. അപ്പൊ അതിൻ്റെ അകത്ത് എഴുതുമ്പോൾ നിങ്ങൾ 3 കാര്യങ്ങൾ എഴുതണം. നോ മാൻ ഷാൽ ബി എ ജഡ്ജ്. അത് ആദ്യം ഫാക്ട്സ് അറിയാലോ. ഒരു ഓഫീസറെ അയാളും അതിന്റെ ഇന്റർവ്യൂ ബോർഡിലുണ്ട്, പക്ഷെ അത് നടക്കുന്ന സമയത്ത് അയാൾ പ്രസന്റ് അല്ലായിരുന്നു. പക്ഷെ അത് അയാൾക്ക് കിട്ടി, വേറൊരാൾക്ക് അതിന് ചാൻസ് പോയി, അയാൾ കോടതി പോയി. അപ്പോൾ കോടതി പറഞ്ഞു അത് പറ്റില്ല എന്ന്. കാരണം നോ മാൻ ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്. ആ കേസ് എഴുതുക. നോ മാൻ ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്. അതിൽ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഓഡി ഓൾട്ടറം പാർട്ടം പറഞ്ഞു. ഓഡി ഓൾട്ടറം പാർട്ടം. പിന്നെ 3ാമത്തെ കാര്യമാണ് there should be no bias on part of the administrative officer. ഓക്കെ, അപ്പൊ ഈ 3 സംഭവങ്ങൾ എഴുതുക. എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലേക്ക് ഇത് ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തു എന്നൊക്കെ എഴുതുക. അപ്പൊ ഒരു കേസ് ലോ ആയല്ലോ.
ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തത് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. സ്റ്റേറ്റ് ഓഫ് മദ്രാസ് 1951. ഇതിൽ നിങ്ങൾക്ക് എഴുതുക പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. ഇത് ചേഞ്ച് ചെയ്ത് മാനക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിൽ പറഞ്ഞു അവരുടെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെച്ച സമയത്ത് ഹോൾഡ് ചെയ്ത് വെച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണെന്ന്. അപ്പോൾ കോടതി പറഞ്ഞു നോ, ഷി ഹാസ് ദ റൈറ്റ് ടു ബി ഹേർഡ്. അവർക്കത് അറിയാനുള്ള അവകാശമുണ്ട്. ഓഡി ഓൾട്ടറം പാർട്ടം ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. ഓഡി ഓൾട്ടറം പാർട്ടം പറഞ്ഞു. എന്നിട്ട് അവർക്ക് ഇത് പറഞ്ഞു ദ പ്രൊസീജിയർ മസ്റ്റ് ബി ജസ്റ്റ് whatever is the procedure that is being followed, that must be just, fair and reasonable. അപ്പോൾ ഇവിടെ കോർട്ട് ശരിക്കും പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചിൽ നിന്ന് ഇത് നിങ്ങൾ പോസിറ്റിവിസ്റ്റിക് സ്കൂളിന് വേണമെങ്കിൽ ഇത് എഴുതാം കേട്ടോ. കേസ് ലോസ് ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേസ് ലോ ആയി. പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചിന് ഇത് എഴുതുക, AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ഓക്കെ, അവിടെ നിന്ന് നാച്ചുറൽ ലോ സ്കൂളിലേക്ക് പോയി. ആയല്ലോ. ഇനി അടുത്ത എക്സാമ്പിള് സ്റ്റാഫ് മോട്ടോർ കോർപ്പറേഷൻ. സ്റ്റാഫ് മോട്ടോർ കോർപ്പറേഷൻ കേസ്. വേഴ്സസ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻ എ സ്റ്റാഫ് മോട്ടോർ കോർപ്പറേഷൻ കേസ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്ത് എഴുതും? നിങ്ങൾ ആ ഇത് എഴുതണം. അതായത് വെൻ എ സെല്ലർ ഈസ് ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ. സെയിൽ കഴിഞ്ഞു, ഓണർഷിപ്പ് മാറി കഴിഞ്ഞിട്ടും സെല്ലറിന്റെ കയ്യിൽ ഗുഡ്സ് ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സെല്ലർ വേറൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് അതിന്റെ ഓണർഷിപ്പ് കിട്ടും, ടൈറ്റിൽ പാസ്സാവും എന്നുള്ളതാണ് ആക്ട് പറയുന്നത്. അപ്പോൾ സ്റ്റാഫ് മോട്ടോർ കോർപ്പറേഷൻ കേസിൽ ഒരാള് ശ്രദ്ധിച്ചു കേട്ടോളൂ, അയാളുടെ ലോറി വേറൊരാൾക്ക് വിൽക്കും. വിറ്റിട്ട് അതേ ആളെടുത്ത് നിന്ന് തന്നെ അത് ഹയർ പർച്ചേസിൽ തിരിച്ചു മേടിക്കും. തിരിച്ചു മേടിച്ചതിന്റെ ശേഷം ഇയാളിത് വേറൊരു ആൾക്ക് വിറ്റു, സെക്കൻഡ് ബയറിന് വിറ്റു. അപ്പോൾ സെക്കൻഡ് ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടുമോ? സ്റ്റാഫ് മോട്ടോർ കോർപ്പറേഷൻ കേസിൽ പറഞ്ഞു സെക്കൻഡ് ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടില്ല. കാരണം സെക്കൻഡ് ബയർക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് ഇയാള് അത് ഹയർ പർച്ചേസ്, അയാള് സെല്ലർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ അല്ല. ആ ഒരു ലീഗൽ സ്റ്റേറ്റസിൽ നിന്ന് അയാള് ഒരു ബെയിലി വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ എന്നുള്ള ആ ഒരു ലീഗൽ സ്റ്റേറ്റസിലേക്ക് അയാൾ താണുപോയി. കാരണം വെച്ചാൽ അയാളത് ഹയർ പർച്ചേസ് എഗ്രിമെന്റിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് സ്ട്രിക്ട്ലി ഗോയിങ് ആസ് പെർ പോസിറ്റിവിസ്റ്റിക്, സ്ട്രിക്ട്ലി ഗോയിങ് ആസ് പെർ ദ ലോ, അതായത് സെല്ലർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ ആണോ അയാള്? അല്ല. He is not a seller in possession after sale. He is a bailee with an option to buy. So he has no legal status. അതുകൊണ്ട് ഈ സെക്കൻഡ് ബയർക്ക് ടൈറ്റിൽ പോവില്ല. അപ്പോൾ ആദ്യത്തെ ബയർ ഉണ്ടല്ലോ, ആദ്യത്തെ ബയർ പോയി സെക്കൻഡ് ബയർക്കെതിരെ സ്യൂ ചെയ്തപ്പോൾ സെക്കൻഡ് ബയറിന് ടൈറ്റിൽ കിട്ടിയില്ല. അയാളെടുത്ത് ഈ ലോറി എടുത്തുകൊണ്ട് ഫസ്റ്റ് ബയർ പോയി. ഇത് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇത് ക്ലിയർ ആണോ? അത് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ബാക്കിയുള്ളവർക്കും? അപ്പൊ ഇതിന് ഇത് മറ്റേതിൽ എന്തായിരുന്നു? മറ്റേ കേസിന്റെ പേരാണ് പെസിഫിക് മോട്ടോർ കോർപ്പറേഷൻ. ഇതിന്റെ അകത്ത് എന്തായിരുന്നു? ഇതേമാതിരി തന്നെ ഒരു സംഭവമാണ് ഉണ്ടായത്. ഒരാൾ ഒരു ഷോറൂമിൽ പോയി കാറ് മേടിച്ചു. കാറ് മേടിച്ച സമയത്ത് എന്നിട്ട് അയാൾ അത് പറഞ്ഞു അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു അവരുടെ അഗ്രിമെന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് വേറൊരാൾക്ക് വിൽക്കാനുള്ളതാണ്, അപ്പൊ നിങ്ങളുടെ ഷോറൂമിൽ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം അയാൾ പറഞ്ഞു നമുക്ക് ഈ അഗ്രിമെന്റ് അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞതിന്റെ ശേഷം ഉടനെ തന്നെ ഇയാള് അതേ സെയിം ഡേ ഇയാള് വേറൊരു ബയറിന് വിറ്റു. വേറൊരു ബയറിന് വിറ്റപ്പോൾ അപ്പൊ ശരിക്കും അപ്പൊ അയാള് പിന്നെ കണ്ടിന്യൂസ് എന്നുള്ള പൊസിഷൻ, കണ്ടിന്യൂസ് ഇൻ പൊസിഷൻ എന്നുള്ള വേർഡ് അവിടെ ഇമ്പോർട്ടന്റ് ആട്ടോ. അപ്പം ഈ സെക്കൻഡ് ബയർക്ക് ടൈറ്റിൽ കിട്ടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സ്ട്രിക്ട്ലി ആസ് പെർ ലോ നോക്കുമ്പോൾ ഈ അയാൾ സെല്ലർ ഇൻ പൊസിഷൻ ആഫ്റ്റർ സെയിൽ ആണോ എന്നുള്ളതാണ്. ഇത് ഇവരുടെ ആ അതോറിറ്റികൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അപ്പൊ അയാൾ സെല്ലർ ഇൻ പൊസിഷൻ ആഫ്റ്റർ സെയിൽ അല്ല. അപ്പൊ കോർട്ട് പറഞ്ഞു ഈ സെല്ലറിനെ സഹായിക്കാൻ വേണ്ടി, സെക്കൻഡ് ബയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയൊരു സെക്ഷൻ ഇയാളും മറ്റൊരാളും സെല്ലറും ഫസ്റ്റ് ബയറും തമ്മിലുള്ള ഒരു പ്രൈവറ്റ് ട്രാൻസാക്ഷന് പറ്റി മറ്റേയാൾക്ക് ഒരു അറിയാനുള്ള ഒരു സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ അങ്ങനെ വായിക്കാതെ നമ്മൾ ഇതിന്റെ ഇന്റൻഷൻ, പേർപ്പസ് ഓഫ് ദ ഇത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പം അവര് ശരിക്ക് അത് സ്ട്രിക്ട്ലി ആസ് പെർ ഇതല്ല പോയത്. അപ്പൊ അവരത് ഷിഫ്റ്റ് ചെയ്തു. വാട്ട് ഈസ് ദ ഇന്റൻഷൻ, വാട്ട് ഈസ് ദ പേർപ്പസ്. അപ്പം അത് സെല്ലറിനോട് അവിടെ ഒരു ജസ്റ്റിസ് നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവര് പ്രിവി കൗൺസിൽ ഇതിന്റെ ഇത് മാറ്റി. അപ്പൊ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും ഇവിടെ. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ സെക്കൻഡ് ബയറിന് ഗുഡ് ടൈറ്റിൽ കിട്ടി.
വേറെ ആദ്യത്തെ കേസിൽ സെക്കൻഡ് ബയറിന് ടൈറ്റിൽ കിട്ടിയില്ല. അപ്പോൾ 3 കേസ് ലോ ആയല്ലോ. ഇതൊക്കെ മോഡേൺ ഇന്ത്യൻ സെറ്റിങ്ങിൽ നമുക്ക് നാച്ചുറൽ ലോ സ്കൂളിൽ എഴുതാൻ പറ്റുന്ന കേസ് ലോസ് ആണ്. ഇനി നമ്മൾ ഈ നാച്ചുറൽ ലോ സ്കൂളിൽ പഴയ ആൾക്കാരിലേക്ക് വരുമ്പോൾ നമുക്ക് എൻ്റെ ഒരു നോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് അയച്ചിട്ടിരുന്നു ഒരു ദിവസം. ജൂറിസ്പ്രുഡൻസ് അതായത് അതിൻ്റെ അകത്ത് എന്താ നമുക്ക് എത്ര സ്കൂൾസ് ഉണ്ട്, അല്ല എത്ര പീരിയഡ്സ് ഉണ്ട് നാച്ചുറൽ ലോ സ്കൂളിൽ? ആദ്യത്തെ ക്ലാസിക് പീരിയഡ് ആണ്. ക്ലാസിക് പീരിയഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നത്? ക്ലാസിക് പീരിയഡില് legal language notes, legal language. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്ന പറയൂ. നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാവൂല്ലേ? റെസ്റ്റ് എടുത്തോളൂ. എന്നാലും ഇത്രയും ലോങ് ടൈം ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്? എല്ലാരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ, ബാക്കി എല്ലാരും. നിങ്ങളെ കാര്യമല്ല പറഞ്ഞത്, നമ്മളല്ലാത്ത ആൾക്കാര്. അതെ അതെ, അവരെ ബുക്ക് എടുത്തിട്ട് അതങ്ങ് അനിൽ കെ നായർ എടുത്ത് വെച്ച് വായന തുടങ്ങിയിട്ടുണ്ടാവും. അതെ അതെ, അല്ല അത് ശരിയാട്ടോ, നന്നായിട്ട് കോപ്പി ഇരിക്കും. റെക്കോർഡിംഗ് ആണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഞാനൊരു നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഒഫീഷ്യൽ ഗ്രൂപ്പില്. നാച്ചുറൽ സ്കൂളിന്റെ ഞാൻ ആ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അവരാ പറഞ്ഞ സമയത്ത് ഫാമിലി ലോ, ജൂറിസ്പ്രുഡൻസ്, ഫാമിലി ലോ, കോൺട്രാക്ട് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ, ലീഗൽ ഓക്കെ നോക്കട്ടെ ഇതിൻ്റെ അകത്ത് കിട്ടും. നാച്ചുറൽ ലോ സ്കൂൾ യെസ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാ ഇങ്ങോട്ട്. കണ്ടോ, ഇത്ര എഴുതി വെച്ചാൽ മതി നിങ്ങൾ നാളെ. ഞാൻ അന്നുണ്ടാക്കിയ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ മാതിരി എല്ലാവരും എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ. ഇതിൻ്റെ അകത്ത് 4 പീരിയഡ്സാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക കേട്ടോ, സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. ഈ സാധനം ഞാൻ അങ്ങ് ഷെയർ ചെയ്യാം. ആ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ എവിടെ ആ ഡേറ്റിന് കിടക്കുന്നുണ്ടാവുമല്ലോ, ഇതോട്ടെ ഞാൻ അത് അയച്ചു തരാം. നമുക്ക് നോക്കി നോക്കൂ. ഇത്ര എഴുതിയാൽ മതി. ഞാൻ വളരെ സിമ്പിളായിട്ട് എഴുതിയതാണ് അന്ന്. അപ്പോൾ the thinking behind natural law is there is a connection between law and morals. Okay, മറ്റേയാളുടെ സെപ്പറേഷൻ തീസിസിൽ നിന്ന് നമ്മൾ പോവാണ്. ആരുടെ? ഓസ്റ്റിന്റെ. പോസിറ്റിവിസ്റ്റുകാർ പറഞ്ഞു ലോ ആൻഡ് മൊറാലിറ്റി കനോട്ട് ബി ലിങ്ക്ഡ്, സെപ്പറേറ്റ് ചെയ്യും. ഇവിടെ പറയാണ് തിങ്കിങ് ബിഹൈൻഡ് നാച്ചുറൽ ലോ is there is a connection between law and morals and that law must be just and fair. എന്തെങ്കിലും ലോ എടുത്ത് കൊണ്ടുവന്നാലൊന്നും ലോ ആസ് ഇറ്റ് ഈസ് പറ്റില്ല. ലോ ഓട്ട് ടു ബി ആണ്, സെൻസോറിയൽ ജൂറിസ്പ്രുഡൻസ് ആണ്. അപ്പം ലോ ആൻഡ് മോറൽസ് അവർക്ക് ജസ്റ്റ് ആയിരിക്കണം. ലോ അങ്ങനെ എന്ത് നിയമം കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ജസ്റ്റ് ആൻഡ് ഫെയർ. അപ്പൊ പോസിറ്റിവിസം, അതിൻ്റെ അകത്ത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാൻമെയ്ഡ് ലോ, പോസിറ്റീവ് ലോ. ഹെൻസ് ദ മാൻമെയ്ഡ് ലോ must conform to higher principles of right conduct discoverable through reason. Okay, concept will vary from person to person, time to time and place to place. Okay, 4 periods ഉണ്ട്. ക്ലാസിക്കൽ പീരിയഡ്, മിഡിൽ ഏജ്, റെനസാൻസ്, മോഡേൺ. ഓക്കെ, 4 പീരിയഡ്. അപ്പോൾ ക്ലാസിക്കൽ പീരിയഡ് ഡോമിനേറ്റ് ചെയ്തിരുന്നത് ജർമ്മൻസും ഗ്രീക്സും ആണ്. ലോ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് കറക്റ്റ് റീസണിങ്.
അപ്പോൾ സോക്രട്ടീസ് ആണ് ഇതിൻ്റെ അകത്ത് ഈ പഴയ കാലത്തുണ്ടായിരുന്നത്. സോക്രട്ടീസിന്റെ ആണ് ശരിക്കും നല്ല നാച്ചുറൽ ലോ. ആ മിഡീവിയലിനേക്കാളും ശരിക്കും നല്ലത് സോക്രട്ടീസിന്റെ ഇൻസൈറ്റ് ആയിരുന്നു. സോക്രട്ടീസ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാൻസ് ഇൻസൈറ്റ് എന്നാണ് അയാൾ പറഞ്ഞത്. ഇതാണ് അതിലെ കീ വേർഡ്. അയാൾ പറഞ്ഞത് മാൻസ് ഇൻസൈറ്റ് പ്ലസ് റീസണിങ്. അതാണ് ശരിക്ക് ഒരു ലോ കൊണ്ടുവരുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ഇൻസൈറ്റും കറക്റ്റ് റീസണിങ്ങും കൂടെ വേണം. ദീസ് ആർ ദ കീ വേർഡ്സ് ഓഫ് സോക്രട്ടീസ്. ഇത് രണ്ടും മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേജ് എഴുതി വെച്ചില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക്. അതായത് ഒരു നിയമം കൊണ്ടുവരാണ്. ഒരു മനുഷ്യന് ഇൻസൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് ഇല്ലാത്തവരാരും ഇല്ല. അതിനാണ് ഉൾവിളി എന്ന് പറയുന്നത്. ഉൾവിളി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പം അതങ്ങനെ പാടുമോ, അതങ്ങനെ പറ്റില്ലേ, അങ്ങനെ ഒരു ഇൻസൈറ്റും. പക്ഷെ ഇൻസൈറ്റ് മാത്രം പോരാന്നാ സോക്രട്ടീസ് പറഞ്ഞത്. ദർ ഷുഡ് ബി എ കറക്റ്റ് റീസണിങ് ഓൾസോ. ദാറ്റ് ഹാസ് ടു ബി സപ്പോർട്ടഡ് ബൈ റീസണിങ്. ഓക്കെ, അല്ലാതെ നമ്മുടെ ഇവിടെ ഏതാണ്ട് ലൈലയോ അവരെങ്ങാണ്ട് പോയി എന്തൊക്കെയോ ആൾക്കാരെ കുത്തിക്കൊന്ന് എന്താ പറയാ മന്ത്രവാദവും ഇന്ദ്രവാദവും ഒക്കെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുണ്ടാവും. അതല്ല, അതിന് ഇൻസൈറ്റ് എന്നല്ല പറയാ, അത് തോന്നിവാസ്തരമാണത്. ദാറ്റ് ഇൻസൈറ്റ് പ്ലസ് റീസണിങ്. ഓക്കെ, അപ്പോൾ law is a product of correct reasoning. He defined virtue, the fundamental ethical conception, as insight. അതാണ് കീ വേർഡ്, അതാണ് ഇൻസൈറ്റ്. വെർച്യൂ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ആസ് ഇൻസൈറ്റ്. വെർച്യൂ എന്ന് പറയുന്നത് ഇൻസൈറ്റ് ആണ്. വൺ ഓഫ് ദ ഡിക്റ്റേറ്റ്സ് ഓഫ് നാച്ചുറൽ ലോ ഇസ് ദാറ്റ് അതോറിറ്റി ആൻഡ് പോസിറ്റീവ് ലോ ഷുഡ് ബി ഒബേഡ്. അത് ആദ്യം മനസ്സിലാക്കണം. അവർക്ക് അതിന് എതിർപ്പില്ലായിരുന്നു. അതായത് ലോ ഈസ് എ കമാൻഡ് ഓഫ് ദ സോവറിൻ ബാക്ക്ഡ് ബൈ സാങ്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതിനോട് ഇവർക്ക് എതിർപ്പില്ല നാച്ചുറൽ ലോ സ്കൂളുകാർക്ക്. അതാണ് ഈ ലൈൻ പറഞ്ഞിരിക്കുന്നത്. വൺ ഓഫ് ദ ഡിക്റ്റേറ്റ്സ് ഓഫ് നാച്ചുറൽ ലോ ഇസ് ദാറ്റ് അതോറിറ്റി ആൻഡ് പോസിറ്റീവ് ലോ ഷുഡ് ബി ഒബേഡ്. അവർക്ക് അതിനൊന്നും ഒരു എതിർപ്പില്ല. അതായത് ദർ ഷുഡ് ബി എ സോവറിൻ, അതിനും കുഴപ്പമില്ല. സോവറിൻ ഒരു കമാൻഡ് കൊടുക്കുന്നു, ദാറ്റ് ഇസ് ബാക്ക്ഡ് ബൈ സാങ്ഷൻ, എവറിത്തിങ് ഇസ് ഫൈൻ. ആ അതോറിറ്റി പോസിറ്റീവ് ലോ ഒക്കെ ഓക്കെ. പക്ഷെ ഈ സോവറിൻ എന്ത് വിളിച്ചു പറയാൻ പറ്റില്ല, സോവറിൻ എന്ത് കമാൻഡ് കൊടുക്കാൻ പറ്റില്ല. ആ കമാൻഡ് ദാറ്റ് ഷുഡ് ബി അത് മോറൽസിന് അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ഹി ഡിഡ് നോട്ട് ആർഗ്യൂ ബ്ലൈൻഡ് അഡിയറൻസ് ടു പോസിറ്റീവ് ലോ. ബ്ലൈൻഡ് ആയിട്ട് അയാൾ പോസിറ്റീവ് ലോവിനെ അഡിയർ ചെയ്തില്ല. ദാറ്റ് ഷുഡ് ബി സബ്ജക്റ്റഡ് ടു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഇൻ ദ ലൈറ്റ് ഓഫ് മാൻസ് ഇൻസൈറ്റ്. ഇതാണ് ശരിക്കും സോക്രട്ടീസിന്റെ ആണ് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള സംഭവം. അതായത് ആ മിഡീവിയൽ ഏജിൽ വന്നതിനേക്കാളും ശരിക്കും നല്ല ഇത് ക്ലാസിക്കൽ ആ പണ്ടത്തെ സോക്രട്ടീസ് പറഞ്ഞു. അതായത് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ സബ്ജക്ട് ചെയ്യണം, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് റീസണിങ്, ലോജിക്കിന് ഒരു റോളുണ്ട്. ലോജിക് പ്ലസ് ഇൻസൈറ്റ് ആണ് വരുന്നത്. ഒരു ഇൻസൈറ്റിലൂടെ വരികയും വരുന്ന ഒരു ലോ അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം ഇൻ ദ ലൈറ്റ് ഓഫ് മാൻസ് ഇൻസൈറ്റ്. മാൻസ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ ഹ്യൂമൻ ബീയിങ്സ്. കൊച്ചു കുട്ടികളെ നോക്കിയാൽ മതി, അവരെ കണ്ണിന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു ഇൻജസ്റ്റിസ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ദേ റിയാക്ട്. അത് there are so many scientific evidences for that. കൊച്ചു കുട്ടികൾ, അതായത് ബേബീസ്, അവർക്ക് സംസാരിക്കാൻ പോലും അറിയില്ല, പക്ഷെ ദേ നോ. അവരെ ഫ്രണ്ടിൽ ഒരു ഇൻജസ്റ്റിസ് നടക്കുമ്പോൾ അവർ റിയാക്ട്, അവർക്ക് ഇഷ്ടപ്പെടില്ല, അവർ കരയാൻ തുടങ്ങും, അവരുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ മാറും. അവർക്കത് അറിയാൻ പറ്റും ആ ഒരു ഇൻജസ്റ്റിസ് എന്താന്നുള്ളത്. അത് ആ ഒരു ഇൻസൈറ്റ് ആണ്. അത് ആരും പഠിപ്പിച്ചു. അങ്ങനത്തെ കുട്ടികളെ ഓരോ സ്ഥലത്ത് വിളിച്ചുകൊണ്ടുപോയി ആവശ്യമില്ലാത്തത് പഠിപ്പിച്ച് നശിപ്പിക്കാതിരുന്നാൽ മതി. ഇത് ബർട്രൻഡ് റസൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ബർട്രൻഡ് റസലിന്റെ ഫിലോസഫി ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചവര് നെഹലയൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ബർട്രൻഡ് റസൽ എന്ന് കേട്ടിട്ടുണ്ടോ? റസൽ, RUSSEL. ബർട്രൻഡ് റസൽ എന്ന് കേട്ടിട്ടുണ്ടോ? ബർട്രൻഡ് റസൽ നോബൽ പ്രൈസ് കിട്ടി ലിറ്ററേച്ചറിൽ. ഓക്കെ, റസൽ. അപ്പൊ റസലിന്റെ ഒരു എഡ്യൂക്കേഷൻ സോഷ്യൽ ഓർഡർ എന്നുള്ള ബുക്കൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അതൊക്കെ പഠിക്കും, ചിലപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരിക്കും അത്. അപ്പൊ ഒരു മനുഷ്യൻ, അതാണ് ഈ ഇൻസൈറ്റ് എന്നുള്ളതുകൊണ്ട് അയാൾ പറയുന്നത് ഓൾറെഡി വി ആർ ഓൾ ഡിവൈൻ. അപ്പൊ ഒരു മനുഷ്യന്റെ ഇൻസൈറ്റ് കപ്പിൾഡ് വിത്ത് അതിന്റെ പ്രോപ്പർ റീസണിങ്, കറക്റ്റ് റീസണിങ് കൊണ്ട് ഒരു ലോയിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ ആ ഒരു ടെസ്റ്റ് കൂടെ അത് പാസ്സാവണം. ദിസ് ഷുഡ് ബി സബ്ജക്റ്റഡ് ടു. ബാക്കി എല്ലാം പോസിറ്റീവ് ലോകാർ പറഞ്ഞതിനോട് സോക്രട്ടീസ് യോജിക്കുന്നുണ്ട്. ഇത്രയും എഴുതുക. ഓക്കെ, 3 വേർഡ്സ് ഓർക്കുക: ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ഇൻസൈറ്റ്, റീസണിങ്. ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. പിന്നെ എഴുതേണ്ടത് പോസിറ്റീവ് ഇത് പറഞ്ഞ മാതിരി ഇവരെല്ലാം, ആ അതോറിറ്റി പോസിറ്റീവ് അവരെല്ലാം അവർക്ക് ഓക്കെയാണ്, അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ ബ്ലൈൻഡ് ആയിട്ട് പോസിറ്റീവ് ലോയെ അഡിയർ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ.
പ്ലസ് അത് എന്തായാലും വേണം പ്ലസ് ദിസ് അഡീഷണൽ തിങ് ദാറ്റ് ലോ ഷുഡ് ബി സബ്ജക്റ്റഡ് ടു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഇൻ ദ ലൈറ്റ് ഓഫ് മാൻസ് ഇൻസൈറ്റ് പ്ലസ് റീസണിങ്. അതാ റീസണിങ് വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് അറിയാം, എന്റെ ഉള്ളുകൊണ്ട് എനിക്കറിയാതെ അത് തെറ്റാണെന്ന്. അപ്പൊ ഐ ഷുഡ് നോട്ട് ഗെറ്റ് ഡിസ്ക്രിമിനേറ്റഡ്. അത് നമുക്കറിയാം അത് തെറ്റാണ്, ഒരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് തെറ്റാണ്. അപ്പം വേറൊരാളെയും കൂടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ ഒരാളെ ഡിസ്ക്രിമിനേറ്റ്, അങ്ങനെ ഒരു റീസണിങ്, ഒരു അനാലിസിസ്, ഒരു ലോജിക്കൽ തോട്ട് നമ്മുടെ ബ്രെയിനിൽ നടക്കണം. അതിനും കൂടെ ഈ നിയമത്തിനെ ഒന്ന് സബ്ജക്റ്റ് ചെയ്യിക്കണം. അങ്ങനത്തെ നിയമങ്ങൾ മാത്രമാണ് ജസ്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ, അങ്ങനത്തെ നിയമങ്ങൾ മാത്രമാണ് ഫെയർ ആയിട്ടുള്ള നിയമങ്ങൾ എന്നാണ് നാച്ചുറൽ ലോ സ്കൂളുകാർ പറയുന്നത്. അല്ലാതെ ഒരു സോവറിൻ, ഒരു പാർലമെന്റ് ഒരു നിയമം അങ്ങ് പാസ്സാക്കി, ആ നിയമം അങ്ങ് പാസ്സായി കഴിഞ്ഞാൽ അത് കോടതിയിൽ ചെല്ലുമ്പോൾ നാച്ചുറൽ ലോ സ്കൂൾ തിങ്കിങ് ഉള്ള ഒരാളാണെങ്കിൽ ഇത് ശരിയാണോ, ഇത് അയാൾ അതൊന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യും. ശരിക്കും ഇത് ലെജിസ്ലേച്ചേഴ്സ് തന്നെ ചെയ്ത അത്രയും നല്ലത്. അതായത് അവർ തന്നെ, അതിനാണല്ലോ ഡിബേറ്റ് ചെയ്യാൻ ഇത് പാർലമെന്റിലെ സെലക്ട് കമ്മിറ്റി, പാർലമെന്ററി കമ്മിറ്റി, നല്ലൊരു ഒപ്പോസിഷൻ വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു കാര്യം റൂളിംഗ് പാർട്ടി എന്തെങ്കിലും ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെ ഡിബേറ്റ് ചെയ്ത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് അത് കറക്റ്റ് റീസണിങ്ങിലൂടെ അത് ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം. അല്ലാതെ പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരൊക്കെ ഏതെങ്കിലും കുന്നിന്റെ മുകളിൽ കയറിയിരുന്ന, ഒരു പാറപ്പുറത്ത് കയറിയിരുന്ന, ഒരു തൊപ്പിയിട്ട് കയ്യിലൊരു വടിയും പിടിച്ച് ഇതാണ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോവറിനാണ്. അത് ജസ്റ്റ് ആണോ ഫെയർ ആണോ എന്ന് നോക്കാനൊന്നും ആരും ഇല്ല. ഓക്കെ, പക്ഷെ അങ്ങനെ നല്ല രാജാക്കന്മാരും ഉണ്ടായിരുന്നിരിക്കാം. ഇനി അപ്പൊ അത് കഴിഞ്ഞ് ഇനി അടുത്ത അരിസ്റ്റോട്ടലിന്റെ നിങ്ങൾ അതിൻ്റെ അത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. യൂണിവേഴ്സൽ ആൻഡ് ഇമ്മ്യൂട്ടബിൾ സ്റ്റാൻഡേർഡ്സ്, law is discoverable through reason and man-made law should conform. അത് സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ഇവരിൽ ഇതിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. when a man lives according to reason he lives naturally. അപ്പൊ കണ്ടപ്പോൾ അത് എന്തൊരു ഫിലോസഫിയാണത്. അതാണ് അവർ പറയുന്നത്, റീസണിലൂടെ ജീവിക്കുമ്പോഴാണ് അവർ നാച്ചുറലി ജീവിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ എന്തെങ്കിലും ഫെയ്ത്തോ ഇതൊന്നും അല്ല അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് എവറിത്തിങ് ഷുഡ് ബി, ലോ ഇസ് ഡിസ്കവറബിൾ ത്രൂ റീസൺ ആൻഡ് മാൻ-മെയ്ഡ് ലോ ഷുഡ് കൺഫോം ടു ദീസ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അപ്പോൾ ഒരു മാൻ-മെയ്ഡ് ലോ, അതായത് പോസിറ്റിവിസ്റ്റിക് ലോയിനെ ഈ ഒരു ഇതിന് സബ്ജക്റ്റ് ചെയ്യണം, ഈ സ്റ്റാൻഡേർഡ്സിനെ കൺഫേം ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്കവറബിൾ ത്രൂ റീസൺ. ഓക്കെ, വെൻ എ മാൻ ലിവ്സ് അക്കോർഡിംഗ് ടു റീസൺ ഹി ലിവ്സ് നാച്ചുറലി. ഇനി പ്ലേറ്റോയും ഇത് തന്നെയാണ് പറഞ്ഞത്, അൺലിമിറ്റഡ് ജസ്റ്റിസ് ഇസ് ഡിസ്കവർ. അത് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി. എന്തായാലും ഈ 3 പേരും എഴുതുക, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ. പിന്നെ സ്റ്റോയിക്സ് പറയുന്നത് endowed with reason irrespective of nationality and race. Men are endowed with reason irrespective of nationality and race, അല്ലേ? അതും ഒരു കറക്റ്റ് ആണ്. അതാണ് ഈ ഇമ്മ്യൂട്ടബിൾ ആൻഡ് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അതായത് ഒരു അമേരിക്കൻ കുട്ടിയാണെങ്കിലും ഒരു ഇന്ത്യൻ കുട്ടിയാണെങ്കിലും അവരുടെ ഇൻസൈറ്റ്സ് സെയിം ആയിരിക്കും. അതാണ് they are all governed by some immutable and universal standards and it is irrespective of, അവർക്കൊരു റീസണിങ് കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ആ ആൾക്കാർ വിശ്വസിക്കുന്നത്. ദാറ്റ് ഈസ് their belief. They are endowed. പിന്നെ man is endowed with reason irrespective. ശരി, സത്യമല്ലേ? കുട്ടികൾ ചോദിക്കുന്ന അത്രയും ചോദ്യങ്ങൾ ആരാ ചോദിക്കുന്നത്? കൊച്ചു കുട്ടികൾ ചോദിക്കുന്ന 5 വയസ്സ് വരെ നമ്മൾ ചോദിച്ച അത്രയും ചോദ്യങ്ങൾ 5 വയസ്സ് കഴിഞ്ഞിട്ട് മരിക്കുന്നവരെ നമ്മൾ ചോദിക്കില്ല. അതുവരെ നമുക്ക് ഇല്ലാത്ത ചോദ്യങ്ങളൊന്നുമില്ല, എല്ലാം നമുക്കറിയണം. സോ വി ആർ എൻഡൗഡ് വിത്ത് റീസൺ. ആ ചോദ്യം ചോദിക്കാനുള്ള കേപ്പബിലിറ്റിയാണ് നശിപ്പിച്ച് കളയുന്നത്. അത് കഴിയുമ്പോൾ ആരും ഒന്നും വേണ്ടില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് നാഷണാലിറ്റി ആൻഡ് റേസ്. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഗ്രീക്കാണ്. അപ്പൊ ഗ്രീക്ക് കഴിഞ്ഞു, ഇനി നമ്മൾ റോമനിലേക്ക് പോവാം. റോമനിലേക്ക് പോകുമ്പോൾ നല്ലൊരു സെന്റൻസ് VD മഹാജന്റെ ബുക്കിൽ ലോർഡ് ലോയിഡ് പറഞ്ഞത് എഴുതിയില്ല. അത് ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് VD മഹാജന്റെ ബുക്കിൽ നിന്ന് ഞാൻ എഴുതിയതാട്ടോ, അതിന് ബ്രീഫ് ഉണ്ടാക്കിയതാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഇതിൻ്റെ അകത്ത് നല്ലൊരു സംഭവമുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന റോമൻസ് ഫോളോ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഗ്രീസ് ആണ് കേട്ടോ. ഈ സ്റ്റോയിക്സ്, അരിസ്റ്റോട്ടൽ, പ്ലേറ്റോ അതൊക്കെ ഗ്രീസ് ആണ്. ഇനി നമ്മൾ റോമൻ ലോയിലേക്ക് പോകുമ്പോൾ റോമൻ ലോയിൽ 3 ടൈപ്പ് ഡിവിഷൻസ് ഓഫ് ലോ ഉണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിവിൽ എന്ന് പറയുമ്പോൾ സിവിൽ ലോ ഫോർ റോമൻ സിറ്റിസൺസ് ഓൺലി. അതൊരു സിവിൽ, അതായത് റോമൻ സിറ്റിസൺസിന് ആ റോമിൽ അവിടെയുള്ള സിറ്റിസൺസിന് വേണ്ടി മാത്രമുള്ള നിയമമാണ് ജസ്റ്റ് സിവിൽ ലോ ഫോർ റോമൻ സിറ്റിസൺസ് ഓൺലി. ഇനി ജസ്റ്റ് ജെന്റിയം എന്ന് പറയുന്നത്, ജസ്റ്റ് ജെന്റിയം represents good sense and universal legal principles and conform to natural law. ഇതിൽ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ആൾക്കാർ കോൺകസ്റ്റ് ആൻഡ് കോൺകറിലൂടെ അവിടേക്ക് വരികയാണ്. പല ആൾക്കാർ ആദ്യം ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ ജീവിക്കുന്നു. ആ സ്ഥലത്ത് അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് നിയമങ്ങൾ ഉണ്ടാവും. അതിന് ഇവിടെ ജസ്റ്റ് സിവിൽ എന്ന് പറയുന്നത്. അവർക്ക് ചില ലോസ് ഉണ്ട്. അപ്പം
നിങ്ങൾ ഈ സെന്റൻസ് ഒന്ന് വായിക്കൂ. Lord Lloyd writes that conquest and commerce necessitated the development of law which could be applied to foreigners. Just gentium and just civil stripped of just gentium and allato. ഈ and കളയണേ, തെറ്റാണ്. just gentium comma and ഉള്ളിടത്ത് comma ഇടണം. just gentium comma just civil stripped of formalities and with cosmopolitan trimmings was the result. എന്താ ഇതിന്റെ അർത്ഥം? അതായത് റോമിൽ കുറച്ച് ആൾക്കാർ താമസിക്കുന്നു, അവർക്ക് ചില സിവിൽ ലോസ് ഉണ്ട്. ആ സിവിൽ ലോസ് ആണ് ജസ്റ്റ് സിവിൽ, അവർ ഫോളോ ചെയ്യുന്ന സിവിൽ ലോസ്. അപ്പൊ ഈ സ്ഥലത്ത് കുറെ പേര് അപ്പുറത്തെ സ്ഥലത്ത് നിന്നൊക്കെ ആക്രമിച്ചൊക്കെ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ ആക്രമിച്ചു വരുന്ന ആൾക്കാർക്ക് അവർക്ക് വേറെ സിവിൽ ലോസ് ആണ് ഉണ്ടായിരുന്നത്. അവർ ഫോറിനേഴ്സ് ആണ്. ഞാനിപ്പോൾ റോമിൽ ജീവിക്കുന്നു, ഞാനൊരു റോമനാണ്, എനിക്ക് കുറെ നിയമങ്ങളുണ്ട്, കുറെ സിവിൽ ലോസ് ഉണ്ട്, അതാണ് ജസ്റ്റ് സിവിൽ. അപ്പൊ എന്റെ രാജ്യത്തിന് ഈ റോമിനെ കുറെ ഫോറിനേഴ്സ് ആക്രമിക്കുകയാണ്, അതാണ് കോൺക്വസ്റ്റ് ആൻഡ് കോമേഴ്സ്, അല്ലെങ്കിൽ കച്ചവടത്തിന് വരിക. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും അത് തന്നെയാണ് ഉണ്ടാവുന്നത്. അതായത് ഇവിടെ കുറച്ച് ആൾക്കാർ ജീവിക്കുന്നു, അവിടെ കുറച്ച് സിവിൽ ലോസ് ഉണ്ടാവും. ഇതിലേക്ക് കോൺക്വസ്റ്റ്, അതായത് കച്ചവടത്തിനും കോൺകർ ചെയ്യാനും വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വരികയാണ്. അപ്പൊ അവർക്ക് കുറെ ഫോറിൻ ലോസ് ഉണ്ടാവും, മനസ്സിലായില്ല? അപ്പൊ ആ ഫോറിൻ ലോസ് കൂടെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്. ഇതിലേക്ക് അതാണ് നാച്ചുറൽ ലോ എന്ന് പറയുന്നത്. ലോർഡ് ലോയ്ഡ് റൈറ്റ്സ് ദാറ്റ് കോൺക്വസ്റ്റ് ആൻഡ് commerce necessitated the development of law which could be applied to foreigners. അപ്പം ഫോറിനേഴ്സ് ഇവിടെ വരുന്ന സമയത്ത് അവർക്കും കൂടെ ആപ്ലിക്കബിൾ ആവുന്ന ഒരു ലോസ് ഈ റോമിൽ ഉണ്ടാക്കേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെ ഉണ്ടാക്കിയ ലോയിനെയാണ് ജസ്റ്റ് ജെന്റിയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വായിച്ചു നോക്കും, ജസ്റ്റ് ജെന്റിയം. എന്താണ് ജസ്റ്റ് ജെന്റിയം? അതിന്റെ റൂട്ട് നാച്ചുറൽ ലോയിലാണ്. റെപ്രസെന്റ്സ് ഗുഡ് സെൻസ് and universal legal principles and conform to natural law. അപ്പം പിന്നീട് ഇതെല്ലാം കൂടെ ഒന്നായി. പക്ഷെ ഇന്നത്തെ ഈ ലാസ്റ്റ് സെന്റൻസ് ജസ്റ്റ് ജെന്റിയം എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ജെന്റിയം ഈസ്, ഇത് ആൻഡ് വേണ്ട കോമാട്ടോ, ജസ്റ്റ് സിവിൽ. ജസ്റ്റ് സിവിൽ എന്ന് പറഞ്ഞാൽ ആ റോമൻസ് അവിടെ ഫോളോ ചെയ്തിരുന്ന ലോ, സ്ട്രിപ്ഡ് ഓഫ് ഫോർമാലിറ്റീസ്, അതിന്റെ അകത്ത് എല്ലാ ഫോർമാലിറ്റീസിനെയൊക്കെ സ്ട്രിപ്പ് ചെയ്ത് കളഞ്ഞ്, ആൻഡ് വിത്ത് കോസ്മോപോളിറ്റൻ ട്രിമ്മിങ്സ്. കോസ്മോപോളിറ്റൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വിശാല മനസ്കത, അതല്ല എൻ്റെ അർത്ഥം. അപ്പൊ ആ അതും കൂടെ ചെയ്ത്, ദാറ്റ് വാസ് ദ റിസൾട്ട്. അപ്പം അവരുടെ ഒരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ ജീവിക്കുന്നു, അവർക്കൊരു സിവിൽ ലോ ഉണ്ട്. അവിടേക്ക് കുറെ പേര് കോൺക്വസ്റ്റ് ആക്രമിച്ചു വരുന്നു, കുറെ പേര് കച്ചവടത്തിനൊക്കെ വരുന്നു, അവരവിടേക്ക് വരുന്നു. അപ്പൊ അവരുടെ ഫോറിൻ, ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ബുക്കിൽ എഴുതിയത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അതായത് അവരുടെ ഫോറിൻ കൺട്രീസിലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങൾ കൂടെ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് അവരുടെ സിവിൽ ലോ തന്നെ മാറ്റുകയാണ്. എക്സിസ്റ്റിംഗ് സിവിൽ ലോ മാറ്റിയിട്ട് ഈ ഫോറിനേഴ്സിനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ സിവിൽ ലോസ് മാറ്റി. അപ്പം ജസ്റ്റ് ജെന്റിയം വാസ് ദ റിസൾട്ട്. എങ്ങനെയാണ് ആ ജസ്റ്റ് ജെന്റിയം ഉണ്ടായത്? ജസ്റ്റ് സിവിൽ, അവിടെ ഉണ്ടായിരുന്ന സിവിൽ ലോസിനെ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ സ്ട്രിപ്പ് ചെയ്ത് കുറച്ച് കോസ്മോപോളിറ്റൻ ട്രിമ്മിങ്സ്, പറഞ്ഞാൽ കുറച്ച് കോസ്മോപോളിറ്റൻ ഒക്കെ ആയിട്ട് ഒന്ന് ട്രിം ചെയ്ത് എടുത്തപ്പോൾ ജസ്റ്റ് ജെന്റിയം ഉണ്ടായി. അപ്പൊ എന്തുണ്ടായി? അവരെ കൂടി അങ്ങ് ഇതിന്റെ അകത്തോട്ട് ഉൾപ്പെടുത്തി. എന്നിട്ട് അവർക്ക് യൂണിഫോം ആയിട്ട് ഒരു സിവിൽ കോഡ് അങ്ങ് കൊണ്ടുവന്നു ഇവിടെ. അപ്പൊ അവിടെ കോൺക്വസ്റ്റ് ആൻഡ് കോമേഴ്സ് വഴി അവരെന്ത് നിയമങ്ങളാണോ ഫോളോ ചെയ്തിരുന്നത് അതിനെയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അവരിൽ ഉണ്ടായിരുന്ന സിവിൽ കോഡിനെ അവർ മാറ്റിയെടുത്ത് ജസ്റ്റ് സിവിൽ എന്ന് പറഞ്ഞാൽ വിച്ച് വാസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ റോമൻ സിറ്റിസൺസ്. ജസ്റ്റ് ജെന്റിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിവിലിലെ ഫോർമാലിറ്റീസ് മാറ്റി അതിനെ കോസ്മോപോളിറ്റൻ ആക്കി മാറ്റി അവരുടെ ഫോറിൻ കൺട്രീസിൽ ഫോളോ ചെയ്തിരുന്ന ആ നിയമങ്ങളും ഇവിടെ ഇതിന്റെ അകത്തോട്ടേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. സോ അങ്ങനെയാണ് ജസ്റ്റ് ജെന്റിയം വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കാലം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അങ്ങ് പോയി. ജസ്റ്റ് സിവിൽ, ജസ്റ്റ് ജെന്റിയം എല്ലാം മാറി കോമൺ ആയിട്ട് ആൾക്കാർ അവിടെയുള്ള എല്ലാവരും പിന്നെ അവിടുത്തെ ആൾക്കാരായിട്ട് അങ്ങ് മാറും. Later on, just gentium and just civil became one when Roman citizenship was extended to all except a few classes. അപ്പോൾ റോമൻ സിറ്റിസൺഷിപ്പ് എല്ലാവർക്കും കൊടുത്തോടുകൂടി പിന്നെ കുറച്ചു കാലം വ്യത്യാസം നിലനിന്നു. ഇത് ജസ്റ്റ് ജെന്റിയം ആണ്, ഇത് ജസ്റ്റ് സിവിൽ ആണെന്ന്. പിന്നെ അവസാനം ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നായി മാറി അവിടെയുള്ള എല്ലാവർക്കും ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സിവിൽ കോഡ് വന്നു. അതാണ് ജസ്റ്റ് സിവിൽ എന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ റോമൻ. ജസ്റ്റ് ജെന്റിയം അത് നാച്ചുറൽ ലോ പ്രിൻസിപ്പിൾ വെച്ച് വന്നു. ജസ്റ്റ് നാച്ചുറാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോ. അപ്പൊ ഇത്രയും നിങ്ങൾ റോമൻസിനെ പറ്റിയിട്ട് ഈ 3 കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ഇനി അടുത്ത മിഡിൽ ഏജ്. മിഡിൽ ഏജിലേക്ക് അപ്പോൾ ഗ്രീക്സും എഴുതുക, റോമൻസും എഴുതുക, മറ്റേ
സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടത് ഇൻസൈറ്റ്, റീസൺ, പിന്നെ പോസിറ്റിവിസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഓക്കെയാണ് എക്സെപ്റ്റ് ദാറ്റ് ഷുഡ് ബി സബ്ജക്റ്റഡ് ടു എ ടെസ്റ്റ്. പിന്നെ മാൻ ഈസ് എൻഡോവ്ഡ് വിത്ത് റീസൺ റിഗാർഡ്ലെസ് ഓഫ് നാഷണാലിറ്റി ആൻഡ് റേസ്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലാക്കുക. പിന്നെ റോമൻ ലോ പറഞ്ഞതിൽ റോമൻസിന് മാത്രം ഒരു ലോ ഉണ്ടായിരുന്നു, അതാണ് ജസ്റ്റ് സിവിൽ. പിന്നെ അവര് കോൺക്വസ്റ്റ് ആൻഡ് കോമേഴ്സിലൂടെ വന്നപ്പോൾ അവരവരുടെ സിവിൽ ലോ ഒക്കെ മാറ്റി മറ്റവരുടെ ഫോറിനേഴ്സിന്റെ ലോ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ദാറ്റ് വാസ് ഡൺ ഇൻ ഗുഡ് സെൻസ് ആൻഡ് നാച്ചുറൽ ലോ പ്രിൻസിപ്പിൾസ് ആണ് അവിടെ അപ്ലൈ ചെയ്തത്. വാട്ട് വാസ് ദ റിസൾട്ട്? ഈ ജസ്റ്റ് സിവിലിനെ അവര് ഫോർമാലിറ്റീസ് ഒക്കെ സ്ട്രിപ്പ് ചെയ്ത് കോസ്മോപോളിറ്റൻ ട്രിപ്പിംഗ്സ് കൂടെ ചെയ്തപ്പോൾ ജസ്റ്റ് ജെന്റിസ് വാസ് ദ റിസൾട്ട്. അപ്പൊ പിന്നെ അവസാനം ഇതെല്ലാരും കൂടെ കുറച്ചും കൂടെ കാലം കഴിഞ്ഞപ്പോഴേക്ക് ഇതെല്ലാം കൂടെ ഒന്നായി. അപ്പൊ ജസ്റ്റ് നാച്ചുറലി, അപ്പൊ ലോ, നാച്ചുറൽ ലോ. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങൾ എഴുതുക. 3 വേർഡ്സ് ഓർത്ത് വെക്കുക: ജസ്റ്റ് സിവിൽ, ജസ്റ്റ് ജെന്റിയം, ജസ്റ്റ് നാച്ചുറൽ. ഇനി മിഡിൽ ഏജസിലേക്ക് വരിക. സെയിന്റ് ഓഗസ്റ്റിൻ. ഓക്കെ, സെയിന്റ് ഓഗസ്റ്റിൻ എന്താ പറഞ്ഞത്? അക്കോർഡിംഗ് ടു ഹിം അൺജസ്റ്റ് ലോസ്. ഇവിടെയാണ് മാർട്ടിൻ ലൂതർ കിങ് സെയിന്റ് ഓഗസ്റ്റിനെ കോട്ട് ചെയ്തത്. ഹിയർ ഐ ആം വിത്ത് സെയിന്റ് ഓഗസ്റ്റിൻ എന്നായാലും പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഹിം അൺജസ്റ്റ് ലോസ് ഡിസേർവ് നോ ഒബീഡിയൻസ്. ഓക്കെ, ഇതാണ് മാർട്ടിൻ ലൂതർ കിങ് കോട്ട് ചെയ്തത്. അതായത് ഇപ്പൊ എന്നെ പിടിച്ച് അവരുടെ ഒരു ഡിസ്ക്രിമിനേഷൻ വരികയല്ലേ, അപ്പൊ ദിസ് ഇസ് അൺജസ്റ്റ് ലോ, സോ ദിസ് ഡിസേർവ്സ് നോ ഒബീഡിയൻസ്. ദാറ്റ് അതുകൊണ്ട് അയാൾ പറഞ്ഞു ഹിയർ ഐ അഗ്രി വിത്ത് സെയിന്റ് ഓഗസ്റ്റിൻ. These laws are not laws at all. He said man can find out natural law by reason. കണ്ടോ, ഇവിടെയും റീസൺ ഉണ്ട്. ഈ റീസൺ എന്ന് പറയുന്ന സംഭവം ആൾക്കാർ മറക്കണം. വൺ ഷുഡ് അപ്ലൈ റീസണിങ്. അന്ധമായിട്ട് വിശ്വസിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. Man can find out natural law by applying reason and studying scriptures of the revelation of God. See, when you, അതായത് സ്ക്രിപ്റ്റേഴ്സ് ഓഫ് ദ റെവലേഷൻ ഓഫ് ദ ഗോഡിലേക്ക് റീസൺ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മാനിന് നാച്ചുറൽ ലോ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞത്. ഹി അറ്റംപ്റ്റഡ് ടു ഹാർമണൈസ് ടീച്ചിങ്സ് ഓഫ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് വിത്ത് കാത്തലിക്. അത് കഴിഞ്ഞിട്ട് ഫോർ ഫോൾഡ് അക്കോർഡിംഗ് ടു സെയിന്റ് തോമസ് അഗസ്റ്റിൻ. ഇവിടെ എന്തൊക്കെയാണ്? ഇത് 4 ഓർത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ കുറെ അങ്ങോട്ട് പോരും. ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമായിക്കോളും. അതായത് 4 സംഭവങ്ങളുണ്ട്. ഒന്ന്, നോൺ ഓൺലി ടു ഗോഡ്, ലെക്സ് എറ്റേണൽ. ഓക്കെ, ലെക്സ് 4 ലെക്സ് ഉണ്ട്. ആദ്യം അത് ഓർക്കുക. ലെക്സ് എന്ന് പറഞ്ഞ ലോ, ലെക്സ് 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 ലെക്സ്. ഓക്കെ, ആദ്യത്തത് ഇറ്റേണൽ, നോൺ ഓൺലി ടു ഗോഡ്. അത് മനുഷ്യന്മാർക്ക് അറിയാൻ ഒരു മാർഗവുമില്ല, അങ്ങനത്തെ നിയമങ്ങൾ. ഓക്കെ, അതിനാണ് ഇറ്റേണൽ ലോ എന്ന് പറയുന്നത്, നോൺ ഓൺലി ടു ഗോഡ്. ഇനി അടുത്തത് ലെക്സ് ഡിവീന, അതിനെ ഡിവൈൻ ലോ എന്ന് പറയും. അപ്പൊ അതിന് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഇറ്റേണൽ ലോ റിവീൽഡ് ടു മെൻ by God through holy scriptures. Okay, അപ്പോൾ ഹോളി സ്ക്രിപ്റ്റേഴ്സിലൂടെ ഇതാണ് എഴുതി വെച്ചത് എന്ന് പറഞ്ഞാണ് പാർട്ട് ഓഫ് ഇറ്റേണൽ ലോ. അപ്പോൾ ഇറ്റേണൽ ലോന്റെ ഇറ്റ് ഈസ് റിവീൽഡ് ടു മെൻ ബൈ ഗോഡ് ത്രൂ ഹോളി സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിലൊന്നും എനിക്ക് കൂടുതൽ പറയാനില്ല, അതുകൊണ്ടൊന്നും പറയുന്നില്ല. പിന്നെ പാർട്ട് ഓഫ് ഡിവൈൻ ലോ അണ്ടർസ്റ്റുഡ് ബൈ മെൻ ത്രൂ റീസൺ. ദിസ് മേക്സ് സെൻസ് ആക്ച്വലി. അതായത് പാർട്ട് ഓഫ് ഡിവൈൻ ലോ, ഇത് ലെക്സ് നാച്ചുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണിലൂടെ മനുഷ്യന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ലെക്സ് നാച്ചുറ. ഓക്കെ, അവസാനം അപ്പൊ എന്നിട്ട് അവസാനം പറയുന്നത് സെയിന്റ് തോമസ് അഗസ്റ്റിൻ കൺസിഡേർഡ് മാൻ മെയ്ഡ് ലോ അൺജസ്റ്റ് വേർ ഫർദർ ദ ഇൻട്രസ്റ്റ് ആണ്. അതായത് ആരാണോ നിയമം ഉണ്ടാക്കുന്നത് അവന് മാത്രം അവന്റെ ഇൻട്രസ്റ്റ് മാത്രം ഫർദർ ചെയ്യുന്നത് അൺജസ്റ്റ് ആണ്. എക്സീഡ്സ് ദ പവർ ഓഫ് ദ ലോ ഗിവർ, ഇമ്പോസസ് ബർഡൻ അൺഈക്വലി ഓൺ ദ ഗവേൺഡ്. ഓക്കെ, സ്വന്തം കാര്യം മാത്രം നോക്കാനുള്ള ഫർദർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് അത് ലോസ് ശരിയല്ല. അയാളുടെ പവറിനെ എക്സീഡ് ചെയ്യുന്നത് ശരിയല്ല. ആരെയാണോ ഗവേൺ ചെയ്യുന്നത് അവരെ ബേർഡൻ ചെയ്യരുത്. പിന്നെ ലെക്സ് ഹ്യൂമണ എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ് ലോ. അപ്പൊ എന്തൊക്കെയായിരുന്നു? 4. ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ നോൺ ഓൺലി ടു ഗോഡ്, ഡിവീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവീൽ ടു മെൻ ബൈ ഗോഡ് ത്രൂ ഹോളി സ്ക്രിപ്റ്റേഴ്സ്. പിന്നെ ലെക്സ് നാച്ചുറ മീൻസ് പാർട്ട് ഓഫ് ദ ഡിവൈൻ ലോ. ഇത് ആദ്യത്തെ ഇറ്റേണൽ ലോന്റെ പാർട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഡിവൈൻ ലോന്റെ പാർട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അണ്ടർസ്റ്റുഡ് ബൈ മെൻ ത്രൂ റീസൺ. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡിവൈൻ ലോയിനെ മനുഷ്യന് റീസൺ കൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യം പറഞ്ഞിരിക്കുന്നതിന്റെ സബ്സെറ്റ് ആണ് ഇത്. ഫസ്റ്റ് തിങ് ഈസ് ഇറ്റേണൽ ലോ നോൺ ഓൺലി ടു ഗോഡ്. ഓക്കെ, അതിന്റെ പാർട്ടാണ് ഡിവൈൻ ലോ. ആ ഇറ്റേണൽ ലോ എങ്ങനെയാണ് മെന്നിന് റിവീൽ ചെയ്ത്? ബൈ ഗോഡ് ത്രൂ ദ ഹോളി സ്ക്രിപ്റ്റേഴ്സ്. ഇനി ഈ ഡിവൈൻ ലോന്റെ പാർട്ടാണ് നാച്ചുറൽ ലോ, ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ മെൻ ത്രൂ റീസൺ. ഓക്കെ, അവസാനം ഉണ്ടാക്കുന്ന മാൻമെയ്ഡ് ലോ ലെക്സ് ഹ്യൂമണ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ കണക്ഷൻ മനസ്സിലായോ? ആദ്യം
ദൈവത്തിന് മാത്രം അറിയുന്ന കുറച്ച് നിയമങ്ങൾ. ആ നിയമത്തിന്റെ കുറച്ച് ഭാഗം, അതിന്റെ ഭാഗം മനുഷ്യർക്ക് റിവീൽ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ബൈ ഗോഡ് ത്രൂ ഹോളി സ്ക്രിപ്റ്റേഴ്സ്. ഇനി ആ ഡിവൈൻ ലോയിന്റെ ഭാഗം മാനിന് റീസൺ വഴി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നാച്ചുറൽ ലോ. അപ്പൊ എന്താണ് നാച്ചുറൽ ലോ? ഈ ഡിവൈൻ ലോയിനെ റീസൺ വെച്ച് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നാച്ചുറൽ ലോ. ഡിവൈൻ ലോ എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ത്രൂ ഹോളി സ്ക്രിപ്റ്റേഴ്സ് റിവീൽ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതാണ് ഡിവൈൻ ലോ. ലാസ്റ്റ് ലെക്സ് ഹ്യൂമണ. ഓക്കെ, അതിൻ്റെ അകത്ത് മാൻമെയ്ഡ് ലോ. അപ്പൊ മാൻമെയ്ഡ് ലോ ഇതൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. ഇനി റെനസാൻസ് പീരിയഡ്, ഇതിലിവിടെയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി വരുന്നത്. ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ കുറെ ആൾക്കാരുണ്ട്. ആ ലോക്ക്, ഗ്രോഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ട്. തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട്. ഓക്കെ, കണ്ടോ? റൂസോ, ലോക്ക്, ഹോബ്സ്. ഇവിടുന്നാണ് അത് നാച്ചുറൽ ലോയിൽ നിന്ന് അത് നാച്ചുറൽ റൈറ്റ്സിലേക്ക് പോകുന്നത്. സോഷ്യൽ കോൺട്രാക്റ്റിൽ നിന്നാണ് അത്. ദാറ്റ് വാസ് എ ഫോർ റണ്ണർ ടു ദ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സും ഈ നാച്ചുറൽ ലോയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അതായത് തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് റെനസാൻസ് പീരിയഡിലാണ് വരുന്നത്. അപ്പൊ അത് ഈ മൂന്ന് പേരുടെ പേര് എഴുതുക, റൂസോ, ഹോബ്സ് ആൻഡ് ലോക്ക്. അതിൻ്റെ അകത്ത് ഈ നാച്ചുറൽ ലോയിൽ നിന്ന് അത് നാച്ചുറൽ റൈറ്റ്സിലേക്ക് പോയി. ഈ നാച്ചുറൽ റൈറ്റ്സ് ആക്ച്വലി ഇറ്റ് വാസ് എ ഫോർ റണ്ണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ അതുമായാലും റെനസാൻസ് പീരിയഡും കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് മോഡേൺ പീരിയഡ്. മോഡേൺ പീരിയഡ് ആണ് നാച്ചുറൽ ലോ വാസ് ഇവിടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നാച്ചുറൽ ലോന്റെ മോഡേൺ പീരിയഡ് നമ്മൾ പറഞ്ഞു ഒക്കെ എഴുതിയാൽ മതി. ഇത്രയും നേരം പറഞ്ഞു, അതായത് ഓഡി ഓൾട്ടറം പാറ്റം, നീമോ, ജൂഡെക്സ്, ഇൻകോസ, സുവ. പിന്നെ നിങ്ങൾ ഇതൊക്കെ അങ്ങ് എഴുതുക. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പ്രിൻസിപ്പിൾസ് ഓഫ് എക്വിറ്റി ബീങ് ഡെവലപ്ഡ് ഓൺ ഫോർ ലോർഡ് ചാൻസലർ, ഹാർഷ്നെസ് ഓഫ് കോമൺ ലോ. അതൊക്കെ സംഭവങ്ങളുണ്ട്. ഈ കോമൺ ലോ ഒക്കെ ഭയങ്കര ഹാർഷ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അതിലൊക്കെ ഒന്ന് ഹാർഷ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ മോഡേൺ പീരിയഡിൽ വേറെ ഒന്നും എഴുതണ്ട. ലൈക്ക് എ ഹോർലൻ നാച്ചുറൽ ലോ വാസ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ഓൾ. ഓക്കെ, എമർജൻസ് ഓഫ് പോസിറ്റീവ്സ് ഹു ബിലീവ് ദാറ്റ് റൂൾ natural law gathered Nazi World War, following World War II, natural law gathered acceptance due to atrocities. Okay, നാസി അട്രോസിറ്റീസ് കഴിഞ്ഞപ്പോഴാണ് ഈ നാച്ചുറൽ ലോന് സിഗ്നിഫിക്കൻസ് വന്നത്. അപ്പൊ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം നാച്ചുറൽ ലോ സ്കൂളിൽ? ഞാൻ സമ്മറൈസ് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ പറ്റിയാണ്. സോക്രട്ടീസിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇൻസൈറ്റ്, റീസൺ. ഈ രണ്ട് വേർഡാണ് അയാളുടെ മെയിൻ ആയിട്ടുള്ള വേർഡ്സ്. മാനിന്റെ ഇൻസൈറ്റും റീസണിങ്ങും വെച്ചിട്ട് നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. എന്ത്? നമ്മുടെ ഓസ്റ്റിൻ പറഞ്ഞ ആ ലോയിൽ. അത് കമാൻഡ് ആയിക്കോട്ടെ, ബാക്ക്ഡ് ബൈ സാങ്ഷൻ ആയിക്കോട്ടെ, എവറിത്തിങ് ഇസ് ഫൈൻ. പക്ഷെ ആ ലോയിനെ ക്രിട്ടിക്കലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം? മനുഷ്യന്റെ ഇൻസൈറ്റ് കൊണ്ട് പ്ലസ് റീസണിങ്. ഇത് തന്നെയാണ് പ്ലേറ്റോവും പറഞ്ഞത്. അതായത് അങ്ങനെയുള്ള ആ ഇതിന് ആ സ്റ്റാൻഡേർഡ് യൂണിവേഴ്സൽ ആൻഡ് ഇമ്മ്യൂട്ടബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ അരിസ്റ്റോട്ടലിലേക്ക് വന്നപ്പോൾ അയാൾ പറഞ്ഞു മാൻ ഈസ് എൻഡൗഡ് വിത്ത് റീസൺ. അതായത് നമുക്ക് റീസണിങ് പവർ ഉണ്ട്, റിഗാർഡ്ലെസ് ഓഫ് നാഷണാലിറ്റി, റേസ്, അതൊക്കെ. പിന്നെ സ്റ്റോയിക്സിന്റെ കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോമൻസിലേക്ക് വരിക. റോമൻസിലേക്ക് വരുമ്പോൾ ജസ്റ്റ് സിവിൽ, അവർക്കൊരു സിവിൽ ഇതുണ്ടായിരുന്നു. പിന്നെ കോൺക്വസ്റ്റ് ആൻഡ് കോൺകറിലൂടെ ആൾക്കാർ അവിടെ വന്നപ്പോൾ അവരെയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് അവരുടെ ജസ്റ്റ് സിവിലിനെ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ സ്ട്രിപ്പ് ചെയ്ത് കുറച്ച് കോസ്മോപോളിറ്റൻ ട്രിമ്മിങ്സോട് കൂടി ജസ്റ്റ് ജെന്റിയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായി. അതായത് അവരെ മറ്റവരും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഒരാൾ കോൺകർ ചെയ്ത് ഒരു നാട്ടിലേക്ക് വരുമ്പോൾ അവരെയും കൂടെ ആ നാടിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അവർക്ക് പിന്നീടൊക്കെ സിറ്റിസൺഷിപ്പും കൊടുക്കുകയാണ്. അപ്പം അവരെല്ലാവരും ഒരു ജസ്റ്റ് ജെന്റിയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. അതൊരു നാച്ചുറൽ ലോന്റെ പാർട്ടാണ്. കാലക്രമേണ ജസ്റ്റ് ജെന്റിയും ജസ്റ്റ് സിവിലും തമ്മിലുള്ള വ്യത്യാസം തന്നെ ആൾക്കാർ മറന്നുപോയി. എല്ലാവരും ആ രാജ്യത്തിന്റെ ആൾക്കാരായി മാറുകയാണ്. പിന്നെ ജസ്റ്റ് നാച്ചുറല്, അതായത് നാച്ചുറൽ ലോ, അത് മൂന്നും റോമൻസിന്റെ കാര്യം പറയാം. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മൾ റെനസാൻസ് പീരിയഡിലേക്ക്, പിന്നെ മിഡിൽ ഏജിലേക്ക് വന്നു. അത് സെയിന്റ് തോമസ് അഗസ്റ്റിൻ പറഞ്ഞത് ആ 4 വേർഡ്സ് ഓർത്തിരുന്നാൽ മതി. ആദ്യം എന്തായിരുന്നു? ലെക്സ് എറ്റേണ, അതായത് ദൈവത്തിന് മാത്രം അറിയുന്ന നിയമങ്ങൾ. പിന്നെ ലെക്സ് ഡിവിന, അതായത് ദൈവത്തിന് മാത്രം അറിഞ്ഞിരിക്കുന്നതിൽ കുറച്ച് ഭാഗം ഹോളി സ്ക്രിപ്റ്റേഴ്സിലൂടെ അത് ഗോഡ് മനുഷ്യന് വേണ്ടി പറഞ്ഞു കൊടുത്തു. കുറച്ച് കാര്യങ്ങൾ എന്നാ പറഞ്ഞത്, ബാക്കി എന്താണ് അവന് ചെയ്യാൻ പോകുന്നത്. ഇനി ബാക്കി അത് കഴിഞ്ഞപ്പം ഈ ഡിവൈൻ ലോ തന്നെ അതിന്റെ ഇത് ത്രൂ റീസൺ നമുക്ക് അറിയാൻ പറ്റും. അതാണ് എന്താണ് ലെക്സ് എറ്റേണൽ കഴിഞ്ഞു, ഡിവിനിറ്റി കഴിഞ്ഞു, പിന്നെ അതെന്തായിരുന്നു ലെക്സ് നാച്ചുറൽ, അതാണ് നാച്ചുറൽ ലോ. അപ്പം ഈ
ഡിവൈൻ ആയിട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആ ഡിവൈൻ ലോയിനെ നമുക്ക് മനുഷ്യന് റീസൺ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ദാറ്റ് ഈസ് വാട്ട് ആക്ച്വലി ഈസ് നാച്ചുറൽ ലോ. പക്ഷെ സോക്രട്ടീസ് ഇതൊന്നും ഇല്ലാതെ തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. സോക്രട്ടീസ് പറഞ്ഞു ജസ്റ്റ് മാൻസ് ഇൻസൈറ്റ് പ്ലസ് റീസണിങ് ഇസ് റിക്വയർഡ്. അതാണ് സോക്രട്ടീസ് പറഞ്ഞത്. ഇനി അവസാനം ലെക്സ് ഹ്യൂമൻ ലോ. ഹ്യൂമൻ ലോ എന്ന് പറയുന്നത് പിന്നെ ഹ്യൂമൻ ലോ ആ ലോ ഇത് 3 എണ്ണം ഫോളോ ചെയ്യണം. അതായത് ലോ ഗിവറിന്റെ ഇൻട്രസ്റ്റ് മാത്രം നോക്കരുത്, അത് ആരുടെ മുകളിലാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് അയാളെ ബേർഡൻ ചെയ്യരുത്, പിന്നെ ലോ ഗിവറിന്റെ പവർ എക്സീഡ് ചെയ്യരുത്. പിന്നെ റെനസാൻസ് പീരീഡിൽ നിങ്ങൾ ഓർക്കേണ്ടത് തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്റ്റിലേക്ക് വന്നു. തോമസ് ഹോബ്സ്, ലോക്ക് അവരുടെയൊക്കെ പേര് എഴുതുക, റൂസോ. പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് എഴുതേണ്ടത് ദിസ് വാസ് ഈ നാച്ചുറൽ ലോ ആണ് പിന്നീട് നാച്ചുറൽ റൈറ്റ്സ് ആയി മാറുന്നതും വിച്ച് ലേറ്റർ ഓൺ ബിക്കെയിം ദ ഫോർ റണ്ണർ ടു ദ ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മോഡേൺ പീരിയഡിലേക്ക് വരിക. മോഡേൺ പീരിയഡിൽ വരിച്ച് വരുമ്പോൾ ലൈക്ക് എ ഹാർലെറ്റ് നാച്ചുറൽ ലോ ആർ at the disposal of all. എന്താ ഇതിന്റെ അർത്ഥം? ഹാർലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയുന്നില്ല, ആരെങ്കിലും നോക്കിയിട്ട് പറയും. ലൈക്ക് എ ഹാർലെറ്റ് നാച്ചുറൽ ലോ വാസ് at the disposal of all. നാച്ചുറൽ ലോ എല്ലാവരുടെയും അടുത്തുണ്ട്. ആൾഫ് റോസ് പറഞ്ഞതാ. ആർക്കും അറിയാത്ത സാധനമല്ല, എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ഹാർലെറ്റ്? എല്ലാവർക്കും അവൈലബിൾ ആണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, പ്രോസ്റ്റിറ്റ്യൂട്ട്. വല്ലാത്തൊരു അനാലജി ആയിപ്പോയി, വേറെ ഒന്നും കിട്ടിയില്ല. ലൈക്ക് ഹാർലെറ്റ് നാച്ചുറൽ ലോ വാസ്, അതായത് എല്ലാവർക്കും, അതായത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. അതായത് ഈ മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം, ഈ ഇൻസൈറ്റ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉള്ളതാണ്. അത് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സത്യം പറഞ്ഞാൽ മാനിന്റെ ഇൻസൈറ്റ് പ്ലസ് ഗുഡ് റീസൺ വെച്ചിട്ട് നമുക്കൊരു ലോയിനെ ഇറ്റ് ക്യാൻ ബി സബ്ജക്റ്റഡ് ടു എ ടെസ്റ്റ്. ഇത് മോറലി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് അതാണ് പറഞ്ഞിരിക്കുന്നത്. So this gave rise to Universal Declaration of Human Rights. അതൊക്കെ എഴുതുക. പിന്നെ ഞാൻ പറഞ്ഞ 3 കേസുകൾ, AK ക്രൈപ്പക് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ അകത്ത് 3 എണ്ണം എഴുതുക. നെമോ ജൂഡെക്സ്, ഓൾഡി ഓൾട്ടറൻ പാർട്ടം, പിന്നെ ബയസ് പാടില്ല. പിന്നെ AK ഗോപാലൻ, മേനകാ ഗാന്ധി. പിന്നെ ആ 2 കേസ് എന്തായിരുന്നു? സ്റ്റാഫ് മോട്ടോർ കോർപ്പറേഷൻ, ലോറി കൊടുക്കുന്നു, എയർ പർച്ചേസിൽ എടുക്കുന്നു. പെസിഫിക് കോർപ്പറേഷൻ, ഒരാള് ഷോറൂമിൽ പോയി കാർ മേടിക്കുന്നു, അവിടെ തന്നെ വെക്കുന്നു, അതിൽ മറച്ചു വെക്കുന്നു. അതിൽ പ്രിവി കൗൺസിൽ തിരിച്ച് പറഞ്ഞു ഇന്റൻഷൻ നോക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നാച്ചുറൽ ലോ കഴിഞ്ഞല്ലോ. ഞാൻ ഇത് നിങ്ങൾക്ക് അത് ഗ്രൂപ്പിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ നാച്ചുറൽ ലോ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഹിസ്റ്റോറിക്കൽ ലോ ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് മാത്രം മറക്കാതിരുന്നാൽ ഈ 4 എണ്ണം എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അതായത് ഈ 4 എണ്ണം, ലെക്സ് എറ്റേണ, ലെക്സ് ഡിവിന ഡിവൈൻ ലോ, ലെക്സ് നാച്ചുറ ആൻഡ് ലെക്സ് ഹ്യൂമണ. ഓക്കെ, എനി ഡൗട്ട് സോ ഫാർ? നിങ്ങൾ ഉറങ്ങിയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ. ലോകൽമാൻ സാർ പറയുന്ന പറയണോ? ഓ ആയിക്കോട്ടെ. ഇനി എന്താണ് അവസ്ഥ? ഉറങ്ങിയോ നിങ്ങൾ? സമയം മതിയായി അല്ലേ? ഇനിയിപ്പോ ഹിസ്റ്റോറിക്കൽ സ്കൂളും കൂടെ ബാക്കിയുണ്ട്, അത് നോക്കാം അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇരിക്കാൻ തയ്യാറാണ്, നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കൽ സ്കൂള് ഇതെല്ലാം കൂടെ, ഹിസ്റ്റോറിക്കൽ സ്കൂളും കൂടെ നാളെ വരുമോ എന്നുള്ളതാണ്. ഇതെല്ലാം കൂടെ അവിയൽ പരുവാകും മിക്കവാറും എൻ്റെ കേസിൽ. എനിക്കിതെല്ലാം കൂടെ, പക്ഷെ പോസിറ്റീവ് സ്കൂൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതും. ഇതൊക്കെ ഈ പേരൊക്കെ ചിലപ്പോൾ നാളെ, അതും അവസാനത്തെ അവറ കേട്ടോ എക്സാം. അജയരത്ന സാറെ ക്ലാസ് ഉണ്ട്, അത് 8:30 അവിടെ എത്തുകയാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഓക്കെ, ഇനി ഹിസ്റ്റോറിക്കൽ ലോ സ്കൂൾ, അല്ല സോറി, ലോ സ്കൂൾ, ഹിസ്റ്റോറിക്കൽ സ്കൂൾ അതാണ് എടുത്തത്. ഹിസ്റ്റോറിക്കൽ കുറച്ച് അപകടകാരിയാണ്. കാരണം ഇയാൾ കസ്റ്റമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ സ്കൂൾ ആദ്യം ഇറ്റ് കെയിം ആസ് എ, നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കെയിം ആസ് എ റിയാക്ഷൻ എഗെയിൻസ്റ്റ് നാച്ചുറൽ ലോ സ്കൂൾ. നമുക്ക് ഓൾറെഡി 2 ലോ സ്കൂൾ ഉണ്ട്, നാച്ചുറൽ ലോ സ്കൂളും നാച്ചുറൽ ലോ സ്കൂൾ. ഓക്കെ, അപ്പം
ഇവര് പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ലോ സ്കൂളുകാർ പറയുന്നത് ദിസ് ഈസ് നോട്ട് ഡിവൈൻ ഓർ ഇറ്റേണൽ. ദിസ് ഈസ് നോട്ട് ഡിവൈൻ ഓർ ഇറ്റേണൽ. അതായത് ഹിസ്റ്റോറിക്കൽ ലോ എന്ന് പറയുന്നത് ഡിവൈൻ, അതായത് ഗോഡ് ഗിവൺ അല്ല, ഇറ്റേണൽ എന്നേക്കുമായി നിലനിൽക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ. ഹിസ്റ്റോറിക്കൽ ലോ സ്കൂൾ എന്ന് പറയുന്നത് അതായത് ഇറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് ലോ by people, formation of law by people, not by some divine origin. സാധാരണ മനുഷ്യന്മാർ കൂടി ഇരുന്ന് ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ ഡിവൈൻ ഒറിജിൻ അല്ല. ഓക്കെ. ഇറ്റ് ഇസ് നോട്ട് ഡിവൈൻ ഇറ്റേണൽ. ഫോർമേഷൻ ഓഫ് ലോ ഇസ് ബൈ പീപ്പിൾ, നോട്ട് ബൈ സം ഡിവൈൻ. അങ്ങനെ ഇവര് നാച്ചുറൽ ലോ സ്കൂളിനെ അറ്റാക്ക് ചെയ്തു. അടുത്തത് അവർ മറ്റവരെയും വെറുതെ വിട്ടില്ല, പോസിറ്റിവിസ്റ്റ് സ്കൂളിനെയും അവർ അറ്റാക്ക് ചെയ്തു. ഒപ്പോസസ്. അവർക്ക് റീസണിങ്ങും വേണ്ട, ഇൻസൈറ്റും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. അവർ ഒപ്പോസസ് അവർക്ക് അനലിറ്റിക്കൽ സ്കൂൾ, അതായത് ഓസ്റ്റീനിയൻ സ്കൂളിനെ അവർ അറ്റാക്ക് ചെയ്തു. ഓസ്റ്റീനിയൻ സ്കൂൾ അതിലവരെന്താ പറഞ്ഞത്? ഓസ്റ്റീനിയൻ സ്കൂൾ എന്താ പറയുന്നത്? ഫോർമേഷൻ ഓഫ് ലോ ഈസ് ബൈ സ്റ്റേറ്റ് ആൻഡ് ലെജിസ്ലേച്ചർ. ഓക്കെ, ശരിയല്ലേ അത്? ഇറ്റ് ഇസ് എ കമാൻഡ് ബൈ ദ സോവറിൻ. അതായത് ഇവിടെ സോവറിൻ ആരാ? ലെജിസ്ലേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ പാർലമെന്റ് ആയിരിക്കും, ബാക്ക്ഡ് ബൈ സാങ്ഷൻ. അപ്പൊ അതാണ് ഓസ്റ്റീനിയൻ സ്കൂൾ പറയുന്നത്. ഹിസ്റ്റോറിക്കൽ സ്കൂളുകാർ കുറച്ച് അപകടകാരികളാണ്. അവർ പറയുന്നത് formation of law through customs. കസ്റ്റം എന്താണോ അതിൽ നിന്നാണ് ലോ ഉണ്ടാക്കേണ്ടതെന്നാണ് പറയുന്നത്. കസ്റ്റംസ് ആൻഡ് ഹാബിറ്റ്സ്. കസ്റ്റം ഹാബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നിയമം ഉണ്ടാക്കുന്നത്. Not by judges and superior authority. ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടും എന്താ സാധനം എന്നുള്ളത്. ഓക്കെ. ആദ്യം അവർ നാച്ചുറൽ ലോ സ്കൂളിനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങളെ മാതിരി ഇത് ഡിവൈനിറ്റി ഉള്ളതോ ഇറ്റേണൽ ആയിട്ടുള്ള സംഭവമൊന്നുമല്ല, നമ്മൾ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കുന്ന, അല്ലാതെ ഇതിനൊരു ഡിവൈൻ ഒറിജിനും ഇല്ല. പിന്നെ ഓസ്റ്റീനിയൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ലോ ഉണ്ടാക്കുന്നത് ഒരു സോവറിൻ, ഒരു ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആയിരിക്കും. ഇവിടെ സ്റ്റേറ്റോ ജഡ്ജസോ സുപ്പീരിയർ അതോറിറ്റീസോ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. ഇത് ത്രൂ കസ്റ്റംസ് ആൻഡ് ഹാബിറ്റ്സിലൂടെ വന്ന സാധനമാണ് നിയമം എന്ന് പറയുന്നത്. അതാണ് ഇവരുടെ അഭിപ്രായം. ഓക്കെ. ഇത്രയും നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു കേസ് ലോ എഴുതാൻ പറ്റും. ഒരു കേസ് ലോ എഴുതാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈറം പെസ്റ്റോൺജി. നിങ്ങൾ എഴുതുന്നില്ലേ? ബൈറം പെസ്റ്റോൺജി ഗാരിവാല. വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ബൈറം പെസ്റ്റോൺജി ഗാരിവാല വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ. ഇതിലെന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് തോമൻ ഇയാൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ഈസ് എ ഹിസ്റ്റോറിക്കൽ പ്രോഡക്റ്റ്. ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ഈസ് എ ഹിസ്റ്റോറിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ കേസിലാണ്. നല്ലൊരു കേസായല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നമുക്ക് തൽക്കാലം മറക്കാം. അതായത് ഇറ്റ് ഈസ് എംബെഡഡ് ഇൻ അവർ ലാൻഡ്, nurtured and nourished by our culture, languages and THOMMAN. Justice Thoman. THOMMAN. ഓക്കെ. അയാൾ പറഞ്ഞത് ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ഇസ് എ ഹിസ്റ്റോറിക്കൽ പ്രോഡക്റ്റ്. അതായത് നമ്മൾ ഒരുപാട്
കൾച്ചേഴ്സിൻ്റെയും അതുവഴി കൾച്ചർ, ലാംഗ്വേജസ്, കസ്റ്റംസ് ഇതെല്ലാം നർച്ചർ ചെയ്ത് നറിഷ് ചെയ്ത് ഉണ്ടാക്കിയതാണ് നമ്മുടെ ലീഗൽ സിസ്റ്റം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആ ജഡ്ജ്. അതൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അയാൾ അങ്ങനെ പറഞ്ഞു, എഴുതിയ മാർക്ക് കിട്ടും, അത്ര എനിക്കറിയാം. ഇനി ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ജൂറിസ്റ്റിലേക്ക് പോവാം. ജൂറിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് സാൽമണ്ടിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സാൽമണ്ട് പറഞ്ഞത്, രണ്ടും സാൽമണ്ട് തന്നെയാണ് പറഞ്ഞത്, അതായത് അനലിറ്റിക്കൽ സ്കൂൾ, അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്, അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്താ പറയുന്നത്? സിസ്റ്റമാറ്റിക് എക്സ്പോസിഷൻ ഓഫ് ലീഗൽ സിസ്റ്റം. സിസ്റ്റമാറ്റിക് എക്സ്പോസിഷൻ. നമ്മൾ ഈ എക്സാമിന്റെ തലേദിവസം ഇങ്ങനെ പഠിക്കുന്നത് നിർത്തി നമ്മൾ എല്ലാ ദിവസവും വേണ്ടി പഠിക്കണം കേട്ടോ. കാരണം ഇതുകൊണ്ട് കാര്യമില്ല സത്യം പറഞ്ഞാൽ. എക്സ്പോസിഷൻ ഓഫ് ലീഗൽ, നമ്മളിങ്ങനെ എന്തൊക്കെയോ കുറെ കാണാൻ പാടാൻ പഠിച്ച്. സിസ്റ്റമാറ്റിക് എക്സ്പോസിഷൻ ഓഫ് ലീഗൽ സിസ്റ്റം, ഇതാണ് അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് ആണ് സാൽമണ്ട് പറഞ്ഞത്. ഇതൊക്കെ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, സിസ്റ്റമാറ്റിക് ആയിട്ട് ലീഗൽ സിസ്റ്റത്തിനെ എക്സ്പൗണ്ട് ചെയ്യാം. പക്ഷേ സാൽമണ്ട് തന്നെ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് എക്സ്പോസിഷൻ ഓഫ് ദ ലീഗൽ സിസ്റ്റം അല്ല. ദിസ് ഡീൽസ് വിത്ത് general principles. This deals with general principles governing the origin and development of laws. അത് മനസ്സിലായോ? ഇവിടെ കീ വേർഡ്സ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതായത് സാൽമണ്ട് പറഞ്ഞ അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് പറഞ്ഞാൽ ആ ലീഗൽ സിസ്റ്റത്തിന്റെ എന്താണ്, അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സ്പോസിഷൻ, അതെന്താന്നുള്ളത് പഠിക്കുക. പക്ഷെ ഹിസ്റ്റോറിക്കൽ ജൂറിസ്പ്രുഡൻസുകാർ ചെയ്യുന്നത് ആ ലോ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് പഠിക്കുന്നത്. അതിന്റെ ഒറിജിനും അത് എവിടെ നിന്നുണ്ടായി, അതിന്റെ സോഴ്സ് എന്താണ്, അതിന്റെ ഡെവലപ്മെന്റ് എന്താണ്. ബേസിക്കലി അതൊരു കസ്റ്റത്തിന്റെ പുറത്തുനിന്ന് വന്നതായിരിക്കും. ഓക്കെ, ഇവര് സിസ്റ്റമാറ്റിക് എക്സ്പോസിഷൻ ആണ് പഠിക്കുന്നത്, ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ സിസ്റ്റമാറ്റിക് എക്സ്പോസിഷൻ. ഓക്കെ, മറ്റേത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അതാണ് മെയിൻ. അതായത് ഇവര് ഒരു ലോ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടായി, അതിന്റെ ഒറിജിൻ എന്താണ് എന്നൊക്കെ നോക്കിയിട്ടാണ്. ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഹിസ്റ്റോറിക്കൽ ആയിട്ട് പഠിക്കുന്നത്. മറ്റേത് സ്ട്രെയിറ്റ് അവേ എക്സ്പോസിഷൻ ആണ്, സിസ്റ്റമാറ്റിക് എക്സ്പോസിഷൻ ആണ്. ഇത് സാൽമണ്ട് പറഞ്ഞാണ്. അപ്പൊ ഈ ഡിഫറൻസ് എഴുതുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് മെയിൻ ആയിട്ടുള്ള ആളിലേക്ക് പോവാം, മോണ്ടെസ്ക്യൂ. ഓക്കെ, മോണ്ടെസ്ക്യൂ. മോണ്ടെസ്ക്യൂ എന്താണ് പറഞ്ഞത്? വാസ് ദ ഫസ്റ്റ് ജൂറിസ്റ്റ് ഇതിന്റെ അകത്ത്. ഓക്കെ, ഹിസ്റ്റോറിക്കലിലെ ഫസ്റ്റ് ജൂറിസ്റ്റ് ആണ്. ഇയാൾ എഴുതിയ ബുക്കിന്റെ പേരാണ് സ്പിരിറ്റ് ഓഫ് ലോസ്. സ്പിരിറ്റ് ഓഫ് ലോസ്. എന്താണ് എഴുതിയ ബുക്ക്? സ്പിരിറ്റ് ഓഫ് ലോസ്. ഇയാളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം കൊടുത്തു, എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ട്. അത് എന്താണെന്നറിയാം? പറയ്. ഇയാള് മോണ്ടെസ്ക്യൂന്റെ ഒരു പറഞ്ഞോളൂ, പറയൂ. അല്ലല്ല, ഒരു സാധനം അയാൾ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലും ഇംപ്ലിമെന്റ് ചെയ്തൊരു സാധനമുണ്ട്. അയാൾ പറഞ്ഞതാണത്. എന്താണത്? പറഞ്ഞോളൂ. ആ, അതല്ല അയാള് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അയാളല്ലേ പറഞ്ഞേ, മോണ്ടെസ്ക്യൂ. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് മോണ്ടെസ്ക്യൂന്റെ ആണ്. അതായത് ഏത് സെപ്പറേഷൻ, അത് മനസ്സിലായില്ലേ? സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഓൾമോസ്റ്റ് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലും ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് മോണ്ടെസ്ക്യൂന്റെ കോൺട്രിബ്യൂഷൻ ആണ്. സ്പിരിറ്റ് ഓഫ് ലോസ് എന്നുള്ളൊരു ബുക്ക് അയാൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അയാൾ പറഞ്ഞ എന്താണെന്നറിയോ? മോണ്ടെസ്ക്യൂ പറഞ്ഞ ലോ മസ്റ്റ് ആൻസർ. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
law must answer the needs of ടൈം ആൻഡ് പ്ലേസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് ഈ കോട്ട് ചോദിക്കും. ഞാനത് കണ്ടിട്ടുണ്ട്, ഒരു ക്ലാറ്റിൻ്റെ ഇതിലൊരു ക്വസ്റ്റ്യൻ കണ്ടു. ഇത് അതേമാതിരി കോട്ട് ചെയ്തിട്ട് ഇത് ആരാ പറഞ്ഞാണ്. ലോ മസ്റ്റ് ആൻസർ ദ നീഡ്സ് ഓഫ് ടൈം ആൻഡ് പ്ലേസ്. ഏത് സ്ഥലത്തെയാണോ ഏത് കാലഘട്ടത്തിലെയാണോ ആ നീഡ്സിനെ ആൻസർ ചെയ്യണം നിയമം. അതാണ് അതിൽ പറഞ്ഞത്. വേറൊരു സ്ഥലത്തെ നിയമം എടുത്തുകൊണ്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഈ നാട്ടിലെ നിയമം എന്താണോ ആ കാലഘട്ടത്തിലെ ഈ നാട് ഏതാണോ ആ കാലഘട്ടം ഏതാണോ അതിന്റെ നീഡ്സിനെ ആൻസർ ചെയ്യുന്നതാണ് നിയമം എന്ന് മാത്രമല്ല, ആൻഡ് ഷുഡ് ബി ഡിറ്റർമിൻഡ് by countries national characteristic. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നാഷണൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് ചോദിച്ചു, ഓരോ രാജ്യത്തിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും. ഓരോ രാജ്യത്തിനും ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലേസ് ആൻഡ് ടൈം. അതിനനുസരിച്ചിട്ട് വേണം അതിൻ്റെ ആ കാലഘട്ടത്തിലെ റിക്വയർമെന്റ്സിനെ ആൻസർ ചെയ്യണം ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് മോണ്ടെസ്ക്യൂ പറഞ്ഞു. അപ്പോൾ മോണ്ടെസ്ക്യൂവിനെ പറ്റി ഇത്രയും ഓർത്താൽ മതി. സ്പിരിറ്റ് ഓഫ് ലോ ബുക്കാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അയാളാണ് കൊണ്ടുവന്നത്, വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഓൾമോസ്റ്റ് എവറി കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഓരോ രാജ്യത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിട്ടാണ് ആ രാജ്യത്തെ നിയമം ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, ആ നിയമം ഷുഡ് ആൻസർ ദ ടൈം ആൻഡ് പ്ലേസ്. ആ കാലഘട്ടത്തിലെ ആ സ്ഥലത്തിന്റെയും നീഡ്സിനെ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പം മോണ്ടെസ്ക്യൂ കഴിഞ്ഞു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് സാവിഗ്നി. ഓക്കെ, ഫ്രീഡ്രിച്ച് വോൺ സാവിഗ്നി. ഓക്കെ, ഇയാളെയാണ് ഫൗണ്ടർ ഓഫ് ഹിസ്റ്റോറിക് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇയാൾ പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് അൺകോൺഷ്യസ് ആൻഡ് ഓർഗാനിക് ഗ്രോത്ത്. ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൊസൈറ്റിയിൽ ഒരു എഫേർട്ട് ഒന്നും കൂടാതെ നാച്ചുറലായിട്ട്, ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ എന്നാണ്, നാച്ചുറലായിട്ട് ബബിൾ ചെയ്ത് അങ്ങ് ഗ്രോ ചെയ്യുന്ന ഒരു സാധനമാണ്. Therefore, law is found and not made. Law is found and not made. Okay, അപ്പോൾ ലോ കണ്ടുപിടിക്കുന്നത്, കാരണം അത് ഓൾറെഡി ആ സിസ്റ്റത്തിലുള്ള സാധനമാണ്, അത് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. ഈ കോട്ട് ഞാൻ ചോദിച്ചത് കണ്ടിട്ടുണ്ട്, അത് സാവിഗ്നിയുടെ കോട്ടാണ്. അതായത് ലോ ഒരു സ്ഥലത്ത് നാച്ചുറലായിട്ട് ബബിൾ ചെയ്ത് വരുന്നത്, അതാണ് ഓർഗാനിക് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. അത് അൺകോൺഷ്യസ് ആയിട്ട് ആ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സ്ഥലത്ത് ഓരോ രാജ്യത്ത് ആരും എന്താ പറയുക ഉണ്ടാക്കാതെ തന്നെ അവിടെ ഉണ്ടായി വരുന്ന, തന്നെ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കാതെ അവിടെ കണ്ടുപിടിക്കപ്പെടുന്ന ഒരു സാധനമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് അൺകോൺഷ്യസ് ആൻഡ് ഓർഗാനിക് ഗ്രോത്ത് എന്നാണ് അയാൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഇയാൾ കൊണ്ടുവന്ന തിയറിയാണ് ഫെലക്സ് ഗൈസ്റ്റ് തിയറി. ഒരു ജർമ്മൻ വേർഡാണ്. ഇതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത് ഫെലക്സ് എന്നാണ്. ഫെലക്സ് ഗൈസ്റ്റ്. ഒരു കാറുണ്ട്, ഫെലക്സ് വാഗൻ. കണ്ടുണ്ടോ കാറ്? ഫെലക്സ് വാഗൻ എന്നാണ് ഇതിനെ പറയുക. ഫെലക്സ്, വോക്സ് വാഗൻ എന്ന ആൾക്കാർ പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫെലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിൽ കോമൺ എന്നാണ് അർത്ഥം. സാധാരണക്കാരൻ, അതായത് പീപ്പിൾ. അതായത് ജർമ്മൻസിന്റെ അവിടെ സാധാരണക്കാർ മേടിക്കുന്ന കാറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാർ മേടിച്ച്, ഏറ്റവും വലിയ പൈസക്കാർ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് ഫെലക്സ് വാഗൻ, അതും ഫോക്സ് വാഗൻ എന്നാണ് അവർ പറയുക. ജർമ്മനിയിൽ അത് സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു കാറാണ്. അതാണ് സാധാരണ ആൾക്കാരുടെ ജനറൽ. ഇവിടെ ഈ ഗൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ്നസ്. അപ്പൊ ഫെലക്സ് ഗൈസ്റ്റ് എന്ന് പറയുമ്പോൾ ജനറൽ വിൽ ഓഫ് ദ പീപ്പിൾ. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ മാരുതിന്റെ ഒരു എഫക്റ്റ് ആണ് അവിടെ ഈ കാർ.
ഓക്കെ. അപ്പൊ ജനറൽ, അപ്പൊ ഇയാൾ പറഞ്ഞ എന്താണെന്നറിയോ? ജനറൽ വിൽ ഓഫ് ദ പീപ്പിൾ ആണ് ഒരു നാട്ടിലെ നിയമം. ഓക്കെ, അല്ലാതെ ദൈവം പറഞ്ഞൊന്നുമല്ല. ആൻഡ് നോട്ട് ആൻഡ് അതായത് ജനറൽ വിൽ ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ പീപ്പിൾസ് കോൺഷ്യസ്നെസ്. പീപ്പിൾസ് കോൺഷ്യസ്നെസ് ഇതാണ് ഇയാളുടെ ഫെലക്സ് ഗൈസ്റ്റ് തിയറി പറയുന്നത്. ഇതിൻ്റെ അകത്ത് അതൊരു മാനിഫെസ്റ്റേഷൻ ഓഫ് സ്പിരിറ്റ്. ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ മനസ്സിലാക്കേണ്ടത് this grows with the growth of the people, grows with growth of people. പിന്നെ strengthens with the strength of the people. അതായത് അവിടുത്തെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. strengthens with the strength of the people and dies as nation loses nationality. ഇത് മൂന്നും എഴുതാം. ഓക്കെ. പിന്നെ ഇയാളൊരു നാഷണലിസ്റ്റ് സ്പിരിറ്റ് ഉള്ള ഒരാളായിരുന്നു. ഈ നാഷണലിസം എന്ന് പറഞ്ഞൊരു നാഷണലിസം വാസ് ദർ ഇൻ ഹിസ് തിയറി. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളൊരു യൂണിഫോം ജർമ്മൻ കോഡ് കൊണ്ടുവരാൻ വേണ്ടി അയാൾ ശ്രമിച്ചിരുന്നു. യൂണിഫോം ജർമ്മൻ കോഡ്. കാരണം അയാളൊരു നാഷണലിസം വാസ് ദർ ഇൻ ഹിസ് തിയറി. അപ്പോൾ ഈ പോയിന്റ് കൂടെ എഴുതാം. ഹി വാണ്ടഡ് ടു ബ്രിങ് എ യൂണിഫോം സിവിൽ കോഡ് ടു യുനൈറ്റ് ദ കൺട്രി. കൺട്രിയെ യുനൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിഫോം ജർമ്മൻ കോഡ് വേണമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ ഈ തിയറി മനസ്സിലായിരുന്നോ? ഫെലക്സ് ഗൈസ്റ്റ് തിയറി എന്താ പറയുന്നത്? ലോ എന്ന് പറയുന്നത് ജനങ്ങളുടെ കോൺഷ്യസ്നസ്, ജനറൽ വിൽ ഓഫ് ദ പീപ്പിൾ ആണ്. ജനങ്ങൾ വളരുന്നതിനനുസരിച്ച് നിയമവും വളരും. ആൾക്കാർ സ്ട്രെങ്തൻ ചെയ്യുന്നതോടുകൂടി ലോയും സ്ട്രെങ്തൻ ആവും. പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ആ നാഷണാലിറ്റി, ആ നേഷന്റെ നാഷണാലിറ്റി നഷ്ടപ്പെടുമ്പോൾ ആ ലോവും അതിന്റെ കൂടെ ഡൈ ചെയ്ത് പോകും. പിന്നെ അയാളെ പറ്റി എഴുതേണ്ട ഹി ഫോട്ട് ഫോർ യൂണിഫോം ജർമ്മൻ കോഡ് ടു യുനൈറ്റ് ദ കൺട്രി ബിക്കോസ് നാഷണലിസം വാസ് ദിസ് തിയറി. ഓക്കെ, ഇത്രയും നിങ്ങൾ ഇയാളെ പറ്റി എഴുതുക. ഇനി ഇയാൾക്ക് ഒരു അഗെയിൻസ്റ്റ് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ആ ക്രിറ്റിസിസമാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, ശരിക്കും നമ്മൾ കോളേജിൽ പോകാൻ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പഠിച്ചാൽ പോരെ എല്ലാ ദിവസവും പകല്? ക്രിറ്റിസിസം എന്താണെന്നറിയാം? ഇയാള് ഫസ്റ്റ് തിങ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വാസ് പെസിമിസ്റ്റിക് അബൌട്ട് റീഫോംസ് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പെസിമിസ്റ്റിക് അബൌട്ട് റിഫോം. കാരണം ഇയാൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു കസ്റ്റം. instead of legislation. ലെജിസ്ലേഷൻ ഒന്നും വേണ്ട, കസ്റ്റം മതിയെന്ന് അയാൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഇയാളുടെ തിയറിക്ക് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. അയാൾ അത് അക്നോളജ് ചെയ്തില്ല. did not acknowledge exceptions to the theory. നിങ്ങൾ എഴുതുന്നുണ്ട്, എന്താ നിങ്ങൾ ചെയ്യുന്നത്? എഴുതുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പം അതെ ഇത് മറ്റേ സിനിമയിലെ ദിലീപ് പറഞ്ഞ പറ്റിയാണോ നിർമ്മലേച്ചി പറയുന്നത്? പേപ്പർ അതറിയോ? did not acknowledge അതല്ല, ഞാൻ പറഞ്ഞ സീന് മനസ്സിലായോ? കുട്ടിക്ക് ബുദ്ധി ഉണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ ഡിഡ് നോട്ട് അക്നോളജ് എക്സെപ്ഷൻസ് ടു ദ തിയറി. ഇയാൾ എക്സെപ്ഷൻസ് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇയാൾക്ക് 3 ക്രിറ്റിക്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാം? ഇയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്
ലെജിസ്ലേഷൻ ഒന്നും വേണ്ട, കസ്റ്റത്തിനാണ് അയാൾ ഇമ്പോർട്ടൻസ് എടുത്തിരുന്നത്. അപ്പൊ ആദ്യത്തെ ഒരാളുണ്ട് അലൻ എന്ന് പറഞ്ഞ പ്രൊഫസർ, ഇവരൊക്കെ പ്രൊഫസേഴ്സ് ആട്ടോ, ജൂറിസ്റ്റ് ആണ്, അക്കാഡമിഷ്യൻസ് ആണ്. പ്രൊഫസർ അലൻ പറഞ്ഞു, ഈ കസ്റ്റം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഫലക്സ് ഗൈസ്റ്റ് തിയറി, അയാൾ പറയുന്നത് നമ്മളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ ജനറൽ വിൽ ഓഫ് ദ പീപ്പിൾ വെച്ചിട്ടാണ് തിയറി ഉണ്ടാക്കുന്നത്, നമ്മൾ ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇത് ഈ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന, ഓർഗാനിക് ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. അപ്പൊ ലെജിസ്ലേഷന്റെ ആവശ്യമില്ല, കസ്റ്റമാണ് നിയമം. അപ്പം ഇയാൾ അലൻ ഇതിനെ അറ്റാക്ക് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റം ഈസ് നോട്ട് ബേസ്ഡ് ഓൺ will of the people. നിങ്ങൾ പറയുന്ന മാതിരി it is not based on will of the people. അത് will of the people ന്റെ ബേസിൽ അല്ല കസ്റ്റം വരുന്നത്. It is based on will of powerful people. Okay. Will of powerful people. അതായത് ഒരു കസ്റ്റം എന്ന് പറയുന്നത് ഒരു നാട്ടിലെ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇതാണ് ശരിക്കും അംബേദ്കർ പറഞ്ഞത് കേട്ടോ. അംബേദ്കർ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നാട്ടിൻപുറമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ നാട്ടിൻപുറത്ത് ചില കസ്റ്റംസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല അത് ആ കസ്റ്റം എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ ജനങ്ങളുടെയും വില്ലൊന്നും ആയിരിക്കില്ല അത്. അവിടെ ചില നാട്ടുപ്രമാണിമാരുണ്ടാവും, അവരുടെ വില്ലായിരിക്കും അത് കസ്റ്റമായിട്ട് അവിടെ വരുന്നത്. അതെങ്ങനെയാണ് ഈ പ്രൊഫസർ അലൻ അറ്റാക്ക് ചെയ്തത്. ഈ കസ്റ്റം എന്ന് പറയുന്നത് അതെ, ഇത് ഈ നമ്മള് പണ്ടത്തെ പോണ്ടാന്ന്, ഇപ്പത്തെ കാലത്ത് തന്നെ ഉണ്ട്. ഇതൊക്കെ വളരെ കറക്റ്റ് അല്ലേ എഴുതി വെച്ചിരിക്കുന്ന. ഒരു നാട്ടില് ഏതൊരു സൊസൈറ്റി എടുത്താലും അവിടെ കുറച്ച് പ്രമാണിമാരുണ്ടാവും, അവര് തീരുമാനിക്കും, ബാക്കി എല്ലാം അടിമകളാ. എന്തിനാ അത്രയും ദൂരത്തോട്ടൊക്കെ പോകുന്നത് വെച്ചോ. ആരുടെ കയ്യിൽ അധികാരമുണ്ടോ അവൻ ചില കാര്യങ്ങൾ പറയും, ബാക്കിയുള്ളവർ അനുസരിക്കുക. അപ്പൊ ഈ വിൽ ഓഫ് ദ, പക്ഷെ അവൻ പറയുന്നത് എന്താ, വിൽ ഓഫ് ദ പീപ്പിൾ എന്നാണ്. വിൽ ഓഫ് ദ പീപ്പിൾ ഒന്നും അല്ല, ഒരു 2-3 ആൾക്കാരുണ്ടാവും, അവൻ പറയും, അവന്റെ ഗുണ്ടായിസം ബാക്കിയുള്ളവർ അനുസരിക്കുക. അപ്പൊ ഈ അയാൾ പറഞ്ഞ കസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഇത് ലോ ആക്കണമെന്നും കൂടിയാണ് അയാൾ പറയുന്നത്. അപ്പൊ ആക്ച്വലി എന്താ പറ്റിയത്, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ബൗണ്ട് ആവുകയാണ്. ശരിക്കും തന്നെയാണ് നടക്കുന്നത്. സ്ലേവറി മാത്രമല്ല, സ്ലേവറി ഓഫ് കോഴ്സ് അത് അതിനൊരു റീസൺ, ഒരു എക്സാമ്പിൾ തന്നെയാണ്. അല്ലാതെ തന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നാട്ടിൻപുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഗ്രാമസഭ, നമ്മൾ ഉൾനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു ആൾക്കാരുണ്ടാവും, അവര് തീരുമാനിക്കും, ബാക്കി എല്ലാവരും അനുസരിച്ച്. ഇത് പണ്ടത്തെ കാലത്തുള്ള കാര്യങ്ങളാട്ടോ ഇത് പറഞ്ഞത്, ഇയാൾ ഈ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഈ കസ്റ്റത്തിനെ അംബേദ്കർ എതിർത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ എന്താ മറ്റേ വില്ലേജ് പഞ്ചായത്ത്, സർപഞ്ച്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അയാൾ പറയുന്നത് ആ ഒരു വില്ലേജിലെ വളരെ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളായിരിക്കും അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളായിട്ട് വരാൻ പോകുന്നത്. അയാളുടെ ആഗ്രഹങ്ങൾ മാത്രമേ അവിടെ നടക്കുള്ളൂ. അപ്പം ശരിക്കും ആ ജനറൽ വിൽ ഓഫ് ദ പീപ്പിൾ ഇതിന്റെ അകത്തേക്ക് വരുമോ എന്നുള്ളത് അയാൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇതിവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത് നമ്മൾ സമയം കളയണ്ട, പ്രൊഫസർ ഡയസ്. പക്ഷെ അത് വില്ലേജിൽ മാത്രമൊന്നുമല്ല, അത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പ്രൊഫസർ ഡയസ് പറഞ്ഞത്, നിങ്ങൾ പറയുന്ന മാതിരി ഇത് ജനറൽ വിൽ ഓഫ് ദ പീപ്പിൾ ഒന്നും അല്ല, ഇത് ദിസ് ഈസ് നോട്ട് ഒറിജിനേറ്റഡ്. നിങ്ങൾ പറയുന്ന മാതിരി ദിസ് ഈസ് നോട്ട് ഒറിജിനേറ്റഡ് ഇൻ വോലക്സ് ഗൈസ്റ്റ്. അതായത് ജനറൽ വിൽ ഓഫ്, ഈ നിയമം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന മാതിരി അവിടുന്ന് അല്ല അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ബട്ട് ടു ദ കൺവീനിയൻസ്, ഇപ്പൊ ശർമ്മളേച്ചി പറഞ്ഞ അതേ എക്സാമ്പിൾ ആണ്. ബട്ട് ടു ദ കൺവീനിയൻസ് ഓഫ് റൂളിംഗ് ഓലിഗാർക്കി. ഓലിഗാർക്കി എന്ന് പറഞ്ഞാൽ എന്താ, പവർ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ കോൺസെൻട്രേറ്റഡ് ആവുകയാണ്. അതായത് ലോസ് ലീഗലൈസിങ് സ്ലേവറി, പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ. അതായത് നിങ്ങൾ ഈ കസ്റ്റത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് അവിടെ സ്ലേവറി വരെ ലീഗലൈസ്ഡ് ആവും. അങ്ങനെ ഈ സ്ലേവറി ലീഗലൈസ്ഡ് ആവുന്നത് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും താല്പര്യം കൊണ്ടല്ല. ചില ഒരു റൂളിംഗ് ഓലിഗാർക്കി എന്ന് പറഞ്ഞാൽ റൂൾ ബൈ എ വെരി സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ ആ സൊസൈറ്റിയിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, അവരുടെ കൺവീനിയൻസിനനുസരിച്ച്
അവർ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ചില സ്ലേവറിയെ വരെ ലീഗലൈസ് ചെയ്തുകൊണ്ട് ലോസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് പ്രൊഫസർ ഡയസ് പറഞ്ഞത്. മൂന്നാമത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പ്രൊഫസർ സ്റ്റോൺ. പ്രൊഫസർ സ്റ്റോൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പറഞ്ഞത്, സാവിഗ്നി പറഞ്ഞത് കസ്റ്റം ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ലെജിസ്ലേഷൻ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ പ്രൊഫസർ സ്റ്റോൺ പറഞ്ഞു ലോസ് ആർ മെയ്ഡ്, ലെജിസ്ലേഷൻ ഉപയോഗിച്ചിട്ടാണ് അബോളിഷ് ചെയ്തത്. എന്തിന്? കസ്റ്റത്തിന്, കസ്റ്റം ഓർ പ്രാക്ടീസ് ലൈക്ക് സ്ലേവറി, സതി, അബോളിഷൻ ഓഫ് സതി, അതെ സതി. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ഇയാൾ പറഞ്ഞൊക്കെ തെറ്റാണ്. ഇവിടെ ലോസ് ഉപയോഗിച്ച് ഇയാൾ പറയുന്ന ലെജിസ്ലേഷൻ വേണ്ട, കസ്റ്റം മതിയെന്നാണ്. പക്ഷെ പ്രൊഫസർ സ്റ്റോൺ പറഞ്ഞത് നിങ്ങൾ എന്തിനാണോ തള്ളി പറഞ്ഞ ആ സാധനം ഉപയോഗിച്ചിട്ടാണ് ഈ സ്ലേവറിയും സതിയും വിഡോ റീമാരേജ് അതെല്ലാം പെർമിറ്റ് ചെയ്തത്. ഓക്കെ, വിഡോ റീമാരേജ്, അതെ. അപ്പം ഇവിടെ നേരെ തിരിച്ചു വന്നു. അങ്ങനെ ഇയാൾക്ക് വന്ന ഈ ക്രിറ്റിസിസംസ് ഒന്നും ഇയാൾ ആക്സെപ്റ്റ് ചെയ്തില്ല. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. വിൽ ഓഫ് ദ പീപ്പിൾ അല്ല, വിൽ ഓഫ് ദ പവർഫുൾ പീപ്പിൾ ആണ്. പിന്നെ ഇത് ഒരു റൂളിംഗ് ഓലിഗാർക്കിയുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ടാണ് സ്ലേവറി ഒക്കെ ലീഗലൈസ്ഡ് ആയി പോകുന്നത്. പിന്നെ സ്റ്റോൺ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിന് നേരെ തിരിച്ചാണ്. ലോസ് ഉപയോഗിച്ചിട്ടാണ് കസ്റ്റത്തിനെ നമുക്ക് അബോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് അവിടെ കഴിയാണ്. ഇനി അടുത്തത് പൂച്ച. മനസ്സിലായില്ല എന്താ? ജോർജ് ഫ്രീഡ്രിച്ച് PUCHTA ആണ് മൂന്നാമത്തെ ആള്. ഇയാള് മറ്റേയാളുടെ ഭക്തനായിരുന്നു. അപ്പൊ പിന്നെ അയാളുടെ അതേ ചുവടുപടി കൂടിയല്ലേ പോവുള്ളൂ. ഡിസൈപ്പിൾ ഓഫ് സാവിഗ്നി. അപ്പൊ ഇയാളും അതൊക്കെ തന്നെയാ പറഞ്ഞത്. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഈ ഭക്തന്മാർക്കൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടാവില്ല. Law is general will, individual will, conflict, and that is how a state is formed. Okay. And that is when delimits the sphere individual and finally into a tangible workable system. ഇതൊരു ഡെഫിനിഷൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺഫ്ലിക്റ്റ്. അതായത് ജനറൽ വില്ലും ഇൻഡിവിജ്വൽ വില്ലും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ലോ. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ, ഇവിടെ ബിറ്റ്വീൻ എഴുതി ചേർക്കുക. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ജനറൽ വിൽ ആൻഡ് ഇൻഡിവിജ്വൽ വിൽ, ആൻഡ് ദാറ്റ് ഈസ്, ഇതിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യും. സ്റ്റേറ്റ് ഈസ് ഫോംഡ്. സ്റ്റേറ്റ് ഈസ് ഫോംഡ്. എന്നിട്ട് ആ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നറിയോ? ഇത് ഡീലിമിറ്റ് ചെയ്യും. ലിമിറ്റ്സ് ദ സ്ഫിയർ ഓഫ് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിന്റെ ഇതിനെ അത് ലിമിറ്റ് ചെയ്യും. ഓക്കെ, ജനറൽ വില്ലും ഇൻഡിവിജ്വൽ വില്ലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. അതിൽ നിന്നൊരു സ്റ്റേറ്റ് ഫോം ചെയ്തിട്ട് ആ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിന്റെ സ്ഫിയറിനെ ഡീലിമിറ്റ് ചെയ്യും. എന്നിട്ട് ദിസ് വിൽ ബി ആൻഡ് ദിസ് വിൽ ഡെവലപ്പ് ഇൻടു എ tangible workable system. Tangible workable system. അതായത് ഇവിടെ കോൺഫ്ലിക്റ്റ് വരുന്നത് ജനറൽ വില്ലും ഇൻഡിവിജ്വൽ വില്ലും തമ്മിലാണ്. ആ കോൺഫ്ലിക്റ്റിൽ നിന്നൊരു സ്റ്റേറ്റ് ഫോം ചെയ്തിട്ട് ആ സ്റ്റേറ്റ് എന്താ ചെയ്യുന്ന, ഇൻഡിവിജ്വൽ വില്ലിന്റെ സ്പിയറിനെ ഡീലിമിറ്റ് ചെയ്തുകൊണ്ട്, കാരണം ഇൻഡിവിജ്വലിനെ, അതാണല്ലോ ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ വരുന്നത് ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിലാണ്. അപ്പൊ ഇൻഡിവിജ്വൽ വില്ലിന്റെ സ്പിയറിനെ ഡീലിമിറ്റ് ചെയ്തുകൊണ്ട് അതൊരു വർക്കബിൾ ടാഞ്ചിബിൾ സിസ്റ്റം ആക്കി മാറ്റുന്നതാണ്. അതാണ് ലോ എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. അതിന് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും സോഷ്യൽ ഇൻട്രസ്റ്റും സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണത്. അപ്പൊ ഇവിടെ ഇൻഡിവിജ്വൽ വില്ലിന്റെ സ്പിയറിനെയാണ് ഡീലിമിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു വർക്കബിൾ ടാഞ്ചിബിൾ സിസ്റ്റം ഉണ്ടാക്കി എടുക്കുന്നു. ഓക്കെ, സോ വി ആർ ഹെഡിങ് ടുവേർഡ്സ് കൺക്ലൂഷൻ. ലാസ്റ്റ് ആളാണ് സർ ഹെൻറി മെയിൻ. ഓക്കെ,
സർ ഹെൻറി മെയിൻ. ഇതാണ് ലാസ്റ്റ് ആള്. തീർച്ചയായും ഇത് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സെപ്ഷൻസും ഇവിടെ പെർമിറ്റഡ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങൾ എക്സിറ്റ് ആവാൻ നിങ്ങൾക്ക് എക്സിറ്റ് ആവാം കേട്ടോ. ഓക്കെ, എനിക്ക് മനസ്സിലായി. കട്ടാവുകയാണെങ്കിൽ കട്ടായിക്കോട്ടെ. ഇത് ഇപ്പൊ തീരും കേട്ടോ. എനിക്ക് ഇരിക്കണമെങ്കിൽ ഇരുന്നോളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത് ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഈ സർ ഹെൻറി മെയിൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ, സർ ഹെൻറി മെയിൻ. ഞാൻ വേണമെങ്കിൽ ഇത് ഗ്രൂപ്പിലിടാം, ഈ നോട്ട് വേണമെങ്കിൽ. ഓക്കെ, സർ ഹെൻറി മെയിൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇയാള് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വളരെ കറക്റ്റ് ആട്ടോ. ഇത് വളരെ ഇത് അബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്. ഇയാൾ കുറെ ലീഗൽ സിസ്റ്റംസ് ഇയാൾ പഠിച്ചു. ഇത് പഠിക്കുന്ന നല്ലൊരു കാര്യം അത്. He studied many legal systems and figured out their evolution ഉറക്കത്ത് പറയുന്നതാണോ? അതെ ഓക്കെ. ഫാദർ ഓഫ് കമ്പാരിറ്റീവ് ജൂറിസ്പ്രുഡൻസ്. അത് നല്ല കാര്യം, എനിക്ക് മനസ്സിലായി അത്. അത് തന്നെയാണ് അയാൾ ചെയ്തത്. ഫാദർ ഓഫ് കമ്പാരിറ്റീവ് ജൂറിസ്പ്രുഡൻസ് എഴുതി ചേർത്തത്. അയാൾ ഇങ്ങനെ കുറെ ലീഗൽ ഏൻഷ്യന്റ് ശരിയാണ്. ഓക്കെ, ഇങ്ങനെ ഇയാൾ കുറെ ലീഗൽ സിസ്റ്റംസ് ഒക്കെ പഠിച്ചിട്ട് ഇതെങ്ങനെയാണ് ഈ സിസ്റ്റം ഇവോൾവ് ചെയ്ത് വരുന്നതെന്ന് അയാൾ പഠിച്ചു. അങ്ങനെ ഇത് നല്ലൊരു സ്റ്റഡി അയാൾ നടത്തി. എന്നിട്ട് അയാൾ പറഞ്ഞു, ഹി ഡിവൈഡഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ലോ ഇൻറ്റു 4 stages. 4 stages ആയിട്ട് ഇതിനെ ഇയാൾ ഡിവൈഡ് ചെയ്തു. ഡിവൈഡഡ് ഡെവലപ്മെന്റ് ഓഫ് ലോ ഇൻറ്റു 4 stages. എങ്ങനെയാണ് നിയമം ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത്? ഫസ്റ്റ് സ്റ്റേജ്, ലോ ആദ്യം വരുന്നത് ഒരു കമാൻഡ് ആയിട്ടാണ്. പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഈ പറഞ്ഞ ഒരു ആൻഷ്യൻ കമാൻഡ് ഓഫ് ദ റൂളർ. ഒരു റൂളർ ഒരു കമാൻഡ് ചെയ്യും. അതെങ്ങനെയാണ് അത് ബിലീവ് ചെയ്യുന്നത്? അയാളുടെ കമാൻഡ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ആക്ടിങ് അണ്ടർ ഡിവൈൻ ഇൻസ്പിരേഷൻ. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതെങ്കിലും ഒരാൾ കുന്നിന്റെ മുകളിൽ പോയിരുന്ന് ഒരു ത്രോണിലിരുന്ന് കിരീടമൊക്കെ വെച്ച് ഒരു വടിയൊക്കെ പിടിച്ചിട്ട് അയാൾ ഒരു ആജ്ഞയും കൊടുക്കും. അയാൾ ഡിവൈൻ ഇൻസ്പിരേഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ളത് വിശ്വസിക്കും. അയാളുടെ ഒരു കമാൻഡ് അതൊരു ലോ ആയി മാറി. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് ലോ അത് നിയമമായി മാറുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതെന്ത് പറ്റും? ആ നിയമം ദാറ്റ് കമാൻഡ്, ആ കൊടുത്ത കമാൻഡ് ഉണ്ടല്ലോ, ദാറ്റ് ക്രിസ്റ്റലൈസസ്. എന്തിലേക്ക് ക്രിസ്റ്റലൈസ് ആവും? ഇൻറ്റു കസ്റ്റമറി ലോ. അങ്ങനെയാണ് കസ്റ്റമറി ലോ ഉണ്ടാവുന്നത്. ഓക്കെ, ആ കമാൻഡ് ക്രിസ്റ്റലൈസ് ചെയ്ത് കസ്റ്റമറി ലോ ആയി മാറി. ഇപ്പൊ കസ്റ്റമറി ലോ എന്നല്ല, ആദ്യം കിങ് ഒരു ഡിവൈൻ ഇൻസ്പിറേഷനിൽ ഒരു കമാൻഡ് കൊടുക്കുന്നു. ആ കമാൻഡ് കസ്റ്റമറി ലോ ആയിട്ട് ക്രിസ്റ്റലൈസ് ചെയ്തു. ഇനി ഇത് എന്ത് പറ്റുമെന്ന് അറിയാം? ഇത് ഈ കസ്റ്റമറി ലോ ആയി കഴിയുമ്പോ ഇനിയാണ് അപകടം തുടങ്ങുന്നത്. നോളജ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കസ്റ്റം, ഈ പറഞ്ഞ ഈ കസ്റ്റത്തിന്റെ ഗോസ് ഇൻറ്റു ഹാൻഡ്സ് ഓഫ് മൈനോറിറ്റി. ഇതിന്റെ നോളജ്, ഈ കസ്റ്റത്തിന്റെ നോളജും ഇതിന്റെ അഡ്മിനിസ്ട്രേഷനും ഒരു മൈനോറിറ്റിയുടെ ഹാൻഡ്സിലേക്ക് പോകും. ഈ മൈനോറിറ്റി ആൾക്കാർ യൂഷ്വലി എന്തായിരിക്കും അറിയോ?
റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതോടുകൂടി തീർന്നു. അപ്പൊ ആദ്യം ഒരു കിങ് ഒരു കമാൻഡ് കൊടുത്തു. ആ കമാൻഡ് പിന്നീട് അത് ക്രിസ്റ്റലൈസ് ചെയ്ത് കസ്റ്റമറി ആയി. പിന്നീട് ഇതിന്റെ നോളജും അഡ്മിനിസ്ട്രേഷൻ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് ഇത് വന്നു പെടുകയാണ്. നാലാമത്തത് എന്തായെന്നറിയോ? ഇതിനെ കോഡാക്കി മാറ്റി. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റേജ് ഓഫ് കോഡ്സ്. എക്സാമ്പിൾ 12 tables in row. അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ. അതിങ്ങനെയാണ് വന്നത്. ഇനി അത് അനുസരിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇനിയാണ് അങ്ങനെ 4th സ്റ്റേജ് വന്നു കഴിയുമ്പോൾ ഇത് രണ്ടായിട്ട് ഡിവൈഡഡ് ആവും. ഒന്ന് അവിടെ നിശ്ചലമാവും, സ്റ്റാറ്റിക് സൊസൈറ്റി. ആ സൊസൈറ്റി അവിടെ നിന്ന് സ്റ്റാറ്റിക് ആവും, കാരണം അത് കോഡായി മാറിയില്ലേ. ഇനി വേറെ ചിലയിടത്ത് അത് പ്രോഗ്രസീവ് സൊസൈറ്റീസ് ആയിട്ട്. ഓക്കെ, നിങ്ങളാരും വിഷമിക്കണ്ട, തീരാറായി. സ്റ്റാറ്റിക് സൊസൈറ്റീസിൽ എന്താ പറ്റുകയെന്നറിയോ? ഇറ്റ് വോണ്ട് ഡെവലപ്പ് ആഫ്റ്റർ ദ 4th സ്റ്റേജ്. അതവിടെ സ്റ്റക്കായി. ആ സൊസൈറ്റി അവിടെ സ്റ്റക്കായി. ഇറ്റ് വോണ്ട് ഡെവലപ്പ് ആഫ്റ്റർ ദ 4th സ്റ്റേജ്. അപ്പൊ എന്ത് പറ്റുമെന്നറിയോ? അങ്ങനെ ഒരു സൊസൈറ്റിയിലെ ലീഗൽ കണ്ടീഷൻസിനെയാണ് ഇയാള് സ്റ്റേറ്റസ് എന്ന് വിളിച്ചത്. വാട്ട് മെയിൻ കോൾഡ്, സർ ഹെൻറി മെയിൻ, ഹി കോൾഡ് സ്റ്റേറ്റസ്. അതാണ് സ്റ്റേറ്റസ് എന്ന് വിളിച്ചു. ഓക്കെ, ആ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞതിന് എന്തായാലും ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾവേസ് ബി ചെയിൻഡ് ടു ദ ഫാമിലി. അല്ല, എവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്? ഓക്കെ, അത് അയാളുടെ ഒരു ആ ഫാമിലിയിലേക്ക് ചേഞ്ച് ആവുകയാണ്. അതായത് സ്റ്റേറ്റസ് വിൽ ബി ദ സ്റ്റേറ്റസ് ഓഫ് പാറ്റർ ഫാമിലിയാസ്. പാറ്റർ ഫാമിലിയാസ് എന്ന് പറഞ്ഞാല് ഓൾഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി. അയാളുടെ സ്റ്റേറ്റസ് എന്താണോ ആ സ്റ്റേറ്റസിലേക്ക് ഇത് പോയി ചെയിൻഡ് ആയി പോകും. പിന്നെ അതങ്ങ് തലമുറകളായിട്ട് പിന്നെ ആ സ്റ്റേറ്റസ് മാത്രം അവിടെ ലോക്കായി പോയി. പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടു സം എക്സ്റ്റെന്റ് കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഇതിന്റെ അകത്തങ്ങ് വരും. ഇനി ചില സ്ഥലത്ത് ഇത് പ്രോഗ്രസീവ് ആയിട്ട് അങ്ങ് പോകും, ചില സ്ഥലത്ത് ഇത് സ്റ്റാറ്റിക് ആവും. സ്റ്റാറ്റിക് ആവുന്നത് തന്നെ ആയിരിക്കും പിന്നീട് പ്രോഗ്രസീവ് ആവുന്നത്. കാരണം എത്ര കാലം അങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കും? ചേഞ്ച് ഈസ് ഓൺലി കോൺസ്റ്റന്റ് തിങ്. മാറാത്തതായി ഒന്നേ ഉള്ളൂ മാറ്റം. മാറിക്കൊണ്ടിരിക്കും. ഈ പ്രോഗ്രസീവ് സൊസൈറ്റീസിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 4th സ്റ്റേജ് കഴിയുമ്പോൾ this would develop after 4th stage. 4th സ്റ്റേജ് കഴിഞ്ഞാലും ഇവിടെ ഡെവലപ്പ് ആവും. അത് ലീഗൽ ഫിക്ഷൻസ് ഉണ്ടാവും, എക്വിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് എക്വിറ്റി വരും, ലെജിസ്ലേഷൻ വരും. അപ്പൊ ശരിക്കും ഇയാള് പറയുന്നത് ഇത് രണ്ടെണ്ണമായിട്ട് സ്റ്റാറ്റിക്കും പ്രോഗ്രസീവ് ആവുന്നൊന്നുമല്ല. ഇന്ത്യൻ സെറ്റപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കുറെ കാലം അത് സ്റ്റാറ്റിക് ആയിരുന്നു. പിന്നീട് സ്റ്റാറ്റിക് ആയതിനല്ലേ പിന്നെ അത് ലെജിസ്ലേഷൻസിലൂടെയൊക്കെ അത് പതുക്കെ എടുത്ത് കളയുന്നത്. എത്ര ലെജിസ്ലേഷൻസ് വന്നിരിക്കുന്നത്. നമ്മളാ ഫാമിലി ലോ ഒക്കെ വായിക്കുന്ന സമയത്ത് സക്സഷൻ ആക്ട് ഒന്നും അല്ല ആദ്യം വന്നിരിക്കുന്നത്. റൈറ്റ്സ് ടു വിമൻ എന്ന് പറഞ്ഞിട്ട് 1937 ലീഗൽ റൈറ്റ്സ് വന്ന ബ്രിട്ടീഷുകാർ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ പണ്ടൊക്കെ ഇപ്പൊ ഒരു ഫാമിലിയിൽ 2 ആണുങ്ങളുണ്ട്. ആ 2 ആണുങ്ങൾക്ക് വൈഫ് ഉണ്ടെന്ന് വയ്ക്കുക. ബ്രദേഴ്സ് ആണ്. അവർക്ക് വൈഫ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വൈഫിന് ഒരു സ്വത്തും ഇല്ല. അയാൾ വൈഫിന് ആ വീട്ടിൽ താമസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ആ വൈഫിനെ മരിച്ച ഹസ്ബൻഡിന്റെ സ്റ്റേറ്റസിലേക്ക് എലിവേറ്റ് ചെയ്യുന്നതിന് ഈ റൈറ്റ്സ്, വിമൻ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 1937 ബ്രിട്ടീഷുകാർ തന്നെ പാസ്സാക്കിയിട്ടുണ്ട്.
പക്ഷെ എന്ത് പറ്റും വെച്ചാൽ അവർ മരിച്ചു കഴിയുമ്പോൾ അതങ്ങ് പോകും. പിന്നെ 1955 സക്സഷൻ ആക്ട് ഒക്കെ വന്നപ്പോൾ അവർ കംപ്ലീറ്റ് റൈറ്റ് അവർക്ക് അതിൻ്റെ അകത്ത് വന്നു. 2005 വന്നപ്പോഴേക്കും അവർ കോപാസിനസ്. അപ്പൊ ഇതൊക്കെ പ്രോഗ്രസീവ് സൊസൈറ്റീസ് ലെജിസ്ലേഷനിലേക്ക് ജസ്റ്റ് അങ്ങ് സ്പ്ലിറ്റ് ആവുന്നതല്ല, കുറെ കാലം അത് കിടക്കും, പിന്നെ സ്റ്റാറ്റിക് ആവുന്നത് അങ്ങ് പ്രോഗ്രസീവ് ആവും. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇനി ലാസ്റ്റ് ലൈൻ, റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻ ഇൻ ദി സ്റ്റാറ്റിക് സൊസൈറ്റീസ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്സ് ആൻഡ് ഇനി ഇവരുടെ സ്റ്റാറ്റിക് സൊസൈറ്റിയിലെ ആൾക്കാരുടെ റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻസ് in static societies were decided on the basis of status. ആ സ്റ്റേറ്റസ് അയാൾക്ക് എങ്ങനെയാ കിട്ടുന്നത്? അയാൾ ഏത് ഫാമിലിയിലാണോ ഉള്ളത് അവിടുത്തെ ഓൾഡസ്റ്റ് മെമ്പറിന്റെ ആ സ്റ്റേറ്റസ് ആണ് അയാൾക്ക് കിട്ടുന്നത്. അപ്പൊ ആ സ്റ്റേറ്റസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാളുടെ എല്ലാ റൈറ്റ്സും ഓബ്ലിഗേഷൻസും വരുന്നത്. ഓക്കെ, നേരെ വെച്ച് പ്രോഗ്രസീവ് സൊസൈറ്റീസിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്രീ നെഗോഷിയേഷൻ. പ്രോഗ്രസീവ് സൊസൈറ്റീസിൽ it is based on free negotiation. അവർക്ക് അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അതിനെ കോൺട്രാക്ട് എന്നും പറയുന്നുണ്ട്. അപ്പം അവിടെ അവസാനിക്കുകയാണ് ഇത്. അപ്പം റൈറ്റ്സ് ആൻഡ് ഓബ്ലിഗേഷൻ സ്റ്റാറ്റിക് സൊസൈറ്റീസിലാണെങ്കിൽ സ്റ്റേറ്റസ് എന്താണോ അയാളുടെ ഓൾഡസ്റ്റ് മെമ്പറിന്റെ അതിന്റെ ഇതിലേക്ക് അറ്റാച്ച് ആയി. പ്രോഗ്രസീവ് സൊസൈറ്റീസിലാണെങ്കിൽ അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നു സർ മൈനിയുടെ അല്ലേ. അപ്പൊ ആദ്യം ഒരു ഒരു റൂളർ പറയുന്നു കമാൻഡ്, അത് കസ്റ്റമറി ലോ ആവുന്നു, പിന്നെ അതൊരു മൈനോറിറ്റി ആളുടെ റിലീജിയസ് നേച്ചറുള്ള മൈനോറിറ്റി ആളുടെ കയ്യിൽ വരുന്നു, അതിന്റെ ജ്ഞാനവും നോളജും അഡ്മിനിസ്ട്രേഷനും ഒക്കെ. പിന്നീട് അത് കോഡായി മാറുന്നു. ഓക്കെ, പിന്നീട് സ്റ്റാറ്റിക് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ഫർദർ ഡെവലപ്മെന്റ് ഇല്ല. ആ ഫാമിലിയിലെ ഓൾഡസ്റ്റ് മെമ്പറിന്റെ സ്റ്റേറ്റസിലേക്ക് ആ ഇതിൽ വരുന്ന ആൾക്കാർ ലോക്കായി പോകും. മറ്റൊടുത്ത് ദർ ആർ ഇക്വിറ്റി, ലെജിസ്ലേഷൻ, ലീഗൽ ഫിക്ഷൻസ്, അതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടെ പ്രോഗ്രസീവ് സൊസൈറ്റിയാണ്. സ്റ്റാറ്റിക് സൊസൈറ്റിയാണ്, സ്റ്റേറ്റസിനനുസരിച്ചിട്ടാണ് അയാളുടെ റൈറ്റ്സും ഓബ്ലിഗേഷൻസും. പ്രോഗ്രസീവ് സൊസൈറ്റീസിൽ ഫ്രീ നെഗോഷിയേഷൻ ആണ്. ഇനി നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞതൊക്കെ അയാൾ ഇതിങ്ങനെ ജനറൽ വില്ലും ഇൻഡിവിജ്വൽ വില്ലും തമ്മിൽ ഇൻഡിവിജ്വൽ വില്ലിന്റെ സ്പിയറിനെയാണ് റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ക്രിറ്റിസിസം വന്ന ഈ 3 പേരുടെ കാര്യം ഓർത്ത് വെക്കുക. പ്രൊഫസർ അലൻ പറഞ്ഞത് ജനങ്ങളുടെ വില്ലല്ല, ചില ആൾക്കാരുടെ പവർഫുൾ ആൾക്കാരുടെ വില്ലാണ്. പ്രൊഫസർ ഡയാസ് പറഞ്ഞു ഇത് ജനറൽ വില്ല് ഓഫ് ദ പീപ്പിൾ അല്ല, ഒരു ചെറിയ റൂളിംഗ് ഓലിഗാർക്കിയുടെയാണ് വരുന്നത്. രണ്ടുപേരും ഏകദേശം ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രൊഫസർ അലനും പ്രൊഫസർ ഡയാസ്. സ്റ്റോൺ പറഞ്ഞത് നേരെ തിരിച്ച്, ലെജിസ്ലേഷൻ വെച്ചിട്ടാണ് പല കസ്റ്റവും നമ്മൾ അബോളിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ഇവിടെയൊക്കെ തന്നെ അത് ഓർഗാനിക് ഗ്രോത്ത് ആണ്, ഗ്രോത്ത്. പിന്നെ ഇയാളൊരു നാഷണലിസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യം. പിന്നെ മോണ്ടെസ്ക്യൂവിനെ സ്പിരിറ്റ് ഓഫ് ലോസ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ലോ മസ്റ്റ് ആൻസർ ടൈം ആൻഡ് പ്ലേസ് അതൊക്കെ പറഞ്ഞു. പിന്നെ സാൽമണ്ടിന്റെ ഇത് എക്സ്പോസിഷൻ ആണെന്ന് പറയാ. ഹിസ്റ്റോറിക്കൽ അവര് അതിന്റെ ഒറിജിനും ഡെവലപ്മെന്റും പഠിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ഒരു ഹിസ്റ്റോറിക്കൽ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞ ജസ്റ്റിസ് തോമൻ ഇൻ ബൈറൻ പെസ്റ്റോഞ്ചി കാരിവാല വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പം ഓസ്ട്രേലിയൻ സ്കൂളിനെ അവർ അറ്റാക്ക് ചെയ്ത ഈ സംഭവങ്ങളെല്ലാം എഴുതിയിട്ട് നമുക്ക് കേസ് ലോസ് വേണ്ടേ? കേസ് ലോസ് എഴുതും. കേസ് ലോസ് എഴുതാൻ നമുക്കിപ്പോ എന്താ എഴുതേണ്ടത് ഇതിൻ്റെ അകത്ത്? അതായത് കസ്റ്റത്തിനെ ബ്രേക്ക് ഹിസ്റ്റോറിക്കൽ സ്കൂളുകാര് ഞാനൊരു പേപ്പറിൽ വായിച്ചതാണ്, ഒരു പേപ്പറിൽ വായിച്ചത്. പേപ്പർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ അല്ല, ഒരു ജേർണൽ പേപ്പറിൽ. അതായത് ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ ഹിസ്റ്റോറിക്കൽ സ്കൂളുകാർ കാരണം ഉണ്ടാകുന്ന ശല്യം, അതായത് ഒരു കസ്റ്റം ഉണ്ടാകുമ്പോൾ ഉള്ള പ്രോബ്ലം ആണ് പറയുന്നത്. അതായത് ഇതിനാണ് എന്തായിരുന്നു കുട്ടിയുടെ പേര്, ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ കേസിലോ എഴുതാം.
ഓക്കെ, ഈ കേസ് ലോയിലാണ് ഒരു ബ്ലാക്ക് ഗേളിന് ആ കുട്ടിയുടെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. പക്ഷെ ആ സ്കൂള് വൈറ്റ് സ്കൂളാണ്. ആ വൈറ്റ് സ്കൂളിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തില്ല. അപ്പോൾ ആ കുട്ടി 7 കിലോമീറ്റർ എന്തോ ദൂരത്തുള്ള ഒരു ബ്ലാക്ക് സ്കൂളിൽ പോയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കൊണ്ട് കേസ് കൊടുക്കുകയാണ്. അപ്പം ഈ കേസിൽ വിധി വന്നു, ദിസ് ഈസ് നോട്ട് ഫെയർ. ഇങ്ങനെ ആൾക്കാരെ സെഗ്രിഗേറ്റ് ചെയ്തത്, സെഗ്രിഗേഷൻ ബേസ്ഡ് ഓൺ ദ കളർ ഓഫ് ദ സ്കിൻ, ഇത് ശരിയല്ല. വിധി വന്നു ഈ കുട്ടിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ലെജിസ്ലേഷൻ ഇന്റർഫിയർ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കസ്റ്റത്തിനെ, അതൊരു കസ്റ്റമല്ലേ, അതായത് ആ കസ്റ്റത്തിനെ ലെജിസ്ലേഷൻ എതിർത്തു. ബട്ട് ഡീസെഗ്രിഗേഷൻ കണ്ടിന്യൂഡ്. അല്ലെ, ആൾക്കാർക്ക് ലെജിസ്ലേഷൻ വന്നത് കൊണ്ടൊന്നും ആൾക്കാർ മാറില്ല. ശബരിമലയിലെ വിധി മറിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ ശബരിമലയ്ക്ക് കയറ്റാൻ പറ്റുമോ? പോലീസുകാരെ വിളിച്ചിട്ടൊക്കെ കയറ്റാൻ പറ്റുള്ളൂ. ആൾക്കാർക്ക് ആ ഡീസെഗ്രിഗേഷൻ കണ്ടിന്യൂഡ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ആൾക്കാർ നിയമമൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷെ ആൾക്കാരെ മൈൻഡ് മാറണ്ടേ? ആൾക്കാരെ മൈൻഡ് സെറ്റ് മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വിധി എഴുതാൻ എളുപ്പമാണ്, പക്ഷെ ലെജിസ്ലേഷൻ വന്നെങ്കിലും അവിടെ സ്റ്റിൽ ആ സെഗ്രിഗേഷൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ 1-2 ജനറേഷൻസ് എടുത്തു അത് മാറാൻ. അപ്പോൾ ഈ ഡീസെഗ്രിഗേഷൻ കണ്ടിന്യൂഡ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഇത് നിങ്ങളൊന്ന് എഴുതുക. പിന്നെ കറന്റ് കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് മറ്റേത് എഴുതാം. ഇത് വേറെ കേസിലൊന്നും കിട്ടാത്തതുകൊണ്ട്. യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ശബരിമല കേസാണത്. വിധിയുണ്ടോ? വിധിയുണ്ട്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് അത് കസ്റ്റത്തിന്റെ ഒരു ഫോഴ്സ് ആണത്. ഇത് രണ്ടും എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി എന്തൊക്കെ എഴുതാം? കസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താ എഴുതാൻ പറ്റും? ഹിന്ദു മാരേജ് ആക്ടിലുണ്ട്. അതായത് സപ്പിൻഡ റിലേഷൻഷിപ്പ്. സപ്പിൻഡ റിലേഷൻഷിപ്പിൽ കല്യാണം ഉള്ള ഒരു വിത്തിൻ സപ്പിൻഡ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, വിത്തിൻ ഡിഗ്രീസ് ഓഫ് സപ്പിൻഡ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്തിൻ ഡിഗ്രീസ് ഓഫ് പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പ് ആണെങ്കിലും കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതുകയാണ് അൺലെസ് കസ്റ്റം പെർമിറ്റ്സ്. ലെജിസ്ലേഷൻ എഴുതി ചേർക്കുകയാണ്. എന്തിനാ വെച്ചാൽ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്. ഈ കസ്റ്റം പെർമിറ്റ്സ് എന്നുള്ളത് അവിടെ ലെജിസ്ലേഷനിൽ വരെ കിടക്കുക. പിന്നെ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്, ഇഫ് കസ്റ്റം ഇസ് സപ്തപതി. സപ്തപതി എന്ന് പറയുന്നത് കസ്റ്റമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ഫോളോഡ്. അല്ലാതെ മാരേജ് കൺക്ലൂഡ് ആവില്ല. 7 പ്രാവശ്യം ഫയറിന് ചുറ്റും കറങ്ങണം. ഹാസ് ടു ബി ഫോളോഡ്. മനസ്സിലായില്ല? അൺലെസ് അതർവൈസ്. അല്ലല്ല, ഫയറിന് ചുറ്റും 7 പ്രാവശ്യം കറങ്ങണ്ടേ? അതെയോ? എന്തായാലും കല്യാണം കഴിക്കാൻ ഇത് കറങ്ങുക ചെയ്യുന്നത്. വേണ്ടാക്കണമെങ്കിൽ കോടതിയിൽ പോകണം. അല്ലല്ല, ഇത് വേണ്ടാക്കണമെങ്കിൽ കോടതിയിൽ പോകണം. എന്നാ പിന്നെ ഇത് ഒരു വശത്തേക്ക് കറങ്ങിയത് എതിർവശത്തേക്ക് കറങ്ങി ഇല്ലാതാക്കാനുള്ള പ്രൊവിഷനൊന്നുമില്ല. അത് ഇല്ലാതാക്കണമെങ്കിൽ അവിടെ പോകണം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്തപതി കസ്റ്റം ഫോളോ ചെയ്തില്ലെങ്കിൽ മാരേജ് കൺക്ലൂഡ് ആവില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. മാരേജ് കൺക്ലൂഡ് ആവണമെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ സപ്തപതി ഹാസ് ടു ബി ഫോളോഡ്. കാരണം അത് മാരേജ് ആക്ടിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സിസ്റ്റം, ഒരു പ്രത്യേക ആൾക്കാർക്ക് if സപ്തപതി is their custom, that custom has to be followed. അതാണ് കസ്റ്റംസ് ആൻഡ് സെറിമണീസ് സെക്ഷൻ 6(7) എന്തോ ആണ്. അപ്പൊ ഇത് സപ്തപതി കംപ്ലീറ്റ് ആകുമ്പോഴാണ് മാരേജ് അവിടെ കംപ്ലീറ്റ് ആവുന്നത്. അല്ലെങ്കിൽ ആ മാരേജ്, അപ്പൊ ആ കസ്റ്റത്തിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം എഴുതുക. യങ് ലോയേഴ്സ് അസോസിയേഷൻ, ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ സ്കൂളും കംപ്ലീറ്റ് ആയി. ഓക്കെ. 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആ സ്പിരിറ്റ് തീർച്ചയായിട്ടും ഞാൻ അംഗീകരിച്ചു.